ഓക്കെ, ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം മിക്കവാറും ഒരു ഡയലോഗ് ആവാനാണ് ചാൻസ്. പക്ഷേ എങ്കിലും ഒരു ആമുഖം എന്നോണം ഈ വിഷയം ഒന്നും ഞാൻ അവതരിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയൊരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെന്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാനൊരു കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് അതിൻ്റെ ഒരു പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2022 ഞാൻ ഇംഗ്ലണ്ടിലോട്ട് വരാൻ ഇടവന്നു അലോങ് വിത്ത് മൈ വൈഫ്. അപ്പോൾ ഞാനൊരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ എഞ്ചിനീയറിംഗ് ഡിവിഷൻ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഐ ഡിഡ്ന്റ് ട്രൈ ഫോർ എനി ജോബ് ഹിയർ. അപ്പോൾ 2024 ഓഗസ്റ്റ് സെപ്റ്റംബർ തുടക്കം മുതൽ I have been searching for a job in UK. So far, I have not been able to get one. Okay. അപ്പോൾ ആഫ്റ്റർ നവംബർ 2000 ഡിസംബർ, അപ്പം ഞാനൊരു ഡിസംബറാണ് കട്ട് ഓഫ് വെച്ചിരുന്നത്. അതായത് ഓഗസ്റ്റ്, ഇപ്പോൾ ജൂലൈയിൽ എൻ്റെ സ്ഥാപനം പൊട്ടി. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അപ്പോൾ ഈ 5 months I'll be able to get a break എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് ചെയ്തത്. സോ ഐ ബിഗാൻ ടു സെൻഡ് മൈ പ്രൊഫൈൽ. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു എനിക്ക് വിളിയൊന്നും വന്നില്ല. സോ ഫാർ ഞാൻ ആകെ 3 ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അതിൽ 2 എൻ്റെ വൈഫിന് വന്നത്, വൈഫ് എന്നെ റെഫർ ചെയ്തതാണ്. മറ്റേ ഒരെണ്ണം മറ്റേ എന്താ പറയുക, ശരത്ത്, ഈ ഇവിടെ ഇരിക്കുന്ന ശരത്താണ് എനിക്ക് ഓഫർ ചെയ്തത്. ശരത്ത് പറഞ്ഞ ഇൻ്റർവ്യൂ LLVM എന്ന് പറഞ്ഞൊരു ടെക്നോളജിയിലായിരുന്നു. ഐ ഹാഡ് ഗ്രേറ്റ് ഹോപ്പ്. ഒരു 30 to 40 minutes ഉള്ളൊരു ഫയർ വർക്ക്സ് ഡിസ്കഷൻ നടന്നു. അപ്പോൾ ഐ തോട്ട് ദാറ്റ് ഓക്കെ, ഐ ക്ലിയർഡ് ഇറ്റ്, ബട്ട് ദേ ഡിഡ്ന്റ് കോൾ മീ ലേറ്റർ. ഓക്കെ, അപ്പോൾ 2 കാരണങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് മറ്റേ ഇവിടെ വർക്ക് വിസ ഇല്ല, ഐ ആം ഓൺ എ ഡിപെൻഡന്റ് വിസ. 2, ദേ വാണ്ട് മീ ടു റീലൊക്കേറ്റ് ടു എ പ്ലേസ് which is 45 minutes away from the office. അപ്പോൾ ഇതൊരു മറ്റേ എന്താ പറയുക, ഈ ടെൻസർ കമ്പ്യൂട്ടിങ്, അതായത് ഒപ്റ്റിക്കൽ ടെൻസർ യൂണിറ്റിൻ്റെ കമ്പൈലർ ബാക്കെൻഡിൻ്റെ ജോബായിരുന്നു. സോ വെൻ ഐ ഗോട്ട് ദ ഇൻറ്റിമേഷൻ, ഐ ഡിഡ് റിഫ്രഷ് മൈ LLVM സ്കിൽസ്. അപ്പോൾ അത് കിട്ടിയില്ല. പിന്നെ ഒരെണ്ണം ഒരു കണക്റ്റഡ് ബസ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ന്യൂസിലൻഡ്, ഇംഗ്ലണ്ട്, അവിടുത്തെ പല കമ്പനികളുടെ മറ്റേ എന്താ പറയുക, ഒരു കൺസോർഷ്യം ഈ മിൽട്ടൺ കെയ്ൻസിൽ ഒരു ബസ്, ഓട്ടോമേറ്റഡ് ബസ് സർവീസിൻ്റെ പ്രോട്ടോടൈപ്പ് നടത്തുന്നുണ്ട്. അവിടെയായിരുന്നു. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി ദേ തോട്ട് that okay, what I was earning before and what they can offer didn't match, and they were looking for a junior resource despite clearing 3 rounds of interview, going there. And I actually thought that I got it, and okay, I didn't get it. And pinne എനിക്കൊരു യൂണിവേഴ്സിറ്റിയുടെ ഇതാ കിട്ടിയേ. So I thought that okay, I swallowed my pride. I used ChatGPT. I conducted multiple sessions. അങ്ങനെ ഞാൻ ചെയ്തിട്ട് ഇൻ്റർവ്യൂവിന് ഞാൻ അത് ഒരു ഇൻ്റർവ്യൂ LLVM ആയിരുന്നെങ്കിൽ, ഒരു ഇൻ്റർവ്യൂ ജാവ ആയിരുന്നു, ഒരു ഇൻ്റർവ്യൂ .NET ആണ്. ഇപ്പോൾ ഈ 2 ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ജാവ ആൻഡ് .NETൽ ഐ എം നൗ കംഫർട്ടബിൾ ഇൻ അപ്ലൈയിങ് ഫോർ ഈവൻ ലോവർ ലെവൽ ജോബ്. അപ്പോൾ ഈ ലോവർ ലെവൽ ജോബ് നോക്കുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് ഇറ്റ് ഈസ് ലെസ് ദാൻ 80K, ദേ ആർ നോട്ട് വില്ലിങ് ടു പ്രോസസ് ദ വിസ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് മോർ ദാൻ 100K കിട്ടിയാലേ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. അപ്പോൾ 150, 20K ഒക്കെ മുകളിൽ പോവുകയാണെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, റസൽ ഗ്രൂപ്പ് ആൾക്കാർക്ക് ഓക്കെ, സിൻസ് ഐ എം എ സീനിയർ ദർ ഈസ് ഡിഫിക്കൽട്ടി. അപ്പോൾ സിൻസ് ഐ വാസ് ഏർണിങ് റീസണബിളി ഗുഡ് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കോസ്റ്റ് കോമ്പറ്റേറ്റീവ് നോക്കുമ്പോൾ ഐ വിൽ ബി ഏർണിങ് ലെസ് ദാൻ വാട്ട് ഐ വാസ് ഏർണിങ് ഇന്ത്യ. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലായിരിക്കുന്നത്. അപ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, actually speaking, okay, I want to go back to India. പക്ഷേ if I go back to India, എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, okay, there will be a lot of stigmas attached. അപ്പം ഞാൻ ഈ ഇതിനെക്കുറിച്ച് okay, I foresaw this. പക്ഷേ എന്താ പറയുക, ഈ നമ്മുടെ നാട്ടിലെ
ഇവിടെ വന്ന, അതായത് ഒരു ശരാശരി മലയാളി ഈ പറമ്പും മറ്റേതൊക്കെ വിറ്റുകൊണ്ട്, അപ്പോൾ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് എനിക്ക് വലിയ പൈസയൊന്നും നഷ്ടമൊന്നും വന്നില്ല. കാരണം ഐ ഡിഡ്ന്റ് ടേക്ക് എനി ലോൺ. എൻ്റെ വൈഫാണ് പഠിച്ചത്. ഷീ ഗോട്ട് മറ്റേ റീസണബിളി ഗുഡ് എഡ്യൂക്കേഷൻ ഹിയർ. ഷീ കുഡ്ന്റ് ഗെറ്റ് എ ജോബ് ഹിയർ ഇൻ UK ആസ് വെൽ. അപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകാനാണ് പ്ലാൻ. അപ്പോൾ തിരിച്ചു പോകണമെങ്കിൽ കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പം പോണോ പോണ്ടയോ? അപ്പോൾ കറന്റ് ഐ എം അപ്ലൈങ് ഫോർ എ ഡിഫറെന്റ് വിസ. സി ഇഫ് ഐ എം ഗെറ്റിംഗ് ഇറ്റ് ഐ മൈ സ്റ്റേ ബാക്ക്, അതർവൈസ് ഐ വിൽ ഗോയിങ് ബാക്ക്. അപ്പൊ ഇതിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ലിങ്ക്ഡിൻ പ്രൊഫൈലിൽ ഐ പുഷ് ഓപ്പൺ ടു വർക്ക്. അപ്പോൾ ഓപ്പൺ ടു വർക്ക് വന്നപ്പോൾ പല ആൾക്കാരും, ഇതിനു മുമ്പ് പരിചയമില്ലാത്ത പല ആൾക്കാരും എന്നെ വന്ന് പരിചയപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഓക്കെ ദേ വിൽ ബി പരിചയം നഷ്ടമില്ല. അവർ വന്നിട്ട് മറ്റേ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ കുറച്ച് ക്വസ്റ്റ്യൻ അന്വേഷണം നടത്തും. പിന്നെ ഞാൻ പിങ് ചെയ്യുമ്പോൾ റെസ്പോണ്ട് ചെയ്യുന്നില്ല. ഇപ്പൊ വേറെ ആളാണ് എന്നോട് പറഞ്ഞത് അവര് എന്റെ മിസറി അളക്കാൻ വന്നതാണെന്ന്. ഓക്കെ, അപ്പൊ മെയിൻ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പൊ ഒരു സോഷ്യോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ അനാലിസിസ് നടത്തി കഴിഞ്ഞപ്പോ ആക്ച്വലി സ്പീക്കിംഗ് ദർ ആർ ലോട്ട് ഓഫ് ഇഷ്യൂസ്. അതായത് ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാല്, ഡെസ്പൈറ്റ് ഇന്റേണലി എനിക്ക് കുറച്ച് പ്രയോറിറ്റീസ് ഉണ്ട് ആൻഡ് ഐ എം വില്ലിംഗ് ടു കം ബാക്ക്. പക്ഷേ സോഷ്യൽ ആൻഡ് ഇപ്പൊ ഫ്രണ്ട്സിന്റെ ഇടയിലും അങ്ങനെയൊക്കെ വരുമ്പോൾ കുറെ ഇത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് എന്തിനാ? അപ്പൊ പല ഫ്രണ്ട്സും ചോദിക്കും ഇവിടെ വരെ വരേണ്ട ആവശ്യമുണ്ട്. ഒരു മിസ്അഡ്വഞ്ചർ ആയിട്ട് ഇത് ചെയ്യും. പിന്നെ ഊത്തല് മാതിരി നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാരുണ്ട് UK എഡ്യൂക്കേഷണൽ സ്കാമിന്റെ വിക്ടിം ആണെന്നുള്ള രീതിയിൽ ഇത് ചെയ്യണേ. ശരിയാണ്, കാരണം കുറെ ആൾക്കാർ എഡ്യൂക്കേഷണൽ സ്കാമിന്റെ വിക്ടിം തന്നെയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രോബ്ലം ഇരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മറ്റേ പഠിക്കാൻ വന്നു കഴിയുമ്പോൾ കോഴ്സ് കഴിയും. അപ്പൊ ഈ കോഴ്സ് ചെറുതായിട്ടൊന്ന് റിഗ് ചെയ്തിട്ടുണ്ട്. അതായത് എന്താ വെച്ചാല് മോർ പീപ്പിൾ ഷുഡ് പാസ്. പിന്നെ ഈ ബ്രെക്സിറ്റിന്റെ പശ്ചാത്തലത്തില് മറ്റേ എന്താ പറയാ, ലേബർ ഷോർട്ടേജ് വന്നപ്പോൾ അവർ വിസയില് ഇത് ചെയ്ത് കൊടുത്താണ്. അപ്പൊ ലോട്ട് ഓഫ് പീപ്പിൾ കെയിം. അപ്പൊ ഞാൻ ജോക്കിങ്ങിൽ പറയാറുണ്ട്, ഓക്കെ why can't we have a postgraduates in McDonald's, Subway and other places? ഇനി ഇവിടെ വരുമ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ മലയാളികളുടെ ഇടയിൽ അത്ര സ്മാർട്ട് ആയിട്ടുള്ള കേരളീസ് ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരു അമേരിക്കയിലേക്ക് വെക്കണം. ഇവിടെ വന്നേക്കുന്നത് വളരെ കുറവാണ്. വെരി ഫ്യൂ പീപ്പിളിനെ ഇന്ററാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ മോസ്റ്റ്ലി ഐ എം സ്പെൻഡിങ് ടൈം വിത്ത് ദിസ് തിങ്. അപ്പൊ ഇതൊക്കെ ഒരു സോഷ്യോളജിക്കൽ ആംഗിളാണ്. പക്ഷെ ഇവിടെ ജോലി കിട്ടിയവർ തന്നെ ഞാനൊരു പാറ്റേൺ നോക്കുമ്പോൾ, അതായത് they came here as part of some company, say Wipro, UST, മറ്റേ വെർച്യൂസ. അങ്ങനെ ഇവിടെ വന്ന് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, കാലങ്ങളോളം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് ബ്രിട്ടീഷ് വേസിലൊക്കെ ചെറുതായിട്ടൊന്ന് അഡാപ്റ്റായി 100ഓളം ഇന്റർവ്യൂ കഴിഞ്ഞിട്ടാണ് മിക്ക ആൾക്കാരും നെക്സ്റ്റ് കമ്പനിയിലോട്ട് പോകുന്നത് കണ്ടത്. അല്ലാതെ ഒരു എന്താ പറയാ, വന്നിട്ട് ഒരു എന്താ പറയാ, ഒരു ടയർ 1 കമ്പനി, ഇപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന ശരത്ത് റെവല്യൂട്ടിന്റെ ഇന്റർവ്യൂ പാസ് ആയിട്ടുണ്ട്. അപ്പൊ റെവല്യൂട്ട് ഈസ് വൺ ഓഫ് ദ ഡിഫിക്കൽട്ട് കമ്പനി, ഇറ്റ്സ് മോർ ഡിഫിക്കൽട്ട് ദാൻ ഗൂഗിൾ. അങ്ങനെയല്ലാതെ ഞാൻ എൻ്റെ 30 കൊല്ലത്തെ ചരിത്രത്തിൽ ഞാൻ ഇവിടെ വന്നിട്ടാണ് എനിക്ക് മനസ്സിലായത് വൈ പീപ്പിൾ ആർ ആക്ച്വലി നോട്ട് ഷിഫ്റ്റിംഗ് കമ്പനീസ് ദ വേ ദേ ആർ ഡൂയിങ് ഇൻ ഇന്ത്യ, ഇൻ US. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ മിക്കവരും വർക്ക് ചെയ്ത കമ്പനിയിൽ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത്. കാരണം they are not growing in industry, they are growing in the job, through job. അതായത് സീരിയൽ ജോബ് ആയിട്ടാണ് പോയേക്കുന്നത്. അപ്പോൾ ഈ റെപ്യൂട്ടേഷൻ എക്കണോമി എന്ന് പറയും. അതായത് I have thrived based on my reputation. Okay, I have delivered ഇപ്പൊ കമ്പൈലേഴ്സ്, കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, അങ്ങനെ പല സ്ഥലത്ത് ഇതൊക്കെ സൊല്യൂഷൻസ് ഒക്കെ ഡെലിവർ ചെയ്യുന്നുണ്ട്. ആ റെപ്യൂട്ടേഷനും സോഷ്യൽ ക്യാപിറ്റലും ഉള്ളതിന്റെ പേരിലാണ് എൻ്റെ ഈ മറ്റേ കരിയർ ഓടിയിരുന്നത്. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, സിൻസ് ഐ വാസ് ഇൻ കേരള ഐ നീഡ് നോട്ട് സ്പെൻഡ് മച്ച് ടൈം ഇൻ മൈ വർക്ക്. ആക്ച്വലി എന്ന് വെച്ചാൽ ഈ എന്താ പറയാ, കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അറിവുള്ളത് കൊണ്ട് ഐ ബീൻ ഏബിൾ ടു ക്രൂസ് ത്രൂ. പക്ഷെ ഇവിടെ ഇപ്പൊ എനിക്കിപ്പോ കിട്ടാൻ ചാൻസ് ഉള്ള മിക്ക ജോബ്സും ഒരു എന്താ പറയാ, തിങ്സ് വിച്ച് ഓക്കെ ഐ ഡിഡ് 20 years ago or 30 years ago I have to do. ഓക്കെ, അപ്പോൾ ഐ വാസ് VP of engineering for a startup. ഇനിയിപ്പോൾ നാട്ടിൽ വന്നിട്ട് സ്റ്റാർട്ടപ്പ് എക്കോ സിസ്റ്റത്തിൽ മറ്റേ സ്കെയിലിംഗ് അങ്ങനെ കുറെ ഏരിയാസിൽ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ എനിക്ക് ഇതുവരെയായിട്ടും ജോബ് കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വാട്ട് ഷുഡ് ബി മൈ സ്റ്റാൻസ് എന്നുള്ളതായിരുന്നു ചോദ്യം. അപ്പോൾ
ഐ ടുക്ക് ഓക്കെ സി എൻ്റെ ഓപ്പൺ ടു വർക്ക് അവിടെ കിടപ്പുണ്ട്. സോ ഐ ഹാവ് ഡിസൈഡഡ് ടു കം ബാക്ക്. ഐ എം പ്രോസസിങ് ഗ്ലോബൽ ടാലന്റ് വിസ. ഇഫ് ഐ എം ഗെറ്റിംഗ് ഇറ്റ് ഐ വോണ്ട് ആക്ച്വലി എന്താ പറയുക മൈറ്റ് നോട്ട് ഓക്കെ ഐ വിൽ കം ബാക്ക് ടു ആൻഡ് ഫ്രോ അടിക്കാം. അപ്പോൾ എനിക്ക് എന്താ ഏത് സമയത്തും UK വരാൻ പറ്റും. ദാറ്റ് വിൽ ഇംപ്രൂവ് മൈ കൺസൾട്ടിങ് ആൻഡ് ബിസിനസ് പ്രോസ്പെക്ട്സ്. അപ്പോൾ പക്ഷേ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓവർ എ പീരീഡ് ഓഫ് ടൈം ഞാൻ കുറേ ആൾക്കാരെ മെൻറ്റർ ചെയ്തിട്ടുള്ളത് കൊണ്ട് മറ്റേ ഈ ഞാൻ മെൻറ്റർ ചെയ്തിരുന്ന ആൾക്കാർ തന്നെ ഇപ്പം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ they want to prove that okay I'm not as smart as okay what I project myself to be. ഈ ജോലിയിലുള്ള ഉയർച്ച കാണിച്ച് അല്ലെങ്കിൽ ഞങ്ങൾക്ക് UK ജോലി കിട്ടി അപ്പോൾ അതുകൊണ്ട് യു ആർ എ ഫുൾ, അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക ഐ ആം ഏർണിംഗ് മോർ ദാൻ യു ഇൻ മൈ ഇഫ് യു ടേക്ക് എ ലുക്ക് അറ്റ് ലാസ്റ്റ് കമ്പനി കോമ്പൻസേഷൻ. അപ്പം ഇങ്ങനത്തെ പെറ്റി ഗെയിംസിലാണ് ഈ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് അവർ ആ പെറ്റി ഗെയിംസിൽ പെട്ടുപോകണമെന്ന് അവരെ എഡ്യൂക്കേറ്റ് ചെയ്യണം. അതായത് അപ്പോൾ ഹൗ ഐ തിങ്ക് ദ വേൾഡ്, അപ്പോൾ എങ്ങനെയാണ് ഞാൻ വേൾഡ് കാണുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ട് ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ വിളിക്കുന്നത് പാതാള ബുദ്ധി എന്നാണ്. അതായത് പാതാളത്തിൽ ഇരുന്നുകൊണ്ട് ഭൂമി എങ്ങനെ കാണാം. അതായത് മതങ്ങളൊക്കെ പഠിപ്പിക്കുന്നത് എന്താ, സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ഭൂമി കാണാമെന്നുള്ളതാണ്. പക്ഷെ പാതാളത്തിൽ നിന്ന് ബുദ്ധി എങ്ങനെയാണെന്ന് കാണാമെന്ന് വെച്ചാൽ ഒരു പാതാള ബുദ്ധി പെർസ്പെക്റ്റീവില് ഈ എന്നെ പോട്ട് ഷോട്ട് എടുക്കുന്നത് ഞാൻ പാസ്റ്റിൽ എടുത്തേക്കുന്ന പോട്ട് ഷോട്ടിനെ കുറിച്ചൊക്കെ ഒരു ക്ലിയർ അനാലിസിസ് നടത്തി കഴിഞ്ഞപ്പോൾ ഇതിനെ പെട്ട പേരാണ് പാതാള ബുദ്ധി. ഇപ്പൊ പാതാള ബുദ്ധി പെർസ്പെക്റ്റീവില് ലോകം എങ്ങനെ കാണാം. അപ്പോ ഈ അതിന് ശരത്ത് കുറച്ചും കൂടി ഒരു സൊഫിസ്റ്റിക്കേറ്റഡ് പേരിട്ട് കോഷ്യൽ സ്ട്രക്ചർ നാവിഗേഷൻ. അതായത് ഈ കോസ് എഫക്റ്റ് ആണല്ലോ നമ്മുടെ വേൾഡിനെ നയിക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു കമ്പനിയിൽ യു ആർ ജോയിനിങ് ഓക്കെ. അപ്പോൾ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യുന്നതിന് നിങ്ങൾ തീരുമാനിച്ചാൽ പോലെ ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് ഹാവ് ഇനഫ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഓക്കെ ആ കമ്പനിയുടെ സെറ്റിങ്സ് എന്താണ്. ഓക്കെ, ആ സെറ്റിങ്സ് ആണ് അവിടുത്തെ സിസ്റ്റംസ് ഡിഫൈൻ ചെയ്യണത്. ആ സിസ്റ്റത്തിൽ ഏജൻസിന്റെ റോള് ഏജൻസി ഓൾറെഡി ഡിഫൈൻഡ് ആണ്. അപ്പോൾ ആസ് എ ഇൻഡിവിജ്വൽ യു വിൽ ബി ഫിറ്റിംഗ് യുവർ സെൽഫ് ഇൻ ടു മൾട്ടിപ്പിൾ ഏജൻസീസ്. ഓക്കെ, അതിൻ്റെ അനുസരിച്ചിട്ടായിരിക്കണം ആക്ഷൻ. അപ്പോൾ ഒരു ഏജന്റായ നിങ്ങളുടെ ഏജൻസി എന്താണെന്നുള്ളത് ആ സെറ്റിങ്സിന്റെ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കിയില്ല യു വിൽ ബി ഏബിൾ ടു ഡു. അപ്പോൾ ഈ കോസ് എഫക്റ്റ്, അപ്പോൾ കോഷ്യൽ കുറെ സ്ട്രക്ചേഴ്സ് ഉണ്ട്, അത് നാവിഗേറ്റ് ചെയ്താലേ ആൻഡ് ദെൻ അത് എങ്ങോട്ട്, അതിപ്പോൾ കോഷ്യൽ സ്ട്രക്ചർ നാവിഗേഷൻ ഒരു കമ്പനിയിൽ മാത്രമല്ല, നിങ്ങളുടെ ഫാമിലിയുടെ കേസിലും ഇൻഡിവിജ്വലിന്റെ കേസിലും ഒരു കറണ്ട് സെൽഫും ഒരു ഫ്യൂച്ചർ സെൽഫും ഉണ്ട്. അത് തമ്മിലുള്ള ആ പ്രൊജക്ഷൻ, അതിനെയാണ് നാവിഗേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പാതാള ബുദ്ധി അഥവാ കോഷ്യൽ സ്ട്രക്ചർ നാവിഗേഷൻ ബേസ്ഡ് ആക്ഷൻ. ഓക്കെ, അതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. അതായത് ഇതിൽ ഞാനൊരു ഓട്ടോബയോഗ്രഫിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ആയിട്ടുള്ള ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെൻ യു ആർ ഫേസ്ഡ് വിത്ത് എ സിറ്റുവേഷൻ, നിങ്ങൾക്കൊരു ഈ എന്താ പറയുക ഒരു നിഹിലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡോൺ കെയർ ഇതിൽ നിങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാം. പക്ഷെ അങ്ങനെ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു പൊളിറ്റിക്കൽ സ്റ്റാൻസ് ആയിരിക്കണം. അതൊരിക്കലും ഒരു സൈക്കോളജിക്കൽ സ്റ്റാൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂല്യച്യുതി വരും. കാരണം ഒരു മനുഷ്യന് ഒരു പർട്ടിക്കുലർ ലെവലിന് അപ്പുറത്തേക്ക് ചിന്തിക്കണം എന്നുണ്ടെങ്കിൽ ഹി ഷുഡ് ബി ഹാവിങ് ഒരു കോൺഷ്യൻസും ഒരു എന്താ പറയുക ഒരു ഇന്നർ സെൽഫ് കൊഹീറൻ്റ് ആയിട്ട് മറ്റേ എന്താ പറയുക മോറലി റൈറ്റ് ആണെന്നുള്ളൊരു കോമ്പസ് ഉണ്ട്. അതുണ്ടെങ്കിലേ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്താ വെച്ചാൽ എപ്പോഴും ഈ അതർ തിങ്സ് വിൽ ആക്ച്വലി ഡിസ്ട്രാക്ട് യു. അപ്പോൾ ഇഫ് യു ടേക്ക് യുവർ കറണ്ട് സിറ്റുവേഷൻ നിഹിലിസ്റ്റിക്കലി അല്ലെങ്കിൽ പുച്ഛത്തോടെയോ അല്ലെങ്കിൽ എന്താ പറയുക ബ്രഷ് അസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ then you are not addressing the problem. ഇനി if you try to address the problem, your real problem, then there is actually some kind of a social angle to it. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഓക്കെ വൈ ഇപ്പോൾ ഒരു ചോദ്യമുണ്ട്. അതായത് ഓക്കെ ഇഫ് യു ആർ ദാറ്റ് സ്മാർട്ട് വൈ ആർ യു നോട്ട് ഗോയിങ് ടു ബാംഗ്ലൂർ. ഇതാണ് ഞാൻ ഏറ്റവും കൂടുതലുള്ള എൻ്റെ ചെറുപ്പത്തിലെ മുതലേ കേൾക്കുന്നത്. അപ്പോൾ ഈ ബാംഗ്ലൂർ പോകാന്ന് പറഞ്ഞാൽ എനിക്ക് ഡെമോഫോബിയ ഉണ്ട്, ഫിയർ ഓഫ് ക്രൗഡ്. പിന്നെ ബാംഗ്ലൂർ ഒരു ജീവിതം എന്ന് പറയുമ്പോൾ ഒരു തിങ്കൾ മുതൽ വെള്ളി വരെ എന്താ പറയുക ഈ
കമ്പനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം. പിന്നെ സാറ്റർഡേ ക്ഷീണമൊക്കെ തീർത്ത് ഞായറാഴ്ച ഒരു മോളിൽ പോയിട്ട് വീണ്ടും ആ ലൈഫാണ്. പിന്നെ ഒറ്റയ്ക്കും നാട്ടിലോട്ട് ഫ്ലൈറ്റിനോ ബസ്സിനോ പിടിച്ചു വരാം. അപ്പൊ ആക്ച്വലി സ്പീക്കിംഗ് ഒരു പ്രീ കോവിഡ് ടൈംസിൽ 90% ഓഫ് ദി ടൈമും മറ്റേ ഇതിലാണ് സ്പെൻഡ് ചെയ്തിരുന്നത്. അതായത് ട്രാഫിക്കിലാവും. പിന്നെ ജോലി രാജിവെച്ച് വീട്ടിലിരിക്കാൻ പറ്റില്ല. വൺ ഓഫ് ദി റീസൺസ് വൈ ഐ ടുക്ക് ടെക്നോളജി, ബിക്കോസ് ആ ടെക്നോളജി മറ്റേ എന്താ പറയുക, വിൽ ഗീവ് മീ എബിലിറ്റി ടു ടേക്ക് വെക്കേഷൻ ആൻഡ് ദെൻ കം ബാക്ക്. എന്ന സ്ഥലത്ത് ഒരു ഓപ്പറേഷണൽ സ്ട്രാറ്റജിക് റോൾ ആണെങ്കിൽ ഹൗ മെനി മില്യൺസ് യു മെയ്ഡ്, ഹൗ ലോങ് യു ഹാവ് ബീൻ വർക്കിംഗ്, ഹൗ മെനി പീപ്പിൾ, ഒരു സ്റ്റേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്. അപ്പോൾ ഒരു സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള ലൈഫ് നയിക്കാൻ വേണ്ടിയാണ് ഇന്റൻഷനലി മറ്റേ എന്താ പറയുക ടെക്നോളജി തിരഞ്ഞെടുത്ത്. ആൻഡ് ഇറ്റ് സ്യൂട്ടഡ് ആൻഡ് ഇറ്റ് ഗേവ് മീ ലോട്ട് ഓഫ് തിങ്സ്. പക്ഷേ ഈ ആൾക്കാർ നോക്കുമ്പോൾ എന്താ വെച്ചാൽ അധികം ബ്രാൻഡ് ഇല്ലാത്ത കമ്പനികൾ, പീപ്പിൾ ജഡ്ജ് യു ബൈ ബ്രാൻഡ്, സം പീപ്പിൾ ജഡ്ജ് യു ബൈ എഡ്യൂക്കേഷൻ, സം പീപ്പിൾ ജഡ്ജ് യു ബൈ ഓക്കെ എന്താ പറയുക ഈ യുവർ ഫെയിം. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്ന് വെച്ചാൽ ഈ നമ്മുടെ ചുറ്റും 10 പേരുണ്ടെങ്കിൽ 25 ഒബ്സർവേഷൻ അബൌട്ട് യു, ആൻഡ് വിച്ച് മോസ്റ്റ് ഓഫൺ ഇറ്റ് വൺ ബി ട്രൂ. അപ്പൊ എല്ലാവരും സാറ്റിസ്ഫൈ ആണോന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ കാലങ്ങളായിട്ട് ഞാൻ എടുത്തിട്ടുള്ള കുറെ ടെക്നിക്സ് ഇതിൻ്റെ ഉള്ളിലുണ്ട്. അതിൽ കുറെ ശരത്ത് ഞാൻ തമ്മിൽ 10 കൊല്ലമായിട്ട് അറിയാവുന്നതുകൊണ്ട് കുറെ ആൾക്കാർക്ക് ഇതിലത്തെ കുറെ മീംസ് ഒക്കെ ആൾറെഡി അറിയാം. അപ്പൊ നൗ വി വിൽ ആക്ച്വലി ഗെറ്റ് ഇൻ ടു ദ മീറ്റ് ഓഫ് ദി സ്റ്റഫ്. അപ്പോൾ ഇപ്പൊ നിങ്ങൾക്കൊരു അറിയാം, മെസ്സേജ് സിറ്റുവേഷൻ, there's an individual, okay, who is part of some kind of a fraternity or a family or a kith or a kin from a family or a clan. അയാൾ എങ്ങനെ കൾച്ചറൽ, സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ സ്പിയറിൽ റെപ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അയാളുടെ ഉറ്റവരുടെയും ഉടയവരുടെയും സർവൈവലിന്റെ റീസൺ. അപ്പോൾ ഈ ആദ്യകാലങ്ങളിൽ നമ്മൾ ട്രൈബായിട്ട് ജീവിച്ചപ്പോൾ വി വർ ആക്ച്വലി മോസ്റ്റ്ലി ഫോക്കസ് ഓൺ ഫിസിക്കൽ സർവൈവലാണ്. പിന്നെ ഈ അന്ന് സൈക്കോളജി എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ നോട്ട് മൂവിങ് മച്ച്, ആനിമൽസിന് ഫിസിയോളജിക്കൽ ഡെത്ത്, ഫിസിക്കൽ ഡെത്ത് എന്നല്ല ഫിസിയോളജിക്കൽ ഡെത്ത് എന്നാണ് കുറച്ചുകൂടി പറയേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് എന്താ പറയുക ഈ വെൻ ഓപ്പർച്യൂണിറ്റീസ് ബിഗാൻ ടു കം, സൊസൈറ്റി ഡൈവേഴ്സിഫൈ ചെയ്തപ്പോൾ സോഷ്യോളജിക്കൽ ആയിട്ടുള്ള സാധനമുണ്ട്. ആദ്യകാലങ്ങളിലൊന്നും സേഫ്റ്റി ഓഫ് കിത്ത് ആൻഡ് കിൻ നോക്കണ്ട, അത് ട്രൈബ് നോക്കിക്കോളും, മൂപ്പന്റെ ചുമതലയാണ്. ചെറിയ കിൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരു ഈ ഇസ്രായേലിലൊക്കെ പറഞ്ഞ കിബുട്സിൽ ആൾക്കാർ ജീവിച്ചത്. പക്ഷേ എവർ സിൻസ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഒരു പ്രോഗ്രസീവ്ലി നിങ്ങൾക്ക് കൾച്ചറൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ സർവൈവല് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ആധുനിക മനുഷ്യനെ 4 രീതിയിലുള്ള ഡെത്താണ് ഇന്ന് ബാധിക്കുന്നത്. ഒന്ന് ഫിസിക്കൽ ഡെത്ത്. ഫിസിക്കൽ ഡെത്ത് നിങ്ങൾക്ക് ഡിസീസ് വഴി വരാം, ആക്സിഡൻസ് വഴി വരാം, മോബ് ലിഞ്ചിങ് വഴി വരാം. ഈ മൂന്നാമത്തെ ഈ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തില് ഞാൻ വളർന്നത് ആലുവ എന്ന് പറഞ്ഞ പട്ടണത്തിലാണ്. അപ്പോൾ ഈ ചെറുപ്പം മുതലേ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ല പാലസ്റ്റീനിലോ അവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഈവൻ ഒരു 2 റൗഡികൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ തന്നെ ഈ മറ്റേ ക്രിസ്ത്യൻസും മുസ്ലിംസും ഒക്കെ ജാഥ നടത്തുമായിരുന്നു എൻ്റെ ടൗണിൽ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ ഏർലി 80s പറയണേ. അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ചില കേസസിന് ഇപ്പം ഞങ്ങളുടെ ഏരിയ ഒരു RSS ഏരിയ ആയതുകൊണ്ട് ക്രിസ്ത്യൻസും മുസ്ലിംസും ചേർന്ന് ഇടയ്ക്കിടയ്ക്ക് മറ്റേ ജാഥ നടത്തും. അത് പിന്നെ മദനിയുടെ ISS വന്നപ്പോൾ ഈ പന്തംകുളത്തി പ്രകടനം. അപ്പൊ എന്നും ഒരു മോബ് ലിഞ്ചിങ്ങിൽ മരിക്കും എന്നുള്ളതായിരുന്നു എൻ്റെ ഗതി എന്നാണ് ഞാൻ ലേറ്റ് 80s വിശ്വസിച്ചിരുന്നത്. 89 to ഒരു 99 വരെ ആ വിശ്വാസം ഞാൻ വെച്ച് പുലർത്തി. കാരണം അതായിരുന്നു ഈ കേരളത്തിലെ ആലുവയിലെ സിറ്റുവേഷൻ അറ്റ്ലീസ്റ്റ് മനസ്സിലായില്ല. കാരണം മദനിയുടെ ഏറ്റവും വലിയ ബേസ് അവിടെയായിരുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെയായിരുന്നു ഒരു ടൗൺ ജുമാ മസ്ജിദ് ഉണ്ടായിരുന്നത്, അവിടെ ആൾക്കാർ ഒത്തുകൂടുമായിരുന്നു. അപ്പോൾ ആ സമയത്താണ് രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നം വരുന്നത്, കാട്ടൂർ മൗലവി സംഭവം വരുന്നത്. ഇതെൻ്റെ കാര്യമുണ്ട, ഇതിൻ്റെ വേരിയേഷൻ പലർക്കും ഉണ്ടാവാം. അങ്ങനെ ഈ അയോധ്യ സംഭവം ഉണ്ടാവുന്നത്. അപ്പോൾ ആലുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ചെങ്ങമന 80s തന്നെ ആലുവയില് മറ്റേ വെളിയത്നാട് സംഭവം, പിന്നെ മറിയപ്പടി, ആ ഏരിയയിലൊക്കെ ഉളിയന്നൂർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കത്തി നിന്നിരുന്ന സ്ഥലമാണ്. ഓക്കെ, തിരുത്തുന്നുള്ള സ്ഥലമുണ്ട്, അവിടേക്ക് ആൾക്കാർ പോവില്ലായിരുന്നു രാത്രി.
അപ്പോൾ ഈ മോബ് ലിഞ്ചിങ്ങിലൂടെയുള്ള ഈ മരണം ഒരു പോസിബിലിറ്റി ആയിട്ട് എനിക്ക് അതിനൊരു കാരണമുണ്ട്. കാരണം ഞാനൊരു 87 മുതൽ 89 വരെ ഒരു MES ഒരു കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ വന്നപ്പോഴാണ് ഞാൻ കുറെ എന്താ പറയുക ഇസ്ലാമിക ആശയങ്ങളായിട്ട് അടുത്തിടപെടാൻ സാധിച്ചു. അപ്പോൾ പല ആൾക്കാരും കാഫിർ എന്നുള്ള പദം, ദാറുൽ ഹറബ്, ദാറുൽ അമൻ, ദാറുൽ ഹറബ്, ദാറുൽ അമൻ, ദാറുൽ സലാം. പിന്നെ ഈ ഭയങ്കര ഈ കൊടുങ്ങല്ലൂർ ആ ഏരിയയില് മറ്റേ കോസ്റ്റൽ ഏരിയയിലും പെരിഞ്ഞണം അവിടെയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയാ, ഈ ഇപ്പൊ കൊടുങ്ങല്ലൂർ ഏരിയയൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി എറിയാടൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി എലീറ്റ് ഫാമിലീസ് എന്നുള്ളവരാണ്. അവർ കുറച്ചും കൂടി ഒരു കൾച്ചറലി അലൈൻഡാണ്. പക്ഷെ കുറച്ച് ഫർദർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർക്കൊക്കെ ഭയങ്കര മദ്രസ എഡ്യൂക്കേറ്റഡ് ആണ്, ഇന്നത്തെ ഭാഷയെ പറഞ്ഞ അങ്ങനത്തെ ആൾക്കാരായിരുന്നു. അപ്പൊ ഇവരായിട്ട് വെച്ച് കഴിഞ്ഞപ്പോഴാണ് മുസ്ലിം എന്നുള്ളൊരു വിഭാഗം തന്നെ വേറെ ഉണ്ടെന്ന് അറിയാൻ കഴിയുന്നു. അപ്പോൾ അതിന് മുമ്പൊന്നും ഇതില്ല. എനിക്ക് 50. അപ്പൊ ആ ഒരു പശ്ചാത്തലത്തില് SIO അന്ന് സിമിയുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ പൊളിറ്റിക്കൽ ആക്ടിവിസം, ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ, അപ്പോ ഇപ്പുറത്തുനിന്ന് തിരിച്ചടിക്കും ഇസ്ലാമിന്റെ അന്ത്യം ഇന്ത്യയിൽ തന്നെ. അങ്ങനെ ഒരു 87 മുതൽ 87 മീററ്റ് റൈറ്റ്സ്, അങ്ങനെ ബഗൽപൂർ റൈറ്റ്സ് ഓഫ് 1990. അപ്പൊ ഈ റൈറ്റ്സ് ഒക്കെ നടക്കുമ്പോൾ ആലുവയിലൊക്കെ വന്ന് മറ്റേ CPM ഒക്കെ പ്രസംഗിക്കും, മറ്റേ എന്താ പറയാ ഹൈന്ദവ വിരുദ്ധമായ കാര്യങ്ങളൊക്കെ. അപ്പോൾ അന്ന് പോലും അപ്പൊ ഇത് കണ്ടുവരുമ്പോൾ മോബ് ലിഞ്ചിങ് ഒരു ഇതാണ്, ഫിസിക്കൽ ഡെത്ത്. അതിപ്പോ ഡിസീസും ആക്സിഡന്റും ഒന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. മോബ് ലിഞ്ചിങ് ആണ് ദ മോസ്റ്റ് വേഴ്സ്റ്റ് ഫോം ഓഫ് ദിസ് തിങ്. പിന്നെയുള്ളത് സൈക്കോളജിക്കൽ ഡെത്ത് ആണ്. സൈക്കോളജിക്കൽ ഡെത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ശാരീരിക ടെമ്പർമെന്റ് ഉണ്ടാവും. അപ്പോൾ ആ ശാരീരിക ടെമ്പർമെന്റ് നിലനിർത്താൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ഇന്നർ സൈക്കി ഉണ്ട് നമുക്ക്. അപ്പോൾ അത് വിട്ട് കളഞ്ഞുകൊണ്ട് നമ്മൾ പല പണികളും ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ 3 കൊല്ലം മറ്റേ എന്താ പറയുക VP of എഞ്ചിനീയറിംഗ് ആയിരുന്നു ഓഫ് എ കമ്പനി. അതൊരു സ്റ്റാർട്ടപ്പിൻ്റെ ആയിരുന്നു. ഞാൻ ഇതിനു മുമ്പ് അത്രയും ലെങ്തി ടൈമിൽ ഒരു ഓപ്പറേഷണൽ റോള് ചെയ്തിട്ടില്ല. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇനിഷ്യൽ കാലഘട്ടത്തിൽ എൻ്റെ എൻ്റെ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് സൈക്കോളജിയെ കില്ല് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ 3 കൊല്ലം വർക്ക് ചെയ്ത്, 2.5 കൊല്ലം വർക്ക് ചെയ്ത്. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ അത് ശീലമായെങ്കിലും ആഫ്റ്റർ ദാറ്റ് തിങ് അത് ഞാൻ റോളായിട്ട് എടുത്തേ. അതുകൊണ്ട് എനിക്കത് ബാധിച്ചില്ല. അല്ലെങ്കിൽ ഇനിയും ഞാൻ എക്സിക്യൂട്ടീവ് പൊസിഷൻസ് മാത്രമാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കണമെങ്കിൽ സൈക്കോളജിക്കൽ ഡെത്ത് ഉറപ്പാണ്. അപ്പോൾ ഒരാൾ 50 കൊല്ലം ഒരു രീതിയിൽ ജീവിക്കുക, അതിൽ അറ്റ്ലീസ്റ്റ് അഡൾട്ട് ലൈഫിൽ, ഇന്റലക്ച്വൽ ലൈഫിൽ 30 കൊല്ലം ഒരു രീതിയിൽ ജീവിക്കുക. ആൾ ഓഫ് എ സഡൻ ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ ആവശ്യത്തിന് ഈ ഒരു മനഃശാസ്ത്രപരമായ മരണം എടുക്കുക എന്നുള്ളത് എനിക്ക് ഇതില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വെൻ ഐ ലുക്ക് ഹിയർ ആസ് വെൽ ആസ് എനിവെയർ ടെക്നോളജി സെൻട്രിക് റോൾ എടുക്കുന്നത്. ഓപ്പറേഷൻ റോൾ എടുക്കില്ല എന്നല്ല അർത്ഥം. പക്ഷേ ഒരു സൈക്കോളജിക്കൽ ഡെത്തിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റിയത് ഒരു എന്താ പറയുക, കാരണം that startup failed, okay, to achieve its business objective. But I was sure that, okay, my team was the best among the 4 teams there. And within the team, okay, there were 2 guys who did exemplarily well. And I was working mostly 24 hours behind that initiative. അപ്പോൾ അതുകൊണ്ട് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഈ മെൻ്റൽ അക്കൗണ്ടിങ് എന്താണെന്ന് വെച്ചാൽ, പന്തൽ കെട്ടലാണ് എൻ്റെ പണി. മേസ്ത്രിയാ ഞാൻ കുറേ ആൾക്കാരെ വിളിച്ചുകൊണ്ട് നമ്മൾ പന്തലൊക്കെ കിട്ടി. പക്ഷേ മറ്റേ കല്യാണം മുടങ്ങിപ്പോയി. അതായത് ബിസിനസ് ഇത് ചെയ്യാൻ പറ്റില്ല, മാർക്കറ്റ് പൊസിഷനിങ്ങിൻ്റെ പ്രോബ്ലം, ഫണ്ടിങ്ങിൻ്റെ ഒക്കെ പ്രോബ്ലം വന്നു. അപ്പോൾ കല്യാണം മുടങ്ങിയതിന് പന്തൽക്കാരന് എന്തിനു വിഷമിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെയാണ് അത് മെൻ്റൽ അക്കൗണ്ട് ചെയ്തിട്ടാണ് അതിൽ നിന്ന് സൈക്കോളജിക്കൽ ഡെത്ത് പേഴ്സണലി ഞാൻ ഒഴിവാക്കിയത്. ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സേഫ്റ്റി ഓഫ് കിത്ത് ആൻഡ് കിൻ ആണ്. ഓക്കെ, സേഫ്റ്റി ഓഫ് കിത്ത് ആൻഡ് കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഫ്രണ്ട്സിൻ്റെയും റിലേറ്റീവ്സിൻ്റെയും ഇതാണ്. അപ്പോൾ ഞാൻ ക്രൈം പെട്രോൾ എന്ന് പറഞ്ഞൊരു സീരിയല് ഞാൻ ഏറ്റവും കൂടുതൽ കാണാറുണ്ട്. അപ്പോൾ ക്രൈം പെട്രോള് നിങ്ങളൊരു 10 എപ്പിസോഡ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ പല ബിഹേവിയറും ക്രൈം ഇൻവൈറ്റിംഗ് ആണ്. അപ്പോൾ ക്രൈം ഇൻവൈറ്റിംഗ് ബിഹേവിയർ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ എൻ്റെ ബന്ധത്തിലൊരു പെൺകുട്ടി ഭയങ്കരമായിട്ട് ഫേസ്ബുക്കിൽ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഐ ഫെൽറ്റ് ഇറ്റ് ബി ഓക്വേർഡ്. അപ്പോൾ ഇത്തിരി അകന്ന ബന്ധം, ഷുഡ് ഐ ഇന്റർവീൻ ഓർ നോട്ട്? എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഈ എന്തെങ്കിലും അടാകൂടം വന്നു കഴിഞ്ഞാൽ
വല്ല ലവ് ജിഹാദോ അങ്ങനത്തെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഫൈനലി നമ്മുടെ ഏരിയയിൽ പ്രശ്നം വന്നാൽ ഞാൻ പോയി ഇടപെടണം. അപ്പോൾ ഇറ്റ് വിൽ ബി മറ്റേ ഫാറ്റൽ ടു മീ. അപ്പോൾ ഞാൻ പ്രിയംപ്റ്റ് ചെയ്യണോ? പ്രിയംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഓവർ റിയാക്ട് ചെയ്യണമെന്ന് പറയും. അപ്പോൾ ബട്ട് ഐ ആൾവേസ് ടേക്ക് എ റിസ്ക് ഓഫ് പ്രിയംപ്റ്റിങ് തിങ്സ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ കുറേ ആൾക്കാരായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, അതായത് ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ഉണ്ട്. അപ്പോൾ ആ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് ഉണ്ട് എന്നുള്ള മറച്ചു പിടിച്ചുകൊണ്ട് പല ആക്ഷൻസ് ഒരു സ്ഥലത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഞാൻ ഇന്റർവീൻ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ it will be fatal for me and my son. But if I intervene, then it will look awkward, and then among my relatives I will become a idiot. അപ്പോൾ സോഷ്യലി പെർമിസിബിൾ അല്ല, പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ യു വിൽ ഗെറ്റ്. ഇങ്ങനത്തെ ഇഷ്യൂസ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അതാണ് സേഫ്റ്റി. ഈ എന്താ പറയുക, ഈ കൾച്ചറൽ, സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ സർവൈവലിന് വേണ്ടി ഈ എന്താ പറയുക, ഫിസിക്കൽ ഡെത്ത് ഇഗ്നോർ ചെയ്യുക, സൈക്കോളജിക്കൽ ഡെത്ത് ഇഗ്നോർ ചെയ്യുക, സേഫ്റ്റി ഓഫ് കിത്ത് ആൻഡ് കിൻ ഇഗ്നോർ ചെയ്ത് കൾച്ചറലി പൊസിഷൻ ചെയ്യാനാണ് എൻ്റെ അടുത്ത് ഏറ്റുമുട്ടുന്ന 99% ആൾക്കാരും ചെയ്യും. അപ്പോൾ ഞാനൊരു തട്ട് തട്ടിയാൽ അവർ വീഴും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് പറഞ്ഞത്. അപ്പം അത് നിങ്ങൾക്ക് ഈ കേൾക്കുന്ന ആൾക്കാർക്കും ഉണ്ട്. ഫിസിക്കൽ ഡെത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളില്ലാണ്ടാവും. അപ്പം അത് വേണമെങ്കിൽ എടുക്കണ്ട, എനിക്ക് ചുറ്റും പ്രളയം എന്നുള്ള അപ്രോച്ചിൽ എടുക്കാം. പക്ഷേ ഈ ഫിസിക്കൽ ഡെത്ത് എന്ന് ഉദ്ദേശിച്ചത് ഇപ്പൊ മറ്റേ ഡിസീസ് ബെഡ് റിഡൺ ആവുക കാലങ്ങളോളം, അല്ലെങ്കിൽ ആക്സിഡന്റ് കൈ കാലം പിടിച്ചു കിടക്കുക, അല്ലെങ്കിൽ മറ്റേ വല്ല സംഘടനത്തില് ഇപ്പൊ എന്താ പറയാ, RSSന്റെ ഒരു നേതാവുണ്ട്, സദാനന്ദ മാഷമാരി, അയാളുടെ കൈ പോവാ. അപ്പോൾ കാലി പോയിട്ട് കാലങ്ങളോളം ജീവിക്കാം. പക്ഷെ നൗ ഹീസ് എ വെരി റിപ്പോർട്ട്, എല്ലാവരും റെസ്പെക്ട് ചെയ്യാന്നൊക്കെ ഉണ്ടെങ്കിലും പുള്ളിയുടെ നോർമൽ ലൈഫിന്റെ ഇത് പോയി. അതേമാതിരി തന്നെ ഇപ്പൊ എനിക്കറിയാവുന്ന എന്താ പറയാ, ഈ CPM-ന്റെ ഒരു ആക്ടിവിസ്റ്റ് ഉണ്ട്, രക്തസാക്ഷിയല്ല പുള്ളി, പക്ഷെ അതിന്റെ ഇതാണ്, പാർട്ടി തിരിഞ്ഞു നോക്കണില്ല. പുള്ളിയുടെ എംബാരസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ എൻ്റെ അമ്മാവന്റെ വീട്ടുകാരൊക്കെ കോൺഗ്രസ്സുകാരാ. അപ്പൊ ഇവര് അടുത്ത ഫാമിലി ഫ്രണ്ട്സ്. അപ്പോൾ ഇപ്പോഴും ആ പുള്ളിയുടെ പാർട്ടിക്ക് വേണ്ടി, പാർട്ടിയുടെ ആൾക്ക് ഇപ്പോഴും വോട്ട് ചെയ്യുന്നുണ്ട്, അയാൾ ഇപ്പോഴും CPM-നെ വോട്ട് ചെയ്യുന്നത്. പക്ഷേ അയാളുടെ മനസ്സ്, എൻ്റെ അമ്മാവൻ മരിച്ചുപോയി, അമ്മാവനെ കാണുമ്പോൾ പിടയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഒരു ജാള്യത. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഫിയർ ആണ് ഏറ്റവും വലുത്. പിന്നെ സൈക്കോളജിക്കൽ ഡെത്ത് പക്ഷെ ആൾക്കാർ ഇൻട്രോസ്പെക്ട് ചെയ്യാത്തവർക്ക് അത് പ്രോബ്ലം അല്ല. പക്ഷെ അവർക്ക് അറിയാം സംതിങ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അപ്പൊ അവരുടെ ചിരിയുന്നത്, ഇപ്പൊ എനിക്ക് പരിചയമുള്ളൊരു പുള്ളി ഒരു RSS ഫാമിലിയിൽ തന്നെ ഉണ്ടാണ്. പുള്ളി കേരളത്തിലെ ഒരു വലിയ ട്രേഡ് യൂണിയൻ ലീഡറിന്റെ മകളെ കല്യാണം കഴിച്ച്. അയാള് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അയാളുടെ മുഖമൊക്കെ ഭയങ്കരമായിട്ട് വാടി തുടങ്ങി. ഈ CPM-കാരൊക്കെ ഉണ്ട്, അതായത് അവർക്കറിയാം അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ അവരുടെ മനഃശാസ്ത്ര തലത്തിലുള്ളതല്ല, പാർട്ടിയുടെ നിലപാട് അവർ എക്കോ ചെയ്യുന്നതാണ്. അതുകൊണ്ട് മിക്ക സഹാക്കന്മാർക്കും ഒരു ഒരു സുനിൽ P. ഇളയിടത്തിന്റെ ഒരു ചിരിയുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ സുനിൽ P. ഇളയിടത്തെ കുറിച്ച് ഞാൻ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ എന്താ പറയാ, ഈ അയാളുടെ ഉള്ളിലെ അയാൾക്ക് ഒന്നാം ചിന്ത, പക്ഷെ അയാളുടെ രാഷ്ട്രീയ നിലപാട് വേറെയാണ്. പബ്ലിക്കലി പറയുമ്പോൾ ഒരു ചിരിയുണ്ട്, അത് കേരളത്തിലെ പലർക്കും ഇതില്ല. അപ്പൊ ആ രീതിയിലുള്ള ചിരിയൊക്കെയാണ് പലരെയും ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് അപ്പൊ നമ്മളുടെ അടുത്ത പാസ്റ്റ് അത് തമ്പി ഇതിന്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്: ഫിസിക്കൽ ഡെത്ത്, സൈക്കോളജിക്കൽ ഡെത്ത്, സേഫ്റ്റി ഓഫ് കിത്ത് ആൻഡ് കിൻ, പിന്നെ കൾച്ചറൽ, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഡെത്ത്. അതായത് സാമൂഹ്യ, സാംസ്കാരിക, സാമ്പത്തിക, രാഷ്ട്രീയ മരണം. അതായത് പക്ഷേ റെപ്യൂട്ടേഷൻ അവിടെ പോയാൽ ചിലപ്പോൾ ഫിസിക്കൽ പട്ടിണി നടന്നു വരെ ചാവും. അപ്പൊ എന്തുകൊണ്ട് ഇപ്പൊ ഇന്ന് എന്തുകൊണ്ടോ മനുഷ്യൻ ഇസ് പുൾഡ്. അപ്പൊ എൻ്റെ കേസിൽ ഞാൻ ഇപ്പോഴും എൻ്റെ ബിഗസ്റ്റ് ത്രെട്ട് മോബ് ലിഞ്ചിങ് ആയിട്ട് തന്നെ കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ കണ്ട് ശീലിച്ചു പോയി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഫിസിക്കൽ ഡെത്ത് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് ലോകമായിട്ട് താതാത്മ്യം പ്രാപിച്ചാൽ എന്ത് സംഭവിക്കുമോ അതാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഞാൻ കുറച്ചുപേരുണ്ടെന്ന് ഞാൻ പിൽക്കാലത്ത് ഇത് അന്വേഷിച്ചപ്പോൾ പിടികിട്ടി. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട്, ചിലപ്പോൾ ഇത് കാണുന്ന ആളും ഇത് ചെയ്യുന്നുണ്ടാവാം. ഓക്കെ, അപ്പൊ അതിൽ എത്രത്തോളം നമ്മൾ ക്യാരിഡ് അവേ ആവുന്നു ഇൻ ദ ലാസ്റ്റ് 4. ഇനി അപ്പൊ ഇങ്ങനെ സ്ഥിതിവിശേഷം വരുന്നത് എന്താണ്? അതായത് വ്യക്തിയുടെ ഫിസിക്കൽ ഡെത്ത്, സൈക്കോളജിക്കൽ ഡെത്ത്. ഈ ഗ്ലോബലൈസേഷനും ഈ മോഡേണിറ്റിയും വന്നു കഴിഞ്ഞപ്പോൾ 2 വലിയ നുണകൾ അതിൽ നിന്ന് എമർജായി. ഓൾ ആർ ഈക്വൽ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ, സോ ലെറ്റ്സ് സ്റ്റേ പൂർ എന്ന് പറയുന്നവരും, ഓൾ ആർ ഈക്വൽ
അത് ക്യാപിറ്റലിസ്റ്റുകളുടെ ഒരു ഇതാണ്. പക്ഷെ അതിടയ്ക്ക് എൻവയോൺമെന്റൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതായത് എല്ലാവർക്കും എല്ലാം ചെയ്യാന്ന് കമ്മ്യൂണിസ്റ്റുകാരും ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ മൂലധനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്ന് പറയേണ്ടത്. മുതലാളിത്തം ഞാൻ അവിടെ പറയുന്നില്ല. അത് രവീന്ദ്ര മാഷ് ഒരു ബ്യൂട്ടിഫുൾ സെഷൻ എടുത്തിട്ടുണ്ട്, ആനയും ഉറുമ്പും, അത് കാണുക. അപ്പോ ഈ ഒരു നോണയുടെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. രണ്ട് നോണയാണ്. അപ്പോ പക്ഷെ കൂട്ടത്തിൽ ഏതാ ഭേദം എന്നുള്ളതോ, ഇത് അൺഫോർച്ചുനേറ്റ്ലി എന്താണെന്ന് വെച്ചാൽ ഈ സെൻട്രിസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്ന സാധനമില്ല. ന്യൂട്രാലിറ്റി ആൾവേസ് വിഷിയേറ്റ്സ് ഇൻ ടു സം കൈൻഡ് ഓഫ് എ പൊസിഷൻ. ഐദർ യു വിൽ ഹെൽപ്പ് ദ കമ്മ്യൂണിസ്റ്റ് ഓർ യു വിൽ ഹെൽപ്പ് ദ ക്യാപിറ്റലിസ്റ്റ്. അപ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ ടു ഹാവ് എ ബൈനറി ഔട്ട്ലുക്ക്. അപ്പോൾ ഉള്ളതിൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന വരി ടീനയാണ്. അതായത് ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ് ടു ക്യാപിറ്റലിസം. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ക്യാപിറ്റലിസം അറ്റ്ലീസ്റ്റ് പറയുന്നുണ്ട് ഞങ്ങൾ എല്ലാവരും ഈക്വൽ ആണെന്നും വിചാരിക്കണം. പക്ഷെ ഞങ്ങൾ എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കും, എക്വിറ്റി കൊടുക്കും. അതായത് എക്വിറ്റബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നടക്കും എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അല്ലാണ്ട് ഇപ്പൊ എന്താ പറയാ, ഈ എല്ലാവരും ഇതാണല്ലോ. അപ്പോൾ ഇതിന്റെ ഈ നടുക്ക് അപ്പോൾ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പൊ കേരളത്തിന് വളർന്ന ആള്, ഇപ്പൊ ഈവൻ എൻ്റെ വീട്ടുകാർ, ഇപ്പൊ എൻ്റെ ഫാദറൊക്കെ ജനസംഘമൊക്കെ വരുന്നതിന് മുമ്പ് കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു. പക്ഷെ എൻ്റെ ഈ ബാക്കിയുള്ളവരൊക്കെ പിൽക്കാലത്തൊക്കെ പിന്നെ എല്ലാവരും BJP അല്ലെങ്കിൽ കോൺഗ്രസ് അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വോട്ട് ചെയ്തിട്ടില്ലെങ്കിലും മാനസികമായിട്ട് കമ്മ്യൂണിസ്റ്റുകാരുടെ കൂടെയായിരുന്നു ഞാൻ. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോ കമ്മ്യൂണിസം അപ്പോ എന്താ പറയാ, ഈ നോക്കുമ്പോ അന്ന് കോൺഗ്രസിന്റെ ന്യൂനപക്ഷ പ്രീണനം, ഈ കരുണാകരന്റെ ചിരി കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും. അപ്പൊ അതൊക്കെ നമ്മളെ ചിലപ്പോൾ ചുറ്റുമുള്ളവരുടെ നിന്ന് കിട്ടിയതായിരിക്കും. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാല് എന്നും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. എന്ന് വരെ 1987 വരെ. അത് 87 91 വേണമെങ്കിൽ ഒരു 96 വരെ പോയി എന്ന് പറയാം, നായനാരുടെ രണ്ടാം സർക്കാർ വരെ. പിന്നെയാണ് ഈ എന്താ പറയാ പാർട്ടിയുടെയൊക്കെ ഇത് പറഞ്ഞത്. അപ്പോൾ മിക്ക ആൾക്കാരും കോൺഗ്രസിന് വോട്ട് ചെയ്യുമെങ്കിലും BJPക്ക് വോട്ട് ചെയ്യുമെങ്കിലും അടിസ്ഥാനപരമായ കമ്മ്യൂണിസ്റ്റുകാരാണ് നമ്മുടെ സ്റ്റേറ്റിൽ. അപ്പോ അവിടുന്ന് അതിന്റെ പേര് തന്നെ മൂലധനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്നല്ല, മുതലാളിത്ത വ്യവസ്ഥ. അപ്പൊ ബാലൻ K നായരോ മറ്റേ ജോസ് പ്രകാശിനെയൊക്കെയാണ് നമുക്ക് ഓർമ്മ വരുന്നത്. അതാണ് അവിടത്തെ. അപ്പോൾ ഈ 4 എത്തുണ്ട്. പിന്നെ ഓൾ ആർ ഈക്വൽ, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. പക്ഷെ പ്രായോഗിക തലത്തിൽ അങ്ങനെ സാധിക്കില്ല. ഇപ്പോൾ എൻ്റെ മകൻ തന്നെ പുള്ളിക്ക് ഭയങ്കര അംബിഷൻസാണ്. അപ്പൊ ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, പടക്കൊക്കെ നിന്റെ അപ്പൻ്റെ പണി പടക്കായിരുന്നു, നിന്റെ അമ്മയുടെ അപ്പൻ്റെ പണി മറ്റേ എന്താ പറയാ പലിശ കൊടുക്കില്ലായിരുന്നു. അപ്പൊ പലിശക്കാരന്റെയും പടക്കക്കാരന്റെയും മോൻ എന്തിനാണ് ഈ സെലൻസ്കി റഷ്യനെ എങ്ങനെ ആക്രമിക്കണമെന്ന് നോക്കണത്? അതിനു മുമ്പ് നീ ബിടെക് ഒന്ന് പാസ്സായി എടുക്കുന്നതാണ് നമ്മുടെ അമ്മനോട് നമ്മൾ പറയാറ്. അതായത് അപ്പൊ പലപ്പോഴും ഈ ഘാട്ട് കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യും. ഈ ഇടയ്ക്ക് ഞാനൊരു എന്താ പറയാ ആര്യൻ ഇൻവേഷൻ തിയറിയെ കുറിച്ചൊരു ചർച്ചയെ കുറിച്ച് കേട്ടു. അപ്പൊ അത് ഞാൻ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ അതിനെ വിശേഷിപ്പിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല് അസ്തിത്വ പ്രശ്നങ്ങൾ തീർന്ന ഈ 4 സുകുമാരന്മാർ നായന്മാരുടെ ഒരു എന്താ പറയാ പണ്ഡിത സഭയാണെന്ന് ഞാനതിൽ കാണുന്നുള്ളൂ. ആ ആർഗ്യുമെന്റ് അത്ര വെയിറ്റ് ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ സുഹൃത്ത് ചിരിച്ചിപ്പോ ഇതാണ് ഇതിന്റെ. അപ്പൊ ഈ 4 ഡെത്ത് ഈ 2 നുണകളുടെ നടുവിലാണ് നമ്മൾ ജീവിക്കണേ. ഓക്കെ, ഇനിയിപ്പോ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ സാർവലൗകിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ സാർവഭൗമിക വിദ്യാഭ്യാസം അല്ലെങ്കിൽ യൂണിവേഴ്സൽ എഡ്യൂക്കേഷൻ. നമ്മുടെ ഇൻഡസ്ട്രി മിനിസ്റ്റർ P രാജീവ്, കാര്യം ആൾക്കാരൊക്കെ പുള്ളി മൂരാച്ചയാണ്, പുള്ളിക്ക് ഇതുണ്ടായില്ല, പലർക്കട കൊണി സ്റ്റാർട്ടപ്പ് ഒക്കെ ആക്കിയെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു സ്റ്റഡി ക്ലാസ്സിൽ സാർവലൗകിക വിദ്യാഭ്യാസം പുള്ളിയുടെ ഭാഷയിൽ കേട്ടോ, അതായത് മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഒരു പ്ലോട്ടാണെന്നാണ് പുള്ളിയുടെ അഭിപ്രായം. അത് ഒരു കേരളീയ സമൂഹമോ ഇനി അല്ലെങ്കിൽ ഇന്ത്യയിലെ സമൂഹം അല്ലെങ്കിൽ അമേരിക്കയിലെ UK ഒരു സാമൂഹിക പൊതുബോധത്തിനനുസരിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതൊരു വങ്കത്തരമാണെന്നേ പറയുള്ളൂ. പക്ഷേ ഒരു യുക്തിപൂർവം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിൽ വാസ്തവമില്ലാതില്ല. അദ്ദേഹത്തെ ഇപ്പോൾ പുള്ളി ഉദ്ദേശിച്ചത് എന്തിനാന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു പരിധിക്ക് അപ്പുറത്തേക്ക് പഠിപ്പില്ലാതിരിക്കുന്ന നല്ലത്. കാരണം എന്ന് വെച്ചാൽ പഠിപ്പുണ്ടായിട്ട് ആ പഠിപ്പ് വിനിയോഗിക്കാനോ വിന്യസിക്കാനോ പറ്റാത്തതാണ് ബിഗസ്റ്റ് ക്ഷാമം. മനസ്സിലായില്ലേ? അതായത് ഈ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനെന്നൊരു വിനയന്റെ സിനിമയുണ്ട്. അപ്പൊ അതില്
കുരുടന് കണ്ണ് കിട്ടിയാൽ എന്നാ ചെയ്യാന്, കുരുടനാണെങ്കിൽ തെണ്ടാമെങ്കിലും ആയിരുന്നു അതിന്. അപ്പൊ ഇതൊക്കെയാണെങ്കിലും അപ്പൊ ഇതൊരു സാമൂഹ്യ വിരുദ്ധൻ, മനുഷ്യരുടെ പുരോഗതിക്ക് വിരുദ്ധൻ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഈ ഹം ഹോങ്കെ കാമ്യാബ്, വി ഷാൽ ഓവർകം എന്നൊക്കെ നേതാക്കന്മാര് പറയും. അതിനനുസരിച്ച് അണികൾ ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയാ, മറ്റേ നമ്മുടെ കഴുത്തിൽ വാള് വരും. അപ്പൊ ഇതാണ്. അപ്പൊ ഈ ഒരു ടോപ്പ് ഡൗൺ സാമ്പത്തിക വ്യവസ്ഥയുടെയും ഒരു ടോപ്പ് ഡൗൺ ജീവിത രീതിയുടെയും ഒരു ഗ്ലോബലൈസ്ഡ് എക്കണോമി, ടീനാന്ന് ആൾറെഡി പറഞ്ഞു, അങ്ങനെ ഒരു ലെവലില് ഈ നമ്മുടെ ചുറ്റുമുള്ള യുക്തി അത് യുക്തിപൂർവമാണെങ്കിലും സാമൂഹ്യ പൊതുബോധം വേറെ ആയതുകൊണ്ട് അതിനനുസരിച്ച് നാടോടുമ്പോ നടുവേ ഓടണം എന്നോ നാടറിഞ്ഞു തൊള്ളണമെന്നോ അങ്ങനെ പറയുന്ന രീതിയിൽ ചെയ്യുമ്പോൾ ആൾറെഡി ആൾക്കാർ അവരുടെ ഫണ്ടമെന്റൽ 3 ഇതുണ്ടല്ലോ, ഏത് ഡെത്ത്, അതായത് ഫിസിക്കൽ ഡെത്തിന്റെ കാര്യം മറക്കും, സൈക്കോളജിക്കൽ ഡെത്ത്, ദേ ഡോണ്ട് ഡു ഇൻട്രോസ്പെക്ഷൻ, ദേ ഡോണ്ട് കെയർ, സേഫ്റ്റി ഓഫ് കിത്ത് ആൻഡ് കിന്നെ ഒന്നും നോക്കാതെ മറ്റേ എന്താ പറയാ കൾച്ചറൽ സോഷ്യൽ എക്കണോമിക് പൊളിറ്റിക്കൽ സ്പേസിൽ അങ്ങോട്ട് വീഴും. ഡാൻസ് കളിക്കുവോ, രാഷ്ട്രീയക്കാരനാവുകയോ, നന്മമരാവോ, അങ്ങനെ ചെയ്ത് ചുറ്റുപാടും ജീവിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രതിവേശത്തിന് നിൽക്കുമ്പോഴാണ് അടുത്ത പ്രശ്നം വരുന്നത്. ചില കുടുംബങ്ങളിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ മറ്റേ ബുദ്ധിയുള്ളൂ. ചിലർ പറയും ഡോക്ടേഴ്സിന് ബുദ്ധിയുള്ളൂ, ചിലർ പറയും മറ്റേ വക്കീലന്മാരാണ് ബുദ്ധിമാന്മാരെന്ന്, ചാർട്ടേഡ് അക്കൗണ്ട്സിന് ബുദ്ധിമാരാന്ന് പറയുന്നവരാണ് എൻ്റെ സമുദായത്തിലെ മിക്ക ആൾക്കാർ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ചുറ്റും ഒരു സർക്കാർ ഉദ്യോഗസ്ഥനോ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റോ എങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ റാങ്കിങ്ങിൽ നിങ്ങൾ പിന്തള്ളപ്പെട്ടു പോകും, ഒരു പ്രോഗ്രാമർ പ്രത്യേകിച്ച്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രോഗ്രാമർ എങ്ങനെ നേരിടും? അപ്പോൾ ഓരോ ചാർട്ടേഡ് അക്കൗണ്ടിനെ പോയി നേരിടാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നടക്കില്ല. അപ്പോൾ ഒരു ക്ലാസ് അറ്റാക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു മനുഷ്യൻ അവൻ്റെ വീട്ടിൽ നിന്ന് ഓഫീസ് സ്പേസിൽ കീബോർഡ് തൊടുക അത് ചെയ്യണേക്ക് മുമ്പ് സ്കോർസ് ഓഫ് ലിമിറ്റ് കടന്നിട്ടാവും വരുന്നത്. അവന് പ്രാക്ടിക്കലി ഒളിച്ച് ജീവിക്കേണ്ടി വരും. ലോകത്തെക്കുറിച്ച് മറ്റേ ഷട്ട് ചെയ്ത് കണ്ണടച്ച് ഒട്ടകപക്ഷിയുടെ ലൈഫ് നയിക്കേണ്ടി വരും. പക്ഷേ മിക്ക ആൾക്കാരും അതാ ചെയ്യുന്നത്. പക്ഷെ അവർ കമ്പനികളിൽ ജോബിൽ വരുമ്പോൾ അവർക്ക് VP, ഡയറക്ടർ, ആർക്കിടെക്ട് എന്നുള്ള പദവിയൊക്കെ കിട്ടും. പക്ഷെ ആക്ച്വലി ഈ ലാർജ് കമ്പനിയിലും ബ്രാൻഡഡ് കമ്പനിയിലും ദേ ആർ പ്ലാറ്റ്ഫോംസ്, ദേ ആർ നോട്ട് കമ്പനീസ്. അപ്പോൾ അവിടെ പ്ലാറ്റ്ഫോംസിന്റെ ചെക്സ് ആൻഡ് ബാലൻസസിൽ ഏജന്റിന് കഴിവില്ലെങ്കിലും ഏജൻസി അവിടെ നടപ്പാവും ബിക്കോസ് ഓഫ് ദി ചെക്സ് ആൻഡ് ബാലൻസ്. അപ്പോൾ അതിൽ നിന്ന് കൊടുത്താൽ മതി. ഇപ്പം ഞാൻ അവരെ വിളിക്കുന്നത് മിക്ക എംപ്ലോയീസും ലാർജ് മെച്ചോർഡ് കമ്പനീസിലെ ദ്വാരപാലകരാണ്. ഓക്കെ, അപ്പോൾ കള്ളം വന്നില്ലെങ്കിൽ അവിടെ ഉണ്ടാവണം. അപ്പോൾ മിക്കവാർക്കും ഈ പറയുന്നത് കയറാൻ വേണ്ടി ഒരു 1.5 കൊല്ലം പഠിക്കേണ്ട ഒരു ടെസ്റ്റും വെച്ചിട്ടുണ്ട്, നീറ്റ് കോഡ്, ലീഡ് കോഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇതിൻ്റെയൊക്കെ നടുക്കാണ് ഒരാൾ ശരിക്കും ഒരു ഈ പാതാളത്തിൽ നിന്ന് നോക്കണം, സ്വർഗത്തിൽ നിന്ന് നോക്കിയിട്ട് കാര്യമില്ല. അപ്പം ഞാൻ ഇൻട്രൊഡക്ഷൻ ആണെങ്കിലും ഞാൻ ലെങ്തി ആവുന്നുണ്ട്, പക്ഷേങ്കിലും പേര് വരുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, ഈ ലിമിറ്റ്സ് വരും. അപ്പം ലിമിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിസ്റ്റൻഷ്യൽ ലിമിറ്റ്സ് ഉണ്ട് ലോകത്തിൽ, കുറെ ഫണ്ടമെന്റൽ ഫിസിക്കൽ ലിമിറ്റ്സ് ഉണ്ട്. അപ്പോൾ ദർ ഇസ് എ ഫേമസ് ബുക്കാണ് ലിമിറ്റ്സ് ഓഫ് ദ സയൻസ് ആൻഡ് സയൻസ് ഓഫ് ദ ലിമിറ്റ്സ്. ഓക്കെ, അത് വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ ഉള്ളത് ഫിസിക്കൽ ലിമിറ്റ് ആണ്. ഫിസിക്കൽ ലിമിറ്റ്, ഫിസിയോളജിക്കൽ ലിമിറ്റ്. ഇപ്പോൾ ബെൻ ജോൺസൺ, അല്ലെങ്കിൽ എൻ്റെ കാലത്ത് ബെൻ ജോൺസൺ, ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഉസൈൻ ബോൾട്ട് 9 എങ്ങാണ്ട് ഓടും. അയാളൊക്കെ ഫാസ്റ്റ് ആയിട്ട് 9.58 ശ്രീനിവാസ ഗൗഡ എന്ന് പറഞ്ഞ ഒരാൾ ഓടും. അത് 8.96 ആണെന്ന് പറയുന്നത്. പക്ഷെ ഗൗഡയ്ക്ക് കാള വേണം, ഉസൈൻ ബോൾട്ട് എല്ലാത്തിലും ഓടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഉസൈൻ ബോൾട്ടാണ് ഫാസ്റ്റസ്റ്റ് മാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് സ്പീഡിലോട്ട് അപ്പുറത്തേക്കൊന്നും നമുക്ക് ഓടാൻ പറ്റില്ല. ഒരു മനുഷ്യന് 500 കിലോ പൊക്കാൻ പറ്റുമായിരിക്കും, അതിനപ്പുറത്തേക്ക് ഇനി പൊക്കാൻ പറ്റുമോ എന്നുള്ളത് കാരണം ഈ അറിയില്ല. 500 കിലോ പൊക്കാൻ പറ്റുമോ, അതായത് അയാളുടെ തൂക്കം നോക്കുകയാണെങ്കിൽ 250 പറ്റുമായിരിക്കും, ഒക്കെ അറിയില്ല. അത് തന്നെ. ഇപ്പോൾ നമുക്ക് ഫിസിക്കൽ ലിമിറ്റ്സ് ഉണ്ട്, പിന്നെ സൈക്കോളജിക്കൽ ലിമിറ്റ്സ് ഉണ്ട്. നമ്മൾ വളർന്ന സാഹചര്യം, നമ്മുടെ കുടുംബത്തിലെ സാമ്പത്തിക പശ്ചാത്തലം. അപ്പോൾ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വരുമ്പോൾ വെച്ചാൽ മനഃശാസ്ത്രപരമായിട്ട് നമ്മൾ കുറേ പരിമിതികൾ നമ്മളുണ്ടാവും. പിന്നെ ഫാമിലി ക്ലാൻ ഉണ്ടാവും, അതായത് ഈ എന്താ പറയുക, ഈ നമ്മൾ ജനിച്ച കുടുംബം, പിന്നെ അല്ലെങ്കിൽ അയൽവക്കത്തെ ബന്ധുക്കളും അവരൊക്കെ വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പൊളിറ്റിക്സിൽ 90% ആൾക്കാരും ചത്തുപോകുന്നതാണ് കാണുന്നത്. അപ്പം ഞാനൊരു ഉദാഹരണമായിട്ട് പറയാം. അതായത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ 2 പെൺകുട്ടികളുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കാന്നിരിക്കട്ടെ, മൂത്തവളെ കല്യാണം കഴിച്ച ആള് മിക്കവാറും പെടും. കാരണം രണ്ടാമത് കല്യാണം കഴിക്കണവൻ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ
അവൻ മുറുക്കാങ്കടക്കാരനാണെങ്കിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ തോറ്റിരിക്കും. കാരണം മുറുക്കാങ്കടക്കാരന് എല്ലാ ടെക്നിക്കും അറിയായിരിക്കും. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാല്, ഇനിയിപ്പോ മുറുക്കാങ്കടക്കാരനാന്ന് പറയണ്ട, സോഫ്റ്റ്വെയർ തന്നെയുള്ള കുറച്ചും കൂടി വേന്ദ്രനാണെങ്കിൽ അവൻ അവിടെ ഇമ്പാക്ട് ഉണ്ടാക്കി നിങ്ങളെ അടിച്ച് നിങ്ങളുടെ ഭാര്യ വീട്ടിലോ അല്ലെങ്കിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെ പട്ടിയുടെ വിലയുള്ള ആളാക്കി മാറ്റും. അപ്പൊ ഇതേമാതിരിയുള്ള സിമിലർ പരിപാടികളുണ്ട്. ഇപ്പൊ നിങ്ങളുടെ ഏതെങ്കിലും ബന്ധത്തിൽ ഒരാള് മൈക്രോസോഫ്റ്റിലുണ്ട്, പിന്നെ നിങ്ങൾ ബാക്കിയുള്ള കമ്പനിയിൽ നടന്നിട്ട് നെക്സ്റ്റ് ജനറേഷൻ ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കാര്യമില്ല, ക്രെഡിറ്റ് മുഴുവൻ അങ്ങേര് കൊണ്ടുപോകും. അങ്ങേരുടെ ഭാര്യ വന്നിട്ട് നമ്മുടെ ഭാര്യയുടെ മേത്ത് തലക്കേറുകയും ചെയ്യും. ഇത് ചാർട്ടേഡ്. അപ്പൊ ഈ സ്ഥലത്ത് ഈ കക്ഷികളായിട്ടൊക്കെ നമ്മൾ മീറ്റ് ചെയ്യുമ്പോഴാണ് സമഗ്ര തലത്തിൽ ഈ മറ്റേ സോഷ്യോ ഈ ക്യാപിറ്റലിസത്തിന്റെ ട്രാപ്പിൽ കിടക്കുന്നവരാ. പക്ഷെ ക്യാപിറ്റലിസത്തിന്റെ ട്രാപ്പില് എല്ലാവരും ഉണ്ട്. പക്ഷെ ആ ട്രാപ്പിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള ജീവിതം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ജീവിതത്തിലോട്ട് വരിക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പിന്നെ അടുത്തത് ഗ്രൂപ്പ്. നമ്മൾ കാണുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ ഞാൻ പോകുന്ന പല ഗ്രൂപ്പിലും അത് സായിപ്പ് എഴുതിയ കോടാണ്, കണ്ടുപഠിക്കണം കേട്ടോ അതിന്. അപ്പോൾ എനിക്ക് ദേഷ്യം വരും. കാരണം ഇവന്മാര് പറഞ്ഞ സായിപ്പിനേക്കാൾ മുമ്പ് കരിയർ തുടങ്ങി ഓണം മര്യാദയ്ക്ക് തന്നെ കൊണ്ടിട്ടുള്ള എനിക്ക് എൻ്റെ ഒരു അവസരം നഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാൻ ചലഞ്ച് ചെയ്യും. അപ്പോൾ ചലഞ്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റേ അപ്പോൾ അടിപൊളി നിന്റെ വിചാരം എന്താണ്, പിന്നെ അവര് വെറുതെ അല്ല നിനക്ക് അധികം കോമ്പൻസേഷൻ കിട്ടാത്തത്. അപ്പൊ ഈ കോമ്പൻസേഷന്റെ കാര്യം പറയുമ്പോൾ ഈ അടുത്ത പറയാൻ നിൽക്കരുത്, എൻവയോൺമെന്റ് ലിമിറ്റിന്റെ വരെ. എൻവയോൺമെന്റ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേരളത്തിൽ ഒരാൾ നിൽക്കാന്ന് വെച്ചോ, കേരളത്തിലെ ഒരാൾ നിൽക്കുകയാണെങ്കിൽ അയാൾക്ക് ബാംഗ്ലൂരിനേക്കാളും ഒരു 30% ഒരു മീഡിയം ലെവലിൽ സാലറി കുറവായിരിക്കും. ആ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ. പിന്നെ ക്വാളിറ്റി ഓഫ് ലൈഫും ഈ ബാംഗ്ലൂരിന്റെ ഒരു 70% കേരളത്തിൽ നിർത്താൻ പറ്റുവാണെങ്കിൽ ഒരു റാഷണൽ മാൻ നീഡ് നോട്ട് ഗോ. സോ എന്റെ വാദം എന്താണെന്ന് വെച്ചാൽ ഐ വാസ് എ വെരി സക്സസ്ഫുൾ പേഴ്സൺ ഇൻ കേരള, ദെൻ വൈ ഷുഡ് ഐ ലിവ്. അപ്പോ പക്ഷേ ഇവര് പറഞ്ഞ ചിലർക്കുണ്ട് ബാംഗ്ലൂർ പോയാലേ കിട്ടുള്ളൂ, ഈ മലയാളികളുടെ മണ്ടത്തരം എങ്ങനെയൊക്കെ പറഞ്ഞ് ഇത്. അതാണ് ഗ്രൂപ്പിന്റെ ലിമിറ്റ്. പിന്നെ എൻവയോൺമെന്റിന്റെ ലിമിറ്റ് ഉണ്ട്. ഓക്കെ, അതായത് ഓവേറിയൻ ലോട്ടറി എന്ന് പറയും. അതായത് ഒരാള് എക്സ് എമൗണ്ട് ഓഫ് നോളജ് വെച്ചിട്ട് കേരളത്തിൽ ജനിക്കുന്നതും അതേ ആള് സാൻ ഫ്രാൻസിസ്കോ ബേ ഏരിയയിൽ ജനിക്കുന്നതും ഇനി അല്ലെങ്കിൽ അതേ ആള് തന്നെ ബാംഗ്ലൂർ ജനിക്കണേ, 3 പേരുടെയും എക്കണോമിക് ഫോർച്യൂൺ വേറെ ആയിരിക്കും വിത്ത് ദ സെയിം എഫേർട്ട്. അതിനാണ് ഒവേറിയൻ ലോട്ടറി എന്ന് പറയുന്നത്. ഏത് യോനിയിൽ നിങ്ങൾ ജനിച്ചു എന്നുള്ളത് നിങ്ങളുടെ ഭാവിയെ തീരുമാനിക്കുന്നു. അതായത് മനുഷ്യർക്കൊരു ഇനിഷ്യൽ കണ്ടീഷൻ സെൻസിറ്റിവിറ്റി ഉണ്ട്. ഇനി അടുത്തതാണ് എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ലിമിറ്റ്സ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് അധികം പശ്ചാത്തലം ഇല്ലാത്ത ഫാമിലിയിലാണെങ്കിൽ ജോലിയിൽ റിസ്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ അതേമാതിരി തന്നെ പൊളിറ്റിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കേരളത്തില് ഒരു കൊമ്മിണിക്ക് ജീവിതത്തിൽ ഒരു സ്ഥാനാർത്ഥിയോ രാഷ്ട്രീയത്തിൽ പണ്ടങ്ങാണ്ടൊരാളെ MLA ഉണ്ട്, ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ചില സമുദായത്തിൽ ജനിച്ചവര് ചില പോസ്റ്റൊക്കെ നോക്കാതിരിക്കുന്നതാണ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അതുണ്ട്. പിന്നെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം നമുക്കൊരു സൈക്കി ഡെവലപ്പ് ചെയ്യണം. അപ്പൊ ആ സൈക്കിക്ക് അനുസരിച്ചിട്ടുള്ള ആക്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് അവിടെ അധികം പ്രോഗ്രസ് ചെയ്യാൻ പറ്റില്ല ഈ ഇതിന്. അപ്പൊ ഇങ്ങനെ അതായത് ഇപ്പൊ അടിസ്ഥാനപരമായി പറഞ്ഞു കഴിഞ്ഞാല് 4 രീതിയിലുള്ള ഡെത്തിനെ ഭയമുണ്ട്. അപ്പൊ നമുക്ക് സർവൈവലാണ് നമ്മുടെ ഉദ്ദേശം. പിന്നെ അതിന് ഈ സർവൈവലിന് വേണ്ടി കൾച്ചറൽ, സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ സ്ഫിയറിൽ റെപ്യൂട്ടേഷൻ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡൗട്ടാണ്. കാരണം ലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ മണ്ടന്മാരുടെ മക്കളായതുകൊണ്ട് സർവൈവ് ചെയ്ത്, ബുദ്ധിമാന്മാര് അംഗത്തിലൊക്കെ ചത്തുപോയി. മനസ്സിലായില്ലേ? അപ്പോ ഒരു എവല്യൂഷന്റെ ഒരു മാജിക്കാണത്. അതായത് ഒരുത്തൻ ഉയർന്ന് അവന് കുട്ടികളില്ലാതെ അവൻ അങ്ങനെ അങ്ങോട്ട് പോകും. അതായത് മണ്ടന്മാർക്കാണെങ്കിൽ കൂടുതൽ കുട്ടികളും ഉണ്ടാവും. അപ്പോൾ എന്താണെന്ന് വെച്ചാല് ആ സെലക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ഓരോ കാലഘട്ടം കഴിയുമ്പോൾ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക രംഗത്ത് അധികാരം സ്ഥാപിക്കുന്നവരുടെ മക്കള് ഒന്നിനോ ഈ അപ്പന്റെ റെപ്യൂട്ടേഷൻ താങ്ങാൻ പറ്റാതെ പൊട്ടന്മാരാവും, അല്ലെങ്കിൽ അവർ പതുക്കെ അവർക്ക് അധികം പിള്ളേരും ഉണ്ടാവില്ല. അപ്പോൾ ഒരു നീതി നടപ്പാവുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ചിലപ്പോൾ പ്രകൃതിയുടെ ഒരു ട്രിക്കായിരിക്കും, ഒരു വിഭാഗത്തിന് മാത്രം ഡൊമിനേഷൻ കിട്ടാണ്ടിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻ, അതായത് നമുക്ക് ഈ ഒരു 2 നുണയുണ്ട്. യൂണിവേഴ്സൽ നുണയാണ്, അതായത് എല്ലാവരും തുല്യരാണ്, അതുകൊണ്ട് നമുക്ക് പൂറായിട്ട് ജീവിക്കാം. എല്ലാവരും തുല്യരാണ്, നമുക്ക് റിച്ച് ആയിട്ട് ജീവിക്കാം. അപ്പോൾ അതിലെ റിച്ച്, ഇവിടുത്തെ റിച്ച് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളും മറ്റേ ഇവരും they will thrive, rest will actually be എന്താ പറയാ, മെജോറിറ്റി ഇസ് എ ക്രൗഡ് ആൻഡ് ക്രൗഡ് ആർ ഓഫൻ റോങ്. ആ ഒരു അപ്രോച്ച് വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൽ നിന്ന് ഇത് കാരണം ഇതൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഐ ഡോണ്ട് നോ ഹൗ മെനി പീപ്പിൾ വിൽ ടേക്ക് മീ സീരിയസ്ലി ലിസണിങ് ടു ദിസ്. അപ്പോൾ
ഈ അങ്ങനെ വരുമ്പോൾ ഇതിൽ നിന്ന് വരാം. അപ്പൊ ഇതിനെന്താ വെച്ച് കഴിഞ്ഞാൽ വേദാന്തം പഠിക്കുക എന്നുള്ളതാണ്. വേദാന്തം എന്നൊരു ഫിലോസഫി ഉണ്ട്. അപ്പോൾ ഈ വേദാന്തം എന്ന് പറയുന്ന ഫിലോസഫി ഒരു ആക്ഷൻ ഓറിയന്റഡ് ഫിലോസഫിയാണ്, എക്സ്പീരിയൻസ് ആൻഡ് ആക്ഷൻ ഓറിയന്റഡ് ഫിലോസഫിയാണ്. പക്ഷേ രവീന്ദ്രൻ മാഷും മറ്റേ വിശ്വനാഥൻ ഡോക്ടറും പിന്നെ കുറെ ആക്ടിവിസ്റ്റുകളും വേദാന്തം നിഷ്ക്രിയത ഉണ്ടാക്കാൻ വേണ്ടി, നിഷ്ക്രിയ ഇന്ത്യക്കാരൻ തന്നെ, അതൊക്കെ വെറും പച്ച നുണയാണ്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിഷ്ക്രിയത ഒന്നും ഉണ്ടാക്കാനല്ല, ഇങ്ങനത്തെ ഈ മാഡ്നസ്സിൽ വെൻ യു ആർ പുൾഡ് ഫ്രം ഡിഫറെന്റ് പ്ലേസസ്, വെൻ യു ആർ ലിവിങ് ഫോർ യുവർ ഇമേജ് ഓർ വെൻ യു ആർ ലിവിങ് ഫോർ, അപ്പൊ നിങ്ങൾക്ക് റീബൂട്ട് ചെയ്യാൻ പറ്റണം. ലൈഫിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റീബൂട്ട് ചെയ്യാൻ പറ്റണം. കാരണം യു ഷുഡ് ബി ഏബിൾ ടു ചേഞ്ച് ഐഡന്റിറ്റീസ്. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഐഡന്റിറ്റി അല്ല കേട്ടോ, ആൾമാറാട്ടം നടത്താനല്ല പറയുന്നത്. പക്ഷെ കാലാകാലങ്ങളിൽ നമ്മൾ അത് ചെയ്യാന്ന് പറഞ്ഞാൽ അത് സോഷ്യൽ റെലവൻസിന് വേണ്ടിയല്ല, നിങ്ങളുടെ സൈക്കോളജി ഷുഡ് ഡ്രൈവ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പറയാ, വേദാന്തത്തില് വൈരാഗ്യ ശതകം എന്ന് പറഞ്ഞൊരു കൃതിയുണ്ട്. സംസ്കൃതത്തിലാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും, അവിടെ ഇവിടെയൊക്കെ ഇതുണ്ടാവും. അപ്പൊ അത് പറയുന്നത് വെച്ചാല് ഭോഗേ രോഗഭയം, ഭോഗിക്ക് രോഗത്തെയാണ് ഭയം. കുലേ ച്യുതി ഭയം, അതായത് കുലമഹിമ പറയുന്ന ആൾക്ക് അതിന്റെ കുലച്യുതിയാണ് ഭയം. വിത്തെ നൃപലാദ് ഭയം, നൃപലാദ് പഞ്ച രാജാവ് എന്നാണ് അപ്പൊ നൃപൻ ചക്രവർത്തി എന്ന് പറഞ്ഞ പണ്ട് ത്രിപുരയിലെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, സിപിഎമ്മിന്. അപ്പൊ അവരാണ് ഈ നൃപൽ. അപ്പോ ഈ വിത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്ത് മന്ത്രി എന്നൊക്കെ പറയില്ലേ, അതായത് പൈസ ഉള്ളവന് രാജാവിനെയാണ് പേടി, ഗവൺമെന്റിനെ പേടി. മാനെ ദൈന്യഭയം, അതായത് ഈ ഭയങ്കര മാന്യതയ്ക്കുള്ള ആൾക്ക് അതിന്റെ ശോഷണം ഭയങ്കര പേടിയാ. ബലേ രിപു ഭയം, ശക്തന് എതിരാളിയെ ഭയമാണ്. രിപു എന്ന് പറഞ്ഞാൽ ഭയമാണ്, എതിരാളി എന്നാണ്. കായെ കൃതാന്താത്ത് ഭയം, ശരീരം എന്നാണ് കായം എന്ന് വെച്ചാൽ. കൃതാത എന്ന് വെച്ചാല് മറ്റേ മരണത്തെയാണ് ഭയം. സർവം വസ്തു ഭയാനിത്വം ഭുവി നൃണാം വൈരാഗ്യം ഏവാ ഭയം, അതായത് വൈരാഗ്യമാണ്. വൈരാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുടെ വെറുപ്പല്ല, അതായത് വർജനമാണ്. വർജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ശങ്കരാചാര്യ സാധന ചതുഷ്ടയത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതില് ഈ മറ്റേ വൈരാഗ്യം എന്താണ് എന്നുള്ളതിനെ കുറിച്ച് പുള്ളി നിർവഹിക്കുന്നുണ്ട്. അതായത് അവജ്ഞ എന്ന് പറയാൻ പറ്റില്ല, മാറ്റി നിർത്തുക. അപ്പൊ പിന്നെയുള്ളതെന്ന് വെച്ചാല് ഈ അടുത്തതാണ് ഈ നമ്മൾ ഒരാക്ഷൻ എടുക്കണം. അപ്പോൾ ആക്ഷൻ എടുക്കുമ്പോൾ നമ്മൾ ആൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എല്ലാ സ്ഥലത്തും ഒരു സെറ്റിങ്സ് ഉണ്ട്, പിന്നെ അതിനനുസരിച്ച് സിസ്റ്റംസ്, അതിനനുസരിച്ചിട്ടായിരിക്കും മറ്റേ ഏജൻസ് അനുസരിച്ചിരിക്കും ആക്ഷൻ. അപ്പോൾ എന്താ പറയാ, ഇപ്പോ കുറച്ചും കൂടി ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കമ്പനിയിൽ ഒരു പർട്ടിക്കുലർ ക്ലയന്റിന്റെ പ്രൊജക്റ്റ് വന്നു. അപ്പൊ ആ പ്രൊജക്റ്റിന്റെ പ്രൊജക്ട് മാനേജർക്ക് ഒഴിച്ച് എല്ലാവർക്കും ആ പ്രൊജക്റ്റ് ഫെയിൽ ചെയ്യാൻ വേണ്ടിയാണ് അതിന്റെ സെറ്റിംഗ് എന്നുള്ളത് അടുത്ത പ്രൊജക്ട് മാനേജർ ഒഴിച്ച് ബാക്കിയുള്ളവർക്ക് അറിയാം. അപ്പൊ പലപ്പോഴും എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ സ്പെസിഫിക്കേഷൻ അഥവാ സെറ്റിങ്സ് ഉണ്ട് എല്ലാ സിസ്റ്റത്തിന്റെയും പുറകില്. അതെന്താന്ന് മനസ്സിലാക്കിയാലേ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. കേരളത്തില് ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ് ഭൂപരിഷ്കരണ നിയമം. അപ്പൊ കേരളത്തിൽ അത് നടത്തിയോണ്ടാണ് ഇത് ചെയ്തത്. പക്ഷെ അന്ന് എന്തോ ഈ കേരളത്തില് 20 ലക്ഷം ഭൂമിയില്ലാത്തവരെ എന്താ ഉണ്ടായിരുന്നുള്ളൂ. അവർക്ക് വേണ്ടി എത്രയോ ഹെക്ടർ പിടിച്ചു. അത് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാല് അത്രയും പൈസ ഒന്നും അവർക്ക് കിട്ടില്ല. അവർക്ക് 4 സെന്റിന്റെ ലക്ഷം ഈ കോളനി ആയിട്ട് കൊടുത്തത്. അങ്ങനെയാണ് ഈ ലക്ഷം വീട് കോളനി എന്ന് പറഞ്ഞൊരു സാധനം തന്നെ വന്നത്. അതായത് ആർക്ക് വേണ്ടിയാണോ ലാൻഡ് പിടിച്ചെന്ന് ഗവൺമെന്റ് പറഞ്ഞത് അവർക്കത് കിട്ടിയില്ല. അത് മറ്റേ എന്താ പറയാ, മലയോര മേഖലകളിൽ കൃഷിക്ക് കാപ്പിത്തോട്ടത്തിനൊക്കെ ക്രിസ്ത്യാനികൾക്ക് ഇളവ് കൊടുക്കുകയും ചെയ്തു. മുസ്ലിംസിന് അന്ന് അത്രയും ഭൂമി ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. ഈ പൊതുവെ കരുതപ്പെടുന്നത് നമ്പൂതിരിമാരെയാണ് ഫിനിഷ് ചെയ്തത്. പക്ഷെ EMS എന്താ ചെയ്തതെന്ന് വെച്ചാൽ EMS ഇതിന്റെ ഇൻസൈഡ് ഇൻഫർമേഷൻ എല്ലാവർക്കും ലീക്ക് ചെയ്തിരുന്നു നമ്പൂതിരിമാർക്ക്. നമ്പൂതിരിമാർ എന്ത് ചെയ്ത് ക്ലവറായിട്ട് കുറച്ച് പേര് അവരുടെ എന്താ പറയുക ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് ഒക്കെ ഉണ്ടാക്കി ഈ ഭൂമി കയ്യിൽ നിന്ന് മാറ്റി. അൺഫോർച്ചുനേറ്റ്ലി നായന്മാര് പെട്ടുപോയി. അപ്പൊ നായന്മാര് പെട്ടുപോകാനുള്ള കാരണം എന്ന് വെച്ചാൽ 1957 മറ്റേ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഇവിടെ അധികാരത്തിൽ കയറിയപ്പോൾ മന്നത്ത് പത്മനാഭൻ എന്ത് പറഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ ഉള്ള സ്ഥലമൊക്കെ വിറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ കയറിക്കണം. അതാണ് ഈ നായന്മാർക്ക് എതിർത്ത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് EMS ചെയ്ത സെറ്റിങ്ങില് കുറെ പേര് ട്രാപ്പ് വീഴാണ്. അതിൻ്റെ കൂടെ
കുറെ ഭൂമിയൊക്കെ മുസ്ലിം ലീഗുകാർ മേടിച്ചെടുത്ത്. അപ്പോൾ EMSന്റെ കമ്മ്യൂണിസ്റ്റുകാരനായ EMSന്റെ സ്വജാതിയോടുള്ള ഒരു പ്രേമത്തിന്റെ സെറ്റിങ്സിലാണ് ദളിതർക്കും അവശർക്കും പിന്നോക്കാവസ്ഥക്കാർക്കും ഉള്ളവർക്ക്, പിന്നെ പിന്നോക്കത്തിലെ ഒരു മുസ്ലിമിനെയും ക്രിസ്ത്യാനിനെയൊക്കെ ചേർത്തുകൊണ്ട് അങ്ങനെ എല്ലാത്ത ആൾക്കാർ. അപ്പോൾ ഈ സെറ്റിങ്സ് അറിയാതെ കേരളം പ്രബുദ്ധമാണ് എന്നൊക്കെ പറയുന്ന എൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ട്. അവര് ബീഹാറിലൊക്കെ വല്ല റിമോട്ട് ഏരിയയിലൊക്കെ പോകും. അപ്പൊ അവിടുത്തെ ജീവിത നിലവാരമൊക്കെ കാണുമ്പോൾ എന്ത് ഭാഗ്യമാണെന്നുള്ളത്. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇവരൊരു, ഞാൻ പറഞ്ഞ ട്രാപ്പിലാണ് കിടക്കണേ. അപ്പൊ അതേമാതിരി അപ്പൊ നമുക്ക് എല്ലാത്തിനും പറയുന്നൊരു സെറ്റിങ്സ് ഉണ്ട്. ആ സെറ്റിങ്സ് അനുസരിച്ച് അടുത്ത സിസ്റ്റംസ്, ആ സിസ്റ്റത്തിൽ ഏജൻസി കാലക്കുട്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ഏജന്റ് നിങ്ങൾ അതിൽ ഏതെങ്കിലും ഒരാളാവും, അതിനനുസരിച്ചായിരിക്കും ആക്ഷൻ. അതിപ്പോ സർക്കാർ സ്ഥാപനത്തിൽ പോയാലും നിങ്ങൾ എവിടെ പോയാലും അങ്ങനെ ആയിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു ടോപ്സി ടർവി വേൾഡിൽ ഇൻഡിവിജ്വൽ എങ്ങനെ ഒരു രസികനായിട്ട് ജീവിക്കാം എന്നുള്ള ഒരു 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 പ്രമേയമാണ് ഞാൻ മുന്നോട്ട് വെക്കണേ. അപ്പൊ ഇതില് എന്താ പറയാ, ഇപ്പോ കുറെ കാര്യങ്ങൾ ചിലപ്പോൾ പെട്ടെന്നൊന്നും ഇത് ചെയ്യാൻ പറ്റുമൊന്നുമില്ല, എല്ലാവർക്കും ഒന്നും റിലേറ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. പക്ഷേ ഇപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിഞ്ഞില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ തന്നെ ഈ പാതാള ബുദ്ധി ഉണ്ട് എന്നുള്ളത് ഞാൻ കണ്ടുപിടിച്ചത് ഞാൻ ഈ 6 മാസം ഇപ്പൊ ജോലി ഇല്ലാണ്ടിരുന്നപ്പോ, അത് ഇംഗ്ലണ്ടിലാണ്, വേറെ പണിയൊന്നുമില്ല. അപ്പോ പിന്നെ കണ്ടിന്യൂസ്ലി ഞാൻ പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചു വരുമ്പോ എന്തൊക്കെ ചെയ്യണം, ഈ ബന്ധുക്കളെ എങ്ങനെ നേരിടണം, ഇനിയിപ്പോ ഈ കുറച്ച് പ്രശ്നക്കാരുണ്ട്, ആ പ്രശ്നക്കാരെ എങ്ങനെ ബോഡി ഷെയിം ചെയ്താൽ പറ്റി നിർത്താം. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോ പലപ്പോഴും പല ആൾക്കാരോട് സംസാരിക്കുമ്പോ ഞാൻ കാണുന്നതല്ല അവര് കാണുന്നത്. അപ്പൊ അവര് കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാല്, ഈ സന്ദേശം സിനിമയില് മറ്റേ ശങ്കരാടി പറഞ്ഞ കാര്യം, ഞാനിപ്പോൾ നിന്റെ കാര്യമാണ് സംസാരിക്കണേന്ന് ശ്രീനിവാസനോട് പറഞ്ഞ കാര്യം. അപ്പൊ ഈ നിന്റെ കാര്യമാണെന്ന് പറയുമ്പോഴാണ് അപ്പൊ അവിടുന്ന് എന്താ പറയാ, ഇപ്പൊ എന്നെ ഒരാള് പ്രസീദ് കുമാരവിള എന്ന് വിളിച്ചു, അതായത് എന്നെ ഇത് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഞാൻ ഈ സ്ക്രീനിൽ കാണുന്ന, ഞാൻ നറേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെയേറെ എന്റെ വെള്ളുവിനെ ഷേപ്പ് ചെയ്യാനും എനിക്കൊരു സമാധാന ജീവിതം 2016 ഈ വേദാന്ത ഫിലോസഫി ആയിട്ട് വന്നതിന് ശേഷം എന്റെ ലൈഫിനെ ഞാൻ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ആദ്യത്തെ 10 കൊല്ലത്തില് സാമൂഹിക, സാംസ്കാരിക, എക്കണോമിക് ഐഡന്റിറ്റിയുടെ പുറകില് ഞാൻ ഓടുകയാണ് ചെയ്തത്. അറ്റ് സം പോയിന്റ് ഇൻ ടൈം ഞാൻ എൻ്റെ ഐഡന്റിറ്റി മതിയാക്കി. അതായത് ഞാൻ ഇനി മുതൽ ഞാൻ ലൈഫ് ലോങ് എഞ്ചിനീയറിംഗ് സോഫ്റ്റ്വെയർ, പിൽക്കാലത്ത് എന്റർപ്രൈസ് സോഫ്റ്റ്വെയർ സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ആണെന്ന് ഞാൻ വിചാരിച്ചു. ഇനി എനിക്ക് പൊസിഷണൽ ഗ്രോത്തിന്, അച്ചീവ്മെന്റിനേക്കാളും എനിക്ക് അക്കംപ്ലിഷ്മെന്റ് ആണ് വേണ്ടത്. എനിക്ക് വൈറാലിറ്റിനേക്കാളും എനിക്ക് വൈറ്റാലിറ്റി മതി. ഇങ്ങനെ കുറച്ച് തത്വങ്ങൾ, വിൽഫുൾ പോവർട്ടി എന്നൊക്കെ പറഞ്ഞ തത്വങ്ങൾ ഉണ്ടാക്കി ഞാൻ ലോകം കണ്ടു. അതായത് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 22, 2005 അന്നാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഒരു ടേൺ അറൗണ്ട് എടുത്ത് നാട്ടിലോട്ട് ബാംഗ്ലൂരിൽ നിന്ന് പറിച്ചെടുന്നു. അങ്ങനെ ഇത് ചെയ്തിട്ട് പിന്നെ ഞാൻ ബാംഗ്ലൂരിലേക്ക് ജോലി ഇല്ലാതെ പോകുന്നൊരു പ്രശ്നം പോയിട്ടുണ്ടെന്നല്ലാതെ കേരളത്തിൽ തന്നെ ജീവിച്ചു കഴിഞ്ഞപ്പോൾ ചുറ്റുപാടുള്ള ഈ മറ്റേ മാപ്രകളെയും സാംസ്കാരിക നായകന്മാരെയും എന്നൊക്കെ ആൾക്കാരെ വിളിക്കും. പിന്നെ എന്താ പ്രബുദ്ധ മലയാളികളെയൊക്കെ ഇടയിൽ ജീവിച്ചപ്പോൾ ഒരു സെൻസ് ഇത് എവിടെ സ്കെയിൽ ആവുമെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇതിൻ്റെ ഉള്ളില് ഈ ടൈപ്പ് ഒരു ഒബ്ജക്റ്റീവ് അനാലിസിസ് നിങ്ങൾക്ക് നടത്തണമെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിലാണെങ്കിൽ നിങ്ങൾ 5 പ്രബല വിഭാഗങ്ങളെ നിങ്ങൾ ടാക്കിൾ ചെയ്യണം. 1 കമ്മ്യൂണിസ്റ്റുകാർ, 2 ക്രിസ്ത്യൻസ് ആയിരുന്നു പണ്ട് ഡൊമിനേറ്റ്, ഇപ്പൊ മുസ്ലിംസിനാണ് ടാക്കിൾ ചെയ്യേണ്ടത്. 2 3 മുസ്ലിംസ്, 4 നായര്, 5 ഈഴവര് പൊതുവെ മുസ്ലിംസ് ആയിട്ടും നായര് പൊതുവെ ക്രിസ്ത്യൻസ് ആയിട്ടും അറേഞ്ച് ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ ആംഗിളായിട്ട് ഉള്ളതുകൊണ്ട് ഇങ്ങനെ ഇതിനെടുക്കുന്ന സ്ഥലത്ത് 6ാമത്തെ പ്രമേയം, അതായത് ഹിന്ദുത്വ പ്രമേയം ആയിട്ട് വരുന്ന ഒരാൾ എന്താണ് ലോകം കണ്ടത്, അതിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത്. പക്ഷെ what I am saying is applicable to me, you and everyone else. ഇതിനോട് കുറെ പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ബട്ട് ലിസൺ ടു മീ, ആൻഡ് ഇഫ് യു ഡോണ്ട് ലിസൺ ടു മീ, ഇഗ്നോർ മീ കംപ്ലീറ്റ്ലി. കാരണം ഇഫ് യു ടേക്ക് couple of ideas from this to your psyche, then it is going to be dangerous. കാരണം നിങ്ങൾ ആക്ഷൻ എടുക്കാൻ പോകില്ല. അതിപ്പോ ഞാൻ പലപ്പോഴും ഈ ഡീപ്പ് അനാലിസിസ് ഈ ചക്ഷുസിലൂടെ ഞാൻ ലോകം കാണുമ്പോൾ ഓരോന്ന് ഞാൻ പറയും. ഇപ്പൊ എന്റെ മോൻ
ഓക്കെ, എവിടെ വരും? നോ വൺ ക്യാൻ പ്രൊഡിക്റ്റ്. ബട്ട് എനിക്ക് പുള്ളിയുടെ, അതായത് പുള്ളിയുടെ ഇപ്പോഴത്തെ പശ്ചാത്തലം, പുള്ളി എങ്ങോട്ടെ പുള്ളിയുടെ ടെമ്പർമെന്റ്, അങ്ങനെ നോക്കുമ്പോൾ പുള്ളി പോകാൻ ചാൻസ് ഉള്ള സിസ്റ്റത്തിന്റെ സെറ്റിംഗ് എന്താണ്, ഏജന്റ് അല്ല സിസ്റ്റം എന്താണ്, ഏജന്റ് എന്താണെന്ന് അറിയാം, എന്തൊക്കെ ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് പറയുമ്പോൾ ഏകദേശം പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ പുള്ളി പോയില്ലെങ്കിൽ പുള്ളി സോഷ്യൽ മൈൻഡിൽ വിട്ട് ഈ സൈക്കോളജിയും പുള്ളിയുടെ പെർസീവ്ഡ് റിയാലിറ്റി തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാവും. ദാറ്റ്സ് ട്രൂ ഫോർ മൈ സൺ, മൈസെൽഫ് ആൻഡ് എനിവൺ എൽസ്. അപ്പോൾ അപ്പൊ ചോദിക്കും ഇതെങ്ങനെയാണ് പറയാം അല്ലെ, അതിന് കുറെ കാരണങ്ങളുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റും. അപ്പൊ ഇത് ഒരു എന്താ പറയാ, ഇത് ഇങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നുള്ളൊരു ചോദ്യം കൂടി എനിക്ക് തന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോ, when people fight political battles with me, rather than killing me, they don't have much opportunity to win over me. ഇത് ഞാൻ ഒരു പൊങ്ങച്ചുമായിട്ടല്ല പറയണേ, എൻ്റെ ലൈഫിലെ അനുഭവമാണ്. അപ്പൊ ഇതൊക്കെ ആദ്യ കാലങ്ങളിൽ ബുദ്ധിയാണെന്ന് വിചാരിച്ചു. ബുദ്ധി എന്ന് പറഞ്ഞാൽ തന്നെ പല രീതിയിലുണ്ട്. അപ്പൊ പാതാള ബുദ്ധി കാരണം എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പൊ പലപ്പോഴും ഈ when I engage in battles, I give burden of proof to others. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ എന്നോട് വന്ന് ഓക്കെ ക്യാമറ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ചലഞ്ച് ചെയ്യാറില്ല ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്. പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ വായിലോട്ട് ഇട്ട് കഴിഞ്ഞാല് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വാക്ക് ചെയ്യാൻ പറയുകയാണെങ്കിൽ ഒരു പുള്ളിനെ എന്താ പറയാ പ്രോംപ്റ്റ് ചെയ്ത് വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് ഉയർത്തി, ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഉണ്ടല്ലോ, ഓൾ ആർ ഈക്വൽ, യു ക്യാൻ ഓൾസോ ഡു ബിഗർ തിങ്സ് എന്ന് പറയും. എന്നിട്ട് അവരെ ഉയർത്തി തോപ്പിച്ചിട്ടുണ്ട്. അതൊരു കഴിവല്ല, അത് അവരുടെ ട്രാപ്പിൽ വീണതല്ല, ഞാൻ ചെയ്തതല്ല. കാരണം വെൻ പീപ്പിൾ ഫൈറ്റ് വിത്ത് മീ other than killing me, they don't have any other option. അപ്പോ കില്ല് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ക്യാൻസൽ ചെയ്ത് കളയാം. പക്ഷെ ഈ സംബഡി ഈസ് ഇന്റലക്ച്വലി ഹോണസ്റ്റ് ഇതുകൊണ്ട് ഈ ഇങ്ങനൊരു ഈ അനാലിസിസ്, അതായത് ഫിസിക്കൽ സർവൈവല് മാത്രം ആണ് ഏക ലക്ഷ്യം എന്ന് ആധുനിക യുഗത്തില് ജീവിക്കുമ്പോൾ ഒരാള് ഒരു ലോകം കാണുന്നുണ്ട്. ആ ലോകം എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, സെറ്റിങ്സ്, സിസ്റ്റംസ്, മറ്റേ എന്താ പറയാ ഏജന്റ്, ആക്ഷൻ. അപ്പോൾ ഈ ഇതിന്റെ ഉള്ളിൽ നോക്കുമ്പോൾ ഈസിലി തിങ്സ്, അതായത് യു ക്യാൻ എക്സ്ട്രാപൊളേറ്റ് വാട്ട് എ പേഴ്സൺ ഈസ് സപ്പോസ് ടു ഡു ടു അലൈൻ സൈക്കി ആൻഡ് പെർസോണ. സൈക്കിയും പെർസോണയും തമ്മിലുള്ള മിസ്മാച്ച് ആണ് ലോകത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഇന്ന് കാലത്ത് തന്നെ ഞാൻ ഇത് ചെയ്യുമ്പോൾ എൻ്റെ വലിയച്ഛൻ്റെ മകൻ മറ്റേ എൻ്റെ മകനെ തെറി പറഞ്ഞുകൊണ്ട് അവര് തമ്മിൽ അങ്ങനെ തെറിവിടിയായി. അപ്പൊ ഈ കാലത്ത് ഇവിടുത്തെ ടൈം 2:30 എനിക്ക് കോൾ വന്നത്, 3:30. ഓക്കെ, അപ്പൊ എടുത്ത് കഴിഞ്ഞപ്പോ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് എൻ്റെ മകൻ അജിറ്റേറ്റഡ് ആയിരിക്കുന്നു. ഞാൻ അവിടെ എൻ്റെ അനിയനെ വിളിച്ചു കഴിഞ്ഞപ്പോ അവരൊക്കെ അജിറ്റേറ്റഡ് ആയിരിക്കുന്നു. ഞാൻ പറഞ്ഞു കാം ഡൗൺ, എല്ലാവരോടും പറയാൻ പറഞ്ഞു അവനിങ്ങനെ പ്രൊവോക്കേറ്റ് ചെയ്തു, പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കണ്ടേ. കാരണം ലെറ്റ് പീപ്പിൾ അറൗണ്ട് ഹിം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹി ഈസ് ത്രെറ്റനിങ് മൈ സൺ. അപ്പൊ എന്റെ ബന്ധുക്കളൊക്കെ എന്ത് ചെയ്യാ, ബന്ധുക്കളൊക്കെ ഈ എന്താ പറയാ സ്വന്തം ബന്ധു വരുമ്പോൾ പുറത്തെ ആൾക്കാർ എന്ത് ചെയ്യും, മൂടി വയ്ക്കും. അതിപ്പോ അത് മുസ്ലിംസിന്റെ ഇടയിലും കണ്ടിട്ട്, ഇപ്പൊ സഫാൻ എന്ന് പറഞ്ഞൊരു അഫാനം എന്നിട്ട് പുള്ളി 6 പേരെ കൊലപ്പെടുത്തി. അപ്പൊ മാധ്യമങ്ങളൊക്കെ നല്ലവനായിരുന്നു, 5 നേരം നിഷ്കരിക്കുന്നു, ആകെ വാഴ്ത്തലാണ്. കാരണം അറ്റ് എ പബ്ലിക് ലെവൽ, because of the socio-cultural narrative of India or the world, now ഒരു മുസ്ലിം ക്രൈം ചെയ്ത് കഴിഞ്ഞാൽ that is treated as a different entity from other crimes. അപ്പോ ആ രീതിയിലുള്ള അതിപ്പോ ഞാൻ പറഞ്ഞാൽ എന്ത് വരും, ഈ പാതാള ബുദ്ധി നോക്കുമ്പോ അതൊരു ഭയങ്കര മണ്ടത്തരമാണ്. അപ്പോ ഇതാണ്. അപ്പോ എന്റെ ബന്ധുക്കൾക്ക് എന്റെ വലിയച്ഛന്റെ മകനോട് തന്നെ, but that poor fellow is under pressure. മനസ്സിലായില്ലേ? അതായത് he thinks that okay, I am the എന്താ പറയാ പ്രോബ്ലം. ഞാൻ ഇതിപ്പോ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മുടെ മുമ്പില് വന്ന് ഒരു പ്രോബ്ലമായിട്ട് അല്ലെങ്കിൽ ചലഞ്ച് ചെയ്യുന്ന ആള് ഒരു വിക്ടിം ഓഫ് ഹിസ് ഓൺ സർക്കംസ്റ്റൻസസ് ആണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അയാൾക്ക് ഫൈറ്റ് ചെയ്യാൻ തോന്നാൻ, ഒരു അടി അടിച്ചാൽ വീഴും. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മള് കുറച്ചും കൂടി എന്താ പറയാ, അതിനാണ് ഈ നമുക്ക് പല മെഷീനറീസ് തന്നേക്കണത്.
അപ്പൊ ഞാൻ അങ്ങനെയാണ്, അതായത് ഈ ഒരു മാർക്കറ്റിംഗ് ആവശ്യമാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാല്, don't try to be very extreme or anything, but if you observe with cool head and if you solve your identity problem, means fear, uncertainty and doubt will go away. പിന്നെ if you understand things like Vedanta and the meaning of life as per the Vedantic lens, then you can have a great life എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് എൻ്റെ കുറച്ച് ഓട്ടോബയോഗ്രഫിക്കലായി പോയി, കാരണം ന്യൂവാൻസസ് അത്രയുള്ളത് കൊണ്ടാണ്. അപ്പോ once again, അതായത് ഞാനൊരു പർട്ടിക്കുലർ സിറ്റുവേഷനിലായിരിക്കുന്നത്. അപ്പോൾ ഞാൻ കേരളത്തിൽ എല്ലാവരും ഫേസ് ചെയ്യുന്നത്, UK-ലേക്ക് ലാർജ് നമ്പർ ഓഫ് ആൾക്കാർ വന്നു. തിരിച്ചു പോകുന്നതിനെ കുറിച്ച് പലർക്കും ഭയങ്കര ആവലാതിയുണ്ട്. പലരും ഇൻവെസ്റ്റ് ചെയ്ത് റീകൂപ്പ് ചെയ്തിട്ടുള്ള, ഇനിയിപ്പോൾ ഇവിടെ ഈ സ്പോൺസർഷിപ്പ് ഇട്ടാണെങ്കിൽ പലർക്കും അധിക പൈസ ചെലവാക്കണം. അപ്പൊ അങ്ങനെ അമോർട്ടൈസ് ചെയ്ത് നോക്കുമ്പോൾ അത്ര എഫേർട്ടില്ല. തിരിച്ചു വന്നാൽ സോഷ്യൽ എംബാരസ്മെന്റ്. അപ്പൊ കുറെ ആൾക്കാർ ഇപ്പൊ എന്താ പറയാ, തിരിട്ടു കല്യാണം കാണുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോ അത്യാവശ്യം കൊള്ളാവുന്ന വീട്ടിലെ ആൾക്കാർ മറ്റേ റെസ്റ്റോറൻറ്റിലൊക്കെ നിൽക്കുമ്പോൾ അവർക്ക് ആ നിൽക്കാനുള്ള, പണ്ട് നേപ്പാളികള് ബിംബീസിന് നിൽക്കുന്ന മാതിരിയാണ് മലയാളികൾ ഇവിടെ വന്ന് നിൽക്കുന്നത്. അപ്പൊ അതൊരു, ഞാൻ ആക്ഷേപിക്കുകയല്ല, പലരും ട്രാപ്പിലാണ് വിട്ടേക്കണേ. ഇപ്പൊ ഒരു സാമ്പത്തിക കോസ്റ്റ് ആർബിട്രാജിന്റെ ബേസിൽ സാമ്പത്തിക തലത്തിൽ എന്തെങ്കിലും ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി വരുന്നവരുടെ കാര്യമല്ല പറയണേ. അത്യാവശ്യം കൊള്ളാവുന്നവരുടെ വീട്ടില്, ഇപ്പൊ പിണറായിയുടെ ദുർഭരണം ഒന്നും ഞാൻ വിചാരിക്കണില്ല. പിണറായിയാണ് ഇപ്പോ, ഞാൻ പിണറായിട്ട് എനിക്ക് ഒരു യോജിപ്പില്ല, ശബരിമലത്തിനായിട്ട് എതിർപ്പുണ്ട്. ഹീസ് ദ ഓൺലി ചീഫ് മിനിസ്റ്റർ ഓപ്ഷൻ ഫോർ ഹിന്ദുസ്. കാരണം അയാള് SDP വളർത്തിക്കോട്ടെ, എന്ത് ഇതായിക്കോട്ടെ. കാരണം അപ്പുറത്ത് അതിനും വലിയ ഭക്ഷണന്മാരാ, വെടി സതീശനും മറ്റും, പിന്നെ മുസ്ലിം ലീഗുകാർ കയറി പെരങ്ങും. അപ്പം അതിലും വേഗം ഈ മറ്റേ PFI മറ്റേതൊക്കെ കേന്ദ്രം നോക്കിക്കോളും. ഇവരുടെ കൂടെ ഒരു INL എന്ന് പറഞ്ഞത് റിലേറ്റീവ്ലി, കാരണം അവർക്ക് അധികാരമല്ല. കാരണം പിണറായിയുടെയോ മാർക്സിസ്റ്റ് പാർട്ടിയിലോ അധികാരമാണ് ഉണ്ടാവുക. മറ്റേ കേരളം. അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ ബുദ്ധി പറയണേ. കാരണം ഞാൻ ഒരു പ്രാവശ്യം ഞാൻ CPM വോട്ട് ചെയ്തിട്ടുള്ളൂ. ഐ നെവർ വോട്ടഡ് ഫോർ CPM ആഫ്റ്റർ ദാറ്റ്. അത് തന്നെ ഞാൻ ചെയ്തത് തന്നെ എന്താ വെച്ചാല്, ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ജയിക്കാൻ വേണ്ടി ചെയ്തതാ. അതായത് അപ്പോ അത് എൻ്റെ ഫസ്റ്റ് വോട്ട് അതായിരുന്നു. കാരണം ആ സമയത്ത് ഒരു അച്ചാമ്മരും ശ്രീലത വിനോദം. അപ്പോ ഈ അച്ചാമ്മ ടീച്ചർ തോറ്റത് അയാളുടെ മകനോടുള്ള വെറുപ്പാണെന്ന് പറയുന്നത് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം. അപ്പോൾ ഞാൻ CPM വോട്ട് ചെയ്യാറില്ല. എനിക്ക് ശബരിമല വിഭാഗത്തിലും CPM എല്ലാ കാര്യത്തിലും ഇതുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി എന്താ പറയാ, CPM ഒരു എന്താ പറയാ, PFI, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയോടൊക്കെ ഇതൊക്കെ ഉണ്ട്. പക്ഷെ മുസ്ലിം ലീഗ് മാതിരി ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ കൊള്ള നടക്കൂല. മറ്റേതാണ് കൊള്ള നടക്കും. മുസ്ലിം ലീഗ് സെക്യുലർ പാർട്ടിയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും അവസാനം തട്ടിയാ പറയും. അപ്പൊ ഈ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വരുമ്പോ പിണറായിയുടെ ദുർഭരണം കൊണ്ടൊന്നുമല്ല. കേരളം ക്രൗഡഡ് ആണ്. കേരളം ഇൻഡസ്ട്രി സൗഹാർദ്ദ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത് ആക്കണം എന്നുണ്ടെങ്കിൽ തന്നെ സ്പേസ് വേണം. ഇനി ഈ സോഷ്യൽ ഇൻഡസ്ട്രി ഇത്രയും വളർന്ന സ്ഥിതിക്ക് ഫർദർ ഗ്രോത്തിനുള്ള സ്കോപ്പില്ല. പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ലോകത്തുള്ള എല്ലാ, അതായത് ക്രിസ്ത്യാനികൾ വെസ്റ്റ് ചെയ്യുന്നുള്ള ഐഡിയയും അവരോട് എത്തുന്ന നായന്മാരും വെസ്റ്റ് ചെയ്യുന്നവരും, കോയമാരും മറ്റേ ഈഴവന്മാരും കൂടി മറ്റേ അറബികളുടെ സാധനം കൊണ്ടുവന്ന് കൂടെ കമ്മ്യൂണിസം കൂടി വരുമ്പോൾ ഒരു ദുഷിച്ച സാമൂഹിക വ്യവസ്ഥയുടെ വിക്റ്റിമാണ് മിക്ക ആൾക്കാരും. അത് മാറ്റാനൊന്നും പറ്റുമൊന്നുമില്ല. കാരണം അങ്ങനെ ഉള്ളൊരു സാധനങ്ങളോട് ആർക്കും അനങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ ദാറ്റ് ഗീവ്സ് എ ഗുഡ് ലൈഫ് ഇൻ കേരള. സ്ലോ ആണ്. കാരണം ഇപ്പൊ ഞാൻ കൊതിക്കുകയാണ് ശരിക്കും കേരളത്തിലെ ലൈഫിന്. കാരണം ഈ എന്താ പറയാ, എക്സിസ്റ്റൻഷ്യൽ ത്രെട്ട്, അതായത് ഫിസിക്കൽ ത്രെട്ട്, ഇപ്പൊ ബംഗ്ലാദേശികളുടെ ഇടിയിട്ടുവോ മറ്റേ ഈ മോബ് വന്നു ഇത് ചെയ്യുന്നത്, ആ ഒരെണ്ണം ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യത്തിലും സ്വർഗമാണ് കേരളം. ഇപ്പൊ ഇങ്ങനെ തന്നെ ആയിക്കട്ടെ. അപ്പൊ നമ്മുടെ കാര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് നേരിട്ടാ പോരെ. അപ്പോ ഇതാണ് ന്യൂ കൈൻഡ് ഓഫ് ഇന്റലിജൻസ്. അപ്പൊ കോഷ്യൽ സ്ട്രക്ചർ നാവിഗേഷൻ. അപ്പൊ rather than looking our life from our narrow perspective, you step out of the rat race and then look at it and then get into the rat race where it matters. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനുള്ള പ്രെഡിക്കമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഓക്കെ, ഇപ്പോ ഈ ഒരു സൈക്കോളജിക്കൽ ഇമ്പാക്ട് ഉണ്ട്. ഇപ്പൊ എന്റെ മകൻ ഇവിടെ 3 കൊല്ലമൊക്കെ പഠിച്ച് പുള്ളി ഇവിടെയൊക്കെ കറങ്ങിയാണെന്നെല്ലാം ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ പുള്ളി തിരിച്ചു പോകുമ്പോൾ നാരതയുണ്ട്. ഇപ്പോ
അപ്പൊ എന്റെ വൈഫ് നോക്കുമ്പോൾ CTS പ്ലേസ് വെൽ, ആ പൈസയും കളഞ്ഞിട്ട് തിരിച്ചങ്ങോട്ട് പോകേണ്ട ആവശ്യം എന്താണെന്നുള്ളത് അവർ പറയും. പക്ഷെ ഈ ഐ തിങ്ക് ഈ ഒരു ഇഫ് യു പ്ലാൻ യുവർ സെൽഫ്, കേരള ഇസ് ദ ബെസ്റ്റ് പ്ലേസ് ടു ലിവ്. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ അവിടെ നിന്ന് കണ്ടത്. പക്ഷെ എന്താ കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ ഇവിടുന്ന് തിരിച്ചുപോയ കുറച്ച് ആൾക്കാരെ കുറിച്ച് ലാസ്റ്റ് 5 കൊല്ലമായിട്ട് വന്നിട്ടുണ്ട്. കാരണം ബ്രെക്സിറ്റിന് മുമ്പ് ഉള്ളതല്ല, അത് കഴിഞ്ഞിട്ട് വന്നേക്കുന്ന ആൾക്കാരെ നോക്കി കഴിഞ്ഞപ്പോ ഒരു 20% ഹാവ് ആക്ച്വലി റീകൺസിഡർഡ് ദ ഫാക്ട് ആൻഡ് ദേ ആർ ഡൂയിങ് വെൽ. കാരണം വെസ്റ്റ് കാണേണ്ട ഒരു ആവശ്യമുണ്ട്. ഇപ്പൊ എനിക്ക് അതിനകത്തിന് ആവശ്യമില്ലാത്ത ഞാൻ ട്രാവൽ ടു അറ്റ്ലീസ്റ്റ് 14 countries ബിഫോർ ദിസ് ഓൺ എ ബിസിനസ് വിസ. പക്ഷെ എല്ലാത്തവർക്ക് വെസ്റ്റിലെ ലീവിങ്, അതായത് ഫസ്റ്റ് തന്നെ എന്താ കാര്യം, നമുക്ക് അലിംഗം പോയിരിക്കാൻ പറ്റില്ല, തണുപ്പുണ്ട്. അതായത് ഇവിടുത്തെ വരുമാനം കൊള്ളാം, പക്ഷെ ഇവിടുത്തെ ജീവിത രീതി കൊള്ളാം. അപ്പൊ പിന്നെ ഇവിടുന്ന് തിരിച്ചു പോകാനുള്ള സാഹചര്യമില്ല പലർക്കും. അപ്പൊ അവരും ചെയ്യുന്ന വെച്ചാൽ കേരളത്തെ വെറുക്കാൻ വേണ്ടി പിണറായിനെ തെറിയാം, മറ്റേ ഇന്ത്യ ഗവൺമെന്റിനെ ഇതിലെ കുംഭമേളനെ തെറിയാം, രാജ്യം ഇവിടെ ഈ വെള്ളക്കാരെ അതിന് കവിഞ്ഞു പൊക്കുക ഇവിടെ. എന്നിട്ട് ഇവരെന്ത് ചെയ്യണ, എന്നിട്ട് സംഘം ചേർന്ന് പാവപ്പെട്ട വർക്കിംഗ് ക്ലാസ് വെള്ളക്കാരുടെ ഉള്ളിൽ കോൺഗ്രസ് അടിപ്പിക്കുകയാണ് ഈ മച്ചാമാരെയാണ്. മനസ്സിലായി? എന്നിട്ട് 20 കൊല്ലം മുമ്പത്തെ റേസും ഒക്കെ പറയും. അപ്പൊ വൈറ്റ്സ് ആർ അണ്ടർ ട്രെമൻഡസ് പ്രഷർ ഇൻ UK. മൾട്ടി കൾച്ചറലിസം ഫെയിലായി. അവർക്ക് ഈ എലീറ്റ് വൈറ്റ്സിന് പ്രശ്നമുണ്ട്, ദേ ആർ കൺട്രോളിങ് ദ സ്പെക്ട്രം. പക്ഷെ ആവറേജ് വൈറ്റ്സ് ഹിയർ ആർ ആക്ച്വലി റിയലി അണ്ടർ ഷിറ്റ്. മനസ്സിലായി? അത് ഞാൻ ജീവിക്കുന്നത് കുറച്ചൊരു 5 ഡൊമിനേറ്റഡ് സിറ്റിയാണ് കോൾച്ചസ്റ്റർ. അവിടെ ഞാൻ പല സ്ഥലത്ത് നടന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഹാർട്ട് സ്ലീപ്പ് ഉള്ളവരെ കൂടിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല ഈ പ്ലംബേഴ്സ് ഇങ്ങനെയുള്ളവർക്കൊക്കെ നല്ല ചലഞ്ച് ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പൊ കെയർ ഹോമിൽ പിന്നെ ഒരു വെള്ളക്കാരന് ജോലി ഇടാൻ പോലും പറ്റില്ല. അപ്പൊ അങ്ങനെ അപ്പൊ അപ്പൊ തിരിച്ചു പോകുന്നതാണ് ചിലവർക്ക് കണ്ടത്. കാരണം ഇവിടെ നിന്നിട്ട് ഇത് ചെയ്യേണ്ട കാര്യമില്ല. ഈ മെഗ്ഡിയിലും മറ്റേതൊക്കെ പോയിട്ട് ലോണൊക്കെ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ എപ്പോഴുള്ള പ്രോബ്ലം എന്താണ്? ഓക്കെ, ഈ ജസ്റ്റ് ലൈക്ക് ഡേറ്റിംഗ് ഐശ്വര്യയുടെ അടുത്ത് പറയാണ്, ഓ നീ എൻ്റെ കൂടെ വരുമെന്ന് കഴിയുമ്പോ ഐശ്വര്യ വരാതിരിക്കാനാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ ലിമുസൺ എത്തണം, മറ്റേ മൊറീഷ്യസിൽ പോകണം, അങ്ങനെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതേമാതിരി ലൈഫില് ഇപ്പൊ ഒരാള് പറയണ്ടായിരുന്നു, ഓ എനിക്ക് ഇവിടുന്ന് പോകാൻ തോന്നുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മോനിപ്പോ കർമ്മന്മാരെ പിടിച്ചിരിക്കുന്നു, അവനാണ് സൈസ് ഉണ്ട്, വൈറ്റ് ഗേൾ ഫ്രണ്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഇവനെ ഞാൻ ഇങ്ങനെ നാട്ടിൽ കൊണ്ടുപോയി ഇവനെ സാധാരണ സ്ഥലത്ത് കൊണ്ടാക്കും. അപ്പൊ ഇതിന്റെയൊക്കെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഈ എന്താ പറയാ, പിന്നെ ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഒക്കെ ഇതിന്റെ ഇതെന്ന് വെച്ചാൽ ഐ അണ്ടർസ്റ്റുഡ് മൈസെൽഫ്, എനിക്ക് ഒരു കമ്മ്യൂണൽ ലീവ് വേണം, എനിക്ക് ഓണങ്ങളുടെ ലീവ് വേണം. ഇവിടെ ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒക്കേഷനിൽ കിട്ടുന്ന ഈ റെസ്റ്റോറന്റിലോ മറ്റേ ബുക്ക് സ്റ്റോളിലോ കിട്ടുന്ന കുറച്ച് ആൾക്കാർ, പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ നാട്ടിലെ വാട്സപ്പ് വെച്ചിട്ട് ആണ് ഒപ്പിക്കുന്നത്. അപ്പൊ ദാറ്റ് ഈസ് അനദർ തിങ്. അപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ബട്ട് ഇഫ് ഐ ഗെറ്റ് ഗ്ലോബൽ ടൈം വിസ ഐ വിൽ സ്റ്റേ ബാക്ക്. കാരണം ബിക്കോസ് ഐ ക്യാൻ ആക്ച്വലി ഡു അങ്ങനെ. പക്ഷെ ഒരു സ്പോൺസർഷിപ്പ് വിസയ്ക്കോ ഒരു ILR കിട്ടാനോ ഒക്കെ നോക്കാന് സ്പോൺസർഷിപ്പ് വിസ ILR ആവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറിച്ചിടാന്ന് അർത്ഥം. ഒരിക്കലും ഒരു വൈറ്റ് സൊസൈറ്റിയിൽ വന്നിട്ടൊന്നും നമ്മുടെ നാട്ടിൽ നിന്നും വരുന്ന ഒരാൾക്കൊന്നും സൊസൈറ്റിയായിട്ടൊന്നും ഈവൻ സോക്കാൾഡ് എഡ്യൂക്കേറ്റഡിന് പറ്റുന്നില്ല. പിന്നെ ഒരു മദാമയൊക്കെ ശരിക്കും നോക്കിയാൽ മതി, യക്ഷിയുടെ മക്കളാണെന്നിരിക്കും. അതായത് നോക്കാനുള്ള ഈ എന്താ പറയാ, ഈ ഒരു ഇംഗ്ലീഷിൽ ചൊല്ലുണ്ട്, വി ഹാവ് ടു മാസ്റ്റർബേറ്റ് ട്വൈസ് ബിഫോർ പ്രപ്പോസിങ്. അപ്പൊ സ്വബോധത്തോടെ ഇവരെയൊക്കെ ഒന്ന് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് പറ്റില്ല. അതായത് ഇവരുടെ അടുത്തുനിന്ന് ഈ അവരുടെ കൺസെപ്റ്റ് ഓഫ് സ്മെല്ല് ദുർഗന്ധമായിട്ട് എനിക്ക് തോന്നുന്നത് അവരെ അധികം അടിക്കും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വളരെ ഡിഫിക്കൽട്ടാണ് ടു ജെൽ ഇൻ ടു ദിസ് സൊസൈറ്റി. യു ക്യാൻ ഇന്റഗ്രേറ്റ് വിത്ത് സൊസൈറ്റി. ഓക്കെ, അപ്പോ ഇതാണ് എന്താ പറയാ, വിൽ ഹാവ് എ ഡിസ്കഷൻ അബൌട്ട് ഓക്കെ ഈ പാതാള ബുദ്ധിയിലൂടെ കണ്ട UK. മനസ്സിലായില്ലേ? അപ്പോ നൗ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. കൊള്ളാം. അല്ല, ലൈഫിലെ എന്ത് ഇൻവേരിയൻസ് ആണ് സാറ് പ്രൊട്ടക്ട് ചെയ്യുന്നത്? അതായത് പാതാള ബുദ്ധി എങ്ങനെ എമർജ് ആയി എന്നുള്ളതാണ്. പാതാള ബുദ്ധി എമർജ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ 1987 ഞാൻ ഒരു MESന്റെ കോളേജിൽ പോയത്. അപ്പൊ അവിടെ പോയി കഴിഞ്ഞപ്പോ ഇന്നിപ്പോ കാണുന്ന ഈ എന്താ പറയാ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ഒക്കെ
ഒരു ആദ്യകാലം SIO സിമി അതൊരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിരുന്നു, അതൊരു മുസ്ലിം ഇതായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാകിസ്ഥാൻ സ്വർഗമാണെന്ന് വിചാരിച്ചിരുന്ന മുസ്ലിങ്ങളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ ഇവര് അപ്പൊ അന്ന് മുതൽ ഒരു എന്ത് പറഞ്ഞാലും സംഘം ചേർന്ന് വന്ന് ആർഗ്യൂ അറ്റാക്ക് ചെയ്യുക. അപ്പൊ ഒരു പേടിയുണ്ട്, മോബ് ലിഞ്ചിങ് ഒരു ഭയങ്കര ഭയമായിരുന്നു. അത് കഴിഞ്ഞിട്ട് രാമജന്മഭൂമി, ബാബറി മസ്ജിദ് പ്രശ്നം, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എപ്പോഴും ആൾക്കാരോട് ചോദിക്കാറുണ്ട്, ഗ്രേറ്റ് റയറ്റ്സ് ഓഫ് 1995 എന്നുള്ളത് 1995 മഹാനകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ലല്ലോ, കേട്ടിട്ടില്ലല്ലോ. അത് ഉണ്ടായില്ല, അതുകൊണ്ടാണ് ഞാൻ ജീവിച്ചിരിക്കണേന്ന്. ഇവിടെ കിട്ടിയ അപ്പോൾ ഫിസിക്കൽ ഡെത്ത് ഒഴിവാക്കുന്ന രീതിയിൽ. പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ആൾക്കാരൊക്കെ ആയുധം വെച്ച് തോപ്പിക്കുന്നതിന് പകരം മറ്റേ മാധ്യമങ്ങളെയും നറേറ്റീവ് കൺട്രോൾ ചെയ്ത് തോപ്പിക്കാൻ തുടങ്ങിയപ്പോൾ മോബ് ലിഞ്ചിങ്ങിനുള്ള സാധ്യത എൻ്റെ ചുറ്റുപാടും കുറഞ്ഞു. അപ്പൊ ഫിസിക്കൽ സർവൈവലിന് അപ്പുറത്തേക്ക് ഒരു സർവൈവൽ ഉണ്ടോ? ബാക്കിയൊക്കെ സാമൂഹ്യ പ്രേരിതമല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. ശരത്തെ അല്ല, ഞാൻ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് എപ്പിസ്റ്റമിക് കോൾ എന്നുള്ളതപ്പോൾ ഒരു കോൺസീക്വൻസ് ആണോ സാറിൻ്റെ കേസിൽ? അതെ അതെ, അതാണ്. ഓക്കെ, അതൊരു ചോദ്യം. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഞാനൊരു പർപ്പസോ ഗോളോ വെച്ച് ഗോള് വെച്ചിട്ട് ഞാൻ ഒരു ജ്ഞാനം ആർജിക്കാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ അവിടുത്തെ സ്റ്റാൻഡേർഡ് എപ്പിസ്റ്റമിക് സ്റ്റാൻഡേർഡ് ആയിരിക്കണം ആദ്യം ക്രൈറ്റീരിയ ലേഔട്ട് ചെയ്താണ് ഞാൻ ഇതിലോട്ട് കയറാൻ. പക്ഷേ ഫോർച്ചുനേറ്റ്ലി ഓർ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു ഇതുള്ളത് കൊണ്ട് ഞാൻ ലോകത്തോട്ട് ഇറങ്ങി. അപ്പൊ ഞാൻ പിന്നെ നോക്കിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റേ ക്രിസ്ത്യാനിറ്റിയുടെയാണ് കുഴപ്പം, ക്രിസ്ത്യൻസിന്റെ അല്ല കുഴപ്പം, ഇസ്ലാമിന്റെയാണ് കുഴപ്പം, മുസ്ലിംസിന്റെ കുഴപ്പമല്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആൾക്കാരായിട്ട് അടുക്കേണ്ടി വന്നു. അപ്പൊ അടുക്കേണ്ടി വരുമ്പോൾ ചില ഇപ്പൊ ആലോചിക്കുക, അതായത് ആലുവയിലെ കൊള്ളാവുന്ന ബിസിനസ്സുകാരൊക്കെ മുസ്ലിംസാ, പിന്നെ ക്രിസ്ത്യൻസാ. അപ്പൊ ചുരുക്കം ചില ഹിന്ദുക്കൾക്ക് അവിടെ ഇതുള്ളൂ. അപ്പൊ എനിക്ക് മറ്റേ ഒരു ജോലി സാധ്യത, ഒരു അക്കൗണ്ടന്റ് ആയിട്ട് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഐ നീഡ് ടു നെഗോഷിയേറ്റ് വിത്ത് ക്രിസ്ത്യൻസ് ആൻഡ് മുസ്ലിംസ് അല്ലേ, അവരവിടെ കാരണം. അപ്പൊ എന്റെ കമ്മ്യൂണിറ്റിക്ക് കക്കൂല അങ്ങനെ ഒരു സാധനമുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരായിട്ട് മടിച്ചിടപഴകും. കാരണം അന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ക്രിസ്ത്യൻസ് മുസ്ലിംസിന്റെ ഇടപെടുന്ന വെച്ചാൽ 10 പേരെടുത്ത് മുട്ടുമ്പോൾ ഒരു 3 മുസ്ലിംസും 4 ക്രിസ്ത്യൻസും നമ്മളെ കൺവേർട്ട് ചെയ്യാൻ നോക്കും. അപ്പൊ ഈ ബൈബിൾ വചനങ്ങളും പിന്നെയാണ് അവർക്ക് മനസ്സിലായ അവർക്കതൊരു റിലീജിയസ് ഡ്യൂട്ടിയാണ്. അത് ഇപ്പൊ ഈ 1985 മുതൽ 2000 വരെ ക്രിസ്ത്യാനികൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് പത്രത്തിലൊന്നും ഇല്ലല്ലോ, എനിക്കറിയാലോ. കാരണം അന്ന് ഈ മറ്റേ ഒരു ശരാശരി കഴിഞ്ഞ ആലുവയിലെങ്കിലും അറ്റ്ലീസ്റ്റ് ക്രിസ്ത്യൻസ് വെരി പവർഫുൾ, മനസ്സിലായില്ലേ? അപ്പൊ ഈ നല്ല ദാതന്മാരുണ്ട്, ഇപ്പൊ മറ്റേ തോമസ് ഏട്ടൻ അങ്ങനെയൊക്കെ പറഞ്ഞു കുറേ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ശക്തി പ്രകടനമൊക്കെ ഉണ്ട്, മറ്റേ ഇതൊക്കെ. അതൊക്കെ കാണുമ്പോ ഇന്ന് RSS കാണുമ്പോ മുസ്ലിംസിനും ക്രിസ്ത്യൻസിനും ഒരു പേടിയില്ലേ? ആ ടൈപ്പ് പേടി എന്നും എനിക്ക് ഇതുണ്ട്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ എന്തുപറ്റിയെന്ന് വെച്ചാല് ഈ എന്റെ തൊട്ടടുത്ത് ഒരു ശരാശരി മുസ്ലിമോ ഇത് വരാണെങ്കിൽ അയാളായിട്ട് ഞാൻ എൻ്റെ ടേംസിൽ ഡീൽ ചെയ്യണം എന്നുള്ള രീതിയിലായി അറിയാതെ. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് അവര് വന്നിട്ട് ഇങ്ങനത്തെ ഇത് പറയുമ്പോൾ അവരെ എതിർക്കാൻ പഠിച്ചു. അതായത് ഞാൻ കുറച്ച് ഇസ്ലാമിനെ കുറിച്ച് പഠിച്ചു, കുറച്ച് ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് പഠിച്ചു, ഞാൻ ഭാവിയല്ല. അങ്ങനെ അടിച്ചടിച്ച് കഴിഞ്ഞപ്പോൾ എന്ന് വെച്ചാല് എനിക്ക് സ്പേസ് കിട്ടി. അപ്പോൾ സ്പേസ് കൂടുതൽ കിട്ടണമെങ്കിൽ എപ്പിസ്റ്റമോളജിക്കലി നിങ്ങൾ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഐച്ഛിക വിഷയത്തിലോ ഈവൻ ഏത് വിഷയത്തിലും ഒരാൾക്ക് ഒരു പ്യുവർ ഇന്റലക്റ്റിൽ എടുക്കാൻ പറ്റില്ല. അതാണ് എൻ്റെ എപ്പിസ്റ്റമോളജി. ഒരു കോൺസിക്വൻസ് ആണ്. ഏത് ഫിസിക്കൽ സർവൈവലാണ് വലുത്, സോഷ്യോ കൾച്ചറൽ സർവൈവൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിവ് സൊസൈറ്റിയിൽ നിന്ന് ഇത് കഴിഞ്ഞപ്പോൾ സൈക്കി ഫിസിക്കൽ ഇതും പെർസോണയും തമ്മിൽ അലൈൻ ചെയ്യാൻ നോക്കിയപ്പോഴാണ് എപ്പിസ്റ്റമോളജിക്കൽ ബെഞ്ച് മാർക്ക് വന്നു തുടങ്ങിയത്. പിടികിട്ടിയ കാരണം പർപ്പസ് ഡ്രിവൺ ആണെങ്കിൽ ആവില്ല. കാരണം ആദ്യം എപ്പിസ്റ്റമോളജി വിൽ കം ഫസ്റ്റ്. ഡിസ്കവറി ആണത്, മനസ്സിലായില്ലേ? അല്ല അപ്പൊ അത് ഇപ്പൊ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇതിൽ നിന്നൊക്കെ എന്തുകൊണ്ട് ലോ ബ്രേക്ക് ചെയ്തില്ല?
മനസ്സിലായില്ലേ? അതായത് ലീഗൽ ഒന്ന് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പൊ ഞാൻ കോമണിയാണ്, ഇപ്പൊ കോമണികൾ പൊതുവെ പെഴുതുറമാരാണ്, അങ്ങനെയാണ് സൈറ്റ്. ഇനിയിപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഒരു ഗ്യാങ് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനുള്ള ഒരു സാമൂഹ്യ പശ്ചാത്തലമല്ല ഹൈന്ദവരുടെ ഇടയിൽ. പിന്നുള്ളത് RSS ആണ്. RSS ഒരു നാഷണലിസ്റ്റ് ഓർഗനൈസേഷനാണ്. അവര് മുസ്ലിം വിരുദ്ധരൊന്നുമല്ല, ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞ മാതിരി. അവര് ദേശവിരുദ്ധരാണ് നോക്കുന്നത്. അപ്പൊ ദേശവിരുദ്ധരിൽ കൂടുതൽ മുസ്ലിംസ് വരുന്നതുകൊണ്ടാണ് ഈ ഫൈറ്റ് വരുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ നോക്കുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ 100 കൊല്ലമൊക്കെ ആയിട്ട് നന്നായി ബിസിനസ് ചെയ്യുന്ന കുറെ ഫാമിലിയിലെ ആൾക്കാരായിട്ട് ഇടപെടുന്നുണ്ട്. ഈവൻ എന്താ കാര്യം, മറ്റേ മുസ്ലിം ലീഗിന്റെ ഒരു വലിയ സ്റ്റേറ്റ് അധികാരിയായിട്ട് വരെ എനിക്ക് ഒരു ദിവസമൊക്കെ എനിക്ക് ഇന്ത്യൻ രാഷ്ട്രീയമൊക്കെ സംസാരിക്കാനൊക്കെ പറ്റി. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് മനസ്സിലായി, കാരണം വി ആർ ഓൾറെഡി ഇൻ ആൻ ഇന്റർപ്രറ്റഡ് വേൾഡ്. വാട്ട് യു സീ ഓൺ ദ ഔട്ട്സെറ്റ് ഈസ് നോട്ട് വാട്ട് റിയലി ഹാപ്പൻസ്. ഈ പല ഐഡിയോളജീസ് ക്ലാഷ് വരുമ്പോ കുറെ ഏജൻസ് അവർക്ക് പ്രസക്തി ഉണ്ടാക്കുന്നതാണ് ഈ സെറ്റിങ്ങില്, ഈ സോഷ്യൽ എവല്യൂഷനിൽ. മനസ്സിലായില്ലേ? അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാല്, എനിക്ക് ഇപ്പൊ ആളെ ഡീൽ ചെയ്യുമ്പോൾ ഞാൻ പശ്ചാത്തലം അനുസരിച്ചാണ്. ഇപ്പൊ ഞാനൊരു പദം വരെ ഉണ്ടാക്കി, ജാതിയാൽ പിറന്നത് തൂത്താ പോകില്ല. ജാതിയാൽ പിറന്നത് തൂത്താ പോകില്ല എന്നാണ്. പക്ഷെ അത് ഇപ്പൊ ഇഫ് ഈസ് ഫ്രം ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ കൊടുങ്ങല്ലൂര്, പറവൂര്, ഇനി ചേർത്തല, അവിടുത്തെ ഒരു ഈഴവ സമുദായത്തിലെ ഒരാള് എങ്ങനെ പെരുമാറും എന്നുള്ളത് നമുക്ക് അവിടുത്തെ സെറ്റിംഗിൽ നിന്ന് മനസ്സിലാവും. ഇപ്പൊ എന്റെയൊക്കെ ചെറുപ്പത്തിലെ മലപ്പുറത്ത് നിന്നുള്ള മുസ്ലിംസ് ആയിരുന്നു കുറച്ചും കൂടി ലിബറൽ. പക്ഷെ കുറെ കഴിഞ്ഞപ്പോ ഈ മദ്രസ മറ്റേ ഓതി എം അക്ബറുമായിട്ട് അവരെ അങ്ങനെ ക്ലോസ്ഡ് ആക്കി. കാരണം അവർക്ക് ഇസ്ലാമിക് ഐഡന്റിറ്റി പ്രൂവ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അവർ ഭൂരിപക്ഷമായിരുന്നു. അപ്പൊ ഐ എം സെയിങ് ടിൽ 95 2000 വരെ. അപ്പൊ ഇപ്പൊ ക്രിസ്ത്യൻസ് തന്നെ പണ്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, അവരുടെ വിചാരം കേരളം മുഴുവൻ ക്രിസ്ത്യാനികളാണ്. അവര് നോൺ ക്രിസ്ത്യൻസ് ആയിട്ട് എടുക്കൂല. അപ്പോ എന്ത് പറ്റുമെന്ന് വെച്ചാല്, ഇവര് ബിജു, മറ്റേ എന്താ പറയാ, ജനറൽ പേരൊക്കെ കണ്ടു കഴിഞ്ഞാല് ഇവരിപ്പോ അപ്പൊ തന്നെ ഇവര് ക്രിസ്ത്യൻസ് ആണ് അസ്യൂം ചെയ്ത് ഏത് ഇടവകയിലാന്നൊക്കെ ചോദിക്കും. അതായത് അവർക്കൊരു ക്രിസ്തീയ വീക്ഷണമുണ്ട് മറ്റേ കേരള ചരിത്രത്തെ കുറിച്ച്. നമ്മള് ഈ മറ്റേ കേരള ഹിസ്റ്ററിയുടെ ശ്രീധരമേനോന്റെ ബുക്കൊക്കെ വായിക്കുന്ന സാധനമല്ല കാണുന്നത്, ഹിസ്റ്റോറിയൻസിന്റെ ബുക്കല്ല അവര് പറയുന്നത്. മനസ്സിലായില്ലേ? ഇപ്പൊ അവർക്കൊരു കമ്മ്യൂണിസ്റ്റ് വിരോധം വരാൻ കാരണം എന്ന് വെച്ചാല്, അവരിലെ പ്രമാണിമാരുടെ ലാൻഡ് പിടിച്ചിറക്കി എന്നുള്ള രീതിയിൽ ആലപ്പുഴയിലൊക്കെ അങ്ങനെ വരികയും ചെയ്തു. അപ്പൊ ഒരു ശരാശരി ക്രിസ്ത്യൻ ആലപ്പുഴ പറഞ്ഞ വെച്ചാല്, ഈ ഈഴവ നേതാക്കന്മാർക്ക് കോംപ്ലക്സ് അടിച്ചപ്പോ ഈ കമ്മ്യൂണിസ്റ്റിന്റെ കൂടെ ചേർന്നിട്ട് ക്രിസ്ത്യാനികളുടെ ലാൻഡ് അടിച്ചെടുത്താന്നാണ് ഈ എന്റെ അടുത്തുള്ള ആലപ്പുഴ എടത്വ മേഖലകളിലുള്ള ആൾക്കാരുടെയൊക്കെ മെറ്റാഫിസിക്സ്. മനസ്സിലായോ? അപ്പോ ഇങ്ങനെ ഇതുണ്ട്. ഇപ്പൊ കൊടുങ്ങല്ലൂർ ഈ എന്താ പറയാ, ഇപ്പൊ പറവൂർ മേഖലയുള്ളവരുടെയൊക്കെ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്പൂരിമാരെ കൂടി ഇഴവരെ സൈറ്റ് ചെയ്ത് വെച്ചേക്കാം CPM-കാർ. അപ്പൊ അങ്ങനെ ഓരോരുത്തർക്ക് അവരുടെ നറേറ്റീവ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ കൂടി യൂണിവേഴ്സൽ എക്സ്പെർട്ടൈസ് ഉണ്ടാക്കാൻ നോക്കിയപ്പോഴാണ് ഇതെല്ലാം ഉണ്ടായത്. നമ്മൾ ചെല്ലുമ്പോ ഇപ്പൊ ഞാൻ സാധാരണ ഒരു ഹൈന്ദവ നവോത്ഥാനം എന്നുള്ള രീതിയിലാണ് ഞാൻ തുടങ്ങിയെങ്കിലും, പിന്നെ എനിബഡി ഹു ലിസൺസ് ടു മീ, ഇപ്പൊ ഒരു കൊങ്ങണി ഞാൻ പറഞ്ഞാൽ കേൾക്കൂല. അതിപ്പോ അങ്ങനെയല്ല. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ പേര് കാത്തലിക് എക്സസൈസ് ആണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ, ഹി ലവ്സ് കാത്തലിക്സ് ബട്ട് കാത്തലിക്സ് ഡസന്റ് സീം ടു ലവ് ഇത് തന്നെ. അപ്പൊ അത് ഇനി ഇവോൾഡ് സമുദായത്തില്, സ്വന്തം സമുദായത്തിലെ ആൾക്കാരോട് ഒരു ഇതുണ്ട്. അതേമാതിരി തന്നെ സ്വന്തം രാജ്യത്തുകാരോട് പിച്ചറിയും. മനസ്സിലായില്ലേ? കാരണം ഖത്തർ എയർവേസ് ഞാൻ സ്ഥിരം കമ്പനികളൊക്കെ പറയുമ്പോൾ ബുക്ക് ചെയ്യാൻ പറയും. എനിക്ക് ഖത്തർ എയർവേസ് ഇഷ്ടമാണ്, പക്ഷെ ഖത്തറികൾക്ക് ഒരു കാര്യമില്ല. അതേമാതിരി തന്നെ ഞാൻ എയർ ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ആക്സിഡന്റലി പ്രാവശ്യം എനിക്ക് ടിക്കറ്റ് തന്നു. അപ്പൊ ഞാൻ ഐ ഹാവ് ദ ബെസ്റ്റ് ജേർണി ഇൻ ദ വേൾഡ്. പിന്നെ ഞാൻ പല സ്ഥലത്തും ഞാൻ എയർ ഇന്ത്യ പ്രിഫർ ചെയ്യണം. മനസ്സിലായില്ലേ? അതൊക്കെ ഈ മറ്റേ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ വെറൈറ്റി തേടിയുള്ള പൊക്കിന്ന് വരുന്നതാണ്. അല്ല, അപ്പോൾ ഈ സ്ട്രക്ചേഴ്സ് റെപ്ലിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അതായത് ഇപ്പോൾ മൈക്രോ ടു മാക്രോ എന്നുള്ളൊരു പോയിന്റ് ഓഫ് എടുക്കുകയാണെങ്കിൽ ലീനിയർ ആയി പോകും. അതുപോലെ തിരിച്ചാണെങ്കിലും ഇപ്പോൾ എനിക്കൊക്കെ എൻ്റെയൊക്കെ ഓറിയന്റേഷൻ തിരിച്ചുള്ള വ്യൂ ആണ് ശരിക്കും. തെറ്റ് പറയുന്നില്ല. ഇതിപ്പോ ഞാൻ പറയട്ടെ, ഞാനൊരു പ്രത്യേക കാലഘട്ടത്തിൽ ജനിച്ചുകൊണ്ട്, അതായത്
ഈ 1989 1995 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാമജന്മഭൂമി ബാബറി മസ്ജിദ് വിഷയം മറയാക്കിക്കൊണ്ട് ഇസ്ലാമിക സംഘടനകളെ ഏറ്റവും കൂടുതൽ ശക്തി ആർജിച്ച സമയം അത്. ISS എന്ന് പറഞ്ഞ മദനിയുടെ വന്നു, പിന്നെ അത് PDP എന്നുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാറി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാദാപുരം സംഭവം ഉണ്ടാവുന്നത്. അങ്ങനെയാണ് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് ആണ്, പിന്നെ NDF ആയി, അത് PFI ആയത്. മനസ്സിലായില്ലേ? അപ്പോ ആ 85-ന്റെ പശ്ചാത്തലത്തില് അത് വെച്ചാൽ 1992 ആലുവ ചന്തയിലൊരു ഞങ്ങളൊക്കെ ഉണ്ണിച്ചേട്ടൻ വിളിക്കുന്ന പുള്ളിയുടെ പൊട്ടുമാച്ച് ചായ തട്ടുകടയിൽ വെച്ച്. അപ്പോ അവിടെ അടിയും പിടിയായി കഴിഞ്ഞപ്പോ അതിലെ ഒരു ടീമിനെ പോയി RSR വഴി അടിച്ചു. അപ്പൊ എന്ത് ചെയ്തു, അവിടുത്തെ ക്രിസ്ത്യാനികൾ ഇവരൊക്കെ കൂടി ചേർന്ന് മറ്റേ ടൗണിൽ പന്തംകുളത്തി പ്രകടനം നടത്തി കഴിഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ അച്ഛനും കുറെ ആൾക്കാരൊക്കെ വന്നു. അപ്പൊ ഒരു പുള്ളി കോൺഗ്രസ്സുകാരനായിരുന്നു, പുള്ളി സെക്കുലർ ആണെന്ന് കാണിക്കാൻ വേണ്ടി പുള്ളി കടയുടെ പുറത്ത് നിന്ന് പുള്ളിയുടെ കടയും കത്തിച്ച് പുള്ളിക്കിട്ടാൻ ഇടിയിടിച്ചു. അങ്ങനെ പുള്ളി ഒരു 2 ആഴ്ച പുള്ളി ആശുപത്രി കിടന്ന്. അനന്തപ്രഭു എന്ന പുള്ളിയുടെ പേര് ആണ്. ഈ പഴയ ഇതെടുത്ത് നോക്കിയാൽ പുള്ളി, പക്ഷെ പോലീസ് ഇതിലൊന്നും അതുകൊണ്ടാണ് വന്നത്. പുള്ളി ആ ജാള്യത ഉണ്ടല്ലോ, കോൺഗ്രസ്സുകാരനായിട്ടും എനിക്ക് ഇടി കിട്ടി എന്നുള്ളത്. കാരണം അത് ആളുകൾ വേറെ സംഭവിച്ചു. അതായത് ഈ സെമറ്റിക് മതങ്ങളുടെ പ്രത്യേകത എന്താ വെച്ചാൽ അവർ ഏത് പൊളിറ്റിക്കൽ പാർട്ടിയാണെങ്കിലും കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി വരുമ്പോ അവരിതായി. അപ്പൊ അന്ന് ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ആയിരുന്നു. അതായത് ഈ മറ്റേ മുഹമ്മദ് കൂളായിട്ട് പറ്റിച്ചല്ലോ, അതായത് ബൈബിളിന്റെ എക്സ്റ്റൻഷൻ ആണ് ഖുറാൻ. മനസ്സിലായില്ലേ? അപ്പൊ ഇവര് ഭയങ്കര ഭയമായിരുന്നെന്ന്. അതായത് അപ്പൊ എന്നോട് പറയേ, തിരുവനന്തപുരത്ത് വന്ന് പറയും, നിങ്ങളുടെ ആൾക്കാര് ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്. അപ്പൊ നിങ്ങളുടെ ആൾക്കാരോ? ഞാൻ നോക്കുമ്പോ തിരുവനന്തപുരത്ത് ഇങ്ങനെ കൊമ്മ്യൂണികളാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മനസ്സിലായോ? അപ്പൊ അവര് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പിന്നെ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഈ കച്ചവടക്കാരുടെ ഇടയിൽ മുസ്ലിംസും ക്രിസ്ത്യൻസും തമ്മിൽ നല്ല ഫൈറ്റ് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ദാറ്റ് ബിക്കേം വെരി ഈസി. അപ്പൊ കുറെ കഴിഞ്ഞപ്പോ എന്ത് പറ്റിയെന്ന് വെച്ചാല് 2001 ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോ September 11 ബോംബ് ബ്ലാസ്റ്റ് നടന്നു. പിറ്റേ ദിവസം കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ക്രിസ്ത്യാനികളും മറ്റേ കോയമാരും തമ്മിൽ വാക്വാദം ഞാൻ എഞ്ചിനീയർ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പൈനറി കോൺട്രിബ്യൂഷൻ ടു ഹിന്ദു സൊസൈറ്റി. മനസ്സിലായ? അപ്പൊ അതായത് ഞാൻ നോക്കുമ്പോ ലോകത്ത് എല്ലായിടത്തും ക്രിസ്ത്യാനിറ്റിയും ഇസ്ലാമും തമ്മിൽ ഫൈറ്റ്. കേരളത്തിൽ നോക്കി കഴിഞ്ഞപ്പോ ഭയങ്കര ഐക്യം. അപ്പൊ അതിന്റെ കാരണം ഉമ്മൻചാണ്ടി മറ്റേ കുഞ്ഞാലിക്കുട്ടി അച്യുതുണ്ടായിരുന്നു. പിന്നെ എന്തു പറ്റി, കൊളംബോ ബോംബ് ബ്ലാസ്റ്റ് വന്നു. അപ്പോ ക്രിസ്ത്യൻസിന് ഇതായി തുടങ്ങി. പിന്നെ 80-20 വിഭാഗം, ലവ് ജിഹാദ്, അങ്ങനെ ഓരോന്ന് വന്നപ്പോഴാണ് മറ്റേ ക്രിസ്ത്യൻസിന് വെളി വന്നത്. മനസ്സിലായില്ലേ? അതിപ്പോഴും എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്താ വെച്ചാല്, ഇപ്പൊ ക്രിസ്ത്യൻസ് നാളെ വേണമെങ്കിൽ പ്ലേറ്റ് മാറ്റും. കാരണം അവർക്ക് എപ്പോഴും അധികാരവർഗത്തിന് കൂടെ നിൽക്കുന്നതാണ് ഒരു പള്ളിയിലച്ഛൻ തന്നെ പറഞ്ഞിട്ട്. മനസ്സിലായില്ലേ? അപ്പോ ഞാൻ പല ക്രിസ്ത്യൻസ് ആയിട്ട് നോക്കി കഴിഞ്ഞപ്പോ അവർക്കുള്ളിൽ നല്ല ജാള്യതയുണ്ട്. സഭയെ കൊണ്ട് അവർക്ക് കുറെ ഗുണം കിട്ടി. അല്ല, സഭയ്ക്ക് കുറെ ഗുണം കിട്ടി അവരെ കൊണ്ട്. പക്ഷെ അവരുടെ ഒരു പ്രശ്നം വന്നപ്പോ, ഇപ്പൊ ജോസഫ് മാഷ്ട കൈവെട്ടിയപ്പോഴോ മറ്റേ ഇത് വന്നപ്പോഴൊന്നും ഇത് ചെയ്യാനില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്താ പറയാ, അപ്പൊ കേരളത്തിൽ ഒരു ഹൈന്ദവന് ജീവിക്കണമെങ്കിൽ ക്രിസ്ത്യൻസും മുസ്ലിംസും കൺസോളിഡേറ്റ് ചെയ്യാൻ പാടില്ല. ക്രിസ്ത്യൻസും മുസ്ലിംസും കൺസോളിഡേറ്റ് ചെയ്തില്ലെങ്കിൽ ലെഫ്റ്റ് ജയിക്കും. ലെഫ്റ്റ് ചിലപ്പോ അത്ര കെയർ ചെയ്യില്ല. അപ്പൊ ലെഫ്റ്റിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഈച്ച് ഇയർ 2% ഓഫ് വോട്ട് ഹിന്ദുക്കളിലോട്ട് പോട്ടെ, ഈ മുസ്ലിംസിന്റെ നിന്ന് അത്രയും വോട്ട് വന്നു കഴിഞ്ഞാല് കോൺഗ്രസ് വീക്ക് ആവുന്നുള്ളതാണ്. അങ്ങനെയാണ് മമത 30 കൊല്ലം ഭരിച്ചത്. മനസ്സിലായില്ലേ? ഇനി അപ്പൊ ഇങ്ങനത്തെയൊക്കെ ഈ ആൾക്കാർ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതിപ്പോ ആനക്ഡോട്ടലാന്ന് വിശ്വസിക്കരുത്. ഇതിനെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയണേ. മനസ്സിലായി? കാരണം ഇപ്പൊ നമ്മളോട് വന്ന് ഇപ്പൊ പൈന്ന് കാണുമ്പോ അർസാറിനായിരിക്കും അല്ലേ, എനിക്ക് പിന്നെ പറഞ്ഞാലും മടിയൊന്നുമില്ല. അപ്പൊ ഒരു മുൻവിധിയോടെ വരുന്ന, അതായത് ഇപ്പൊ പല കത്തോലിക്ക വിഭാഗങ്ങൾക്കൊക്കെ അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ഈ ഇൻഡിവിജ്വൽസ് വന്ന് നമ്മളോട് പറയുന്നതിനെ ക്ലാസ് ലെവലിലോട്ട് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യാൻ പറ്റിയോണ്ടാണ് മറ്റേ ഫിസിക്കൽ സർവൈവലിൽ ഉറപ്പുവരുത്തിയത്, സൈക്കോളജിക്കൽ സർവൈവലിൽ ഉറപ്പുവരുത്തി.
ചെറുത്. അപ്പൊ ഇത് റെപ്ലിക്കേറ്റ് ചെയ്യണമെന്നല്ല ഞാൻ പറയണേ, പക്ഷെ വാട്ട് എവർ ഐ എം സേയിങ്, നമ്മൾ അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് എവിടെയും ജീവിക്കുന്നത്. അപ്പൊ പല ഹിന്ദുക്കളുടെയും വിചാരം എന്താ പറയുക, ഓക്കെ ഞാൻ ഗുജറാത്തിലോട്ട് പോകുന്നു, അവിടെ ഭയങ്കര വയലന്റാ മുസ്ലിംസ് ഒക്കെ, മനസ്സിലായ? അപ്പൊ അതുകൊണ്ടാണ് അവിടെ BJP എപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കണേ. അതായത് ഈ കേരളത്തിലെ ആൾക്കാർ ഭേദമൊന്നും മനസ്സിലല്ലേ, അപ്പൊ അറ്റ്ലീസ്റ്റ് ഇടപഴകി ജീവിക്കുന്നുണ്ട്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലൊക്കെ എന്താ വെച്ചാൽ ഇവര് പല ഈ ആൾക്കാരെ ഞാൻ ബയാസ് കണ്ടിട്ടുണ്ട്, അവിടെയൊക്കെ മുസ്ലിം ലൊക്കാലിറ്റീസ് ഉണ്ട്, അങ്ങോട്ട് പോകില്ലേ ഇവന്മാര്? പോലീസ് പോലും പോവില്ല. അതിപ്പോ ഇതൊന്നും പറഞ്ഞില്ല, ഈ ഒരു 25 years മുമ്പ് പല ക്രിസ്ത്യൻ ഭൂരിപക്ഷം കേന്ദ്രങ്ങളിലും മറ്റേ KCBർക്ക് മീറ്റർ റീഡിങ്ങിന് പോകാൻ പറ്റില്ലായിരുന്നു മര്യാദക്ക്. അപ്പൊ നമ്മളിങ്ങനെ കാണുമ്പോൾ എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഒരു വേൾഡില്, ഡേഞ്ചറസ് വേൾഡില് ജീവിക്കാനുള്ള ഒരു ഉഗ്രൻ ലബോറട്ടറിയാ കേരളം. അത് കണ്ടില്ല എന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് സർവൈവൽ കിട്ടുമെന്നല്ല പറയണേ, റിസ്ക് പറഞ്ഞേ. അല്ലെങ്കിൽ എന്തൊക്കെ പറയാ വശത്തെ ഇത്രയും ബുദ്ധി വെക്കൂലെന്നേ. കാരണം നിങ്ങൾ കാലത്ത് മുതൽ വൈകുന്നേരം വരെ മറ്റുള്ളവരെ പ്രീണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഹിന്ദുക്കള്, ഞാൻ സംഘപരിവാറിനല്ല, കോയമാര് പറയണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ബോംബ് സ്ഫോടനക്കാരനല്ല, ക്രിസ്ത്യാനിയോട് പറയും ഞാൻ കൃഷി, ഇവരെല്ലാവരും പ്രൂവ് ചെയ്തോണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും, മനസ്സിലായില്ലേ? കമ്മ്യൂണിസ്റ്റുകാരന് അവൻ ക്യാപിറ്റലിസ്റ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ നടക്കണം. നായര് ഞാൻ അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് നുണകളിലാണ് വിശ്വസിച്ചത്, ക്യാപിറ്റലിസ്റ്റ് നുണയിൽ വിശ്വസിച്ചിരുന്നത് കച്ചവടത്തിന് ഊന്നൽ കിട്ടിയാണ്. അങ്ങനെയാണ് കേരളത്തിലെ ഓൺട്രപ്രണർഷിപ്പ്, അതായത് വ്യാപാരിയായ യൂസഫ് അലിയെ വ്യവസായിയായ അദാനിയുടെ മുകളിൽ കാണുന്നു കേരളം. അപ്പൊ അതില് ഓക്കെ വർഗീയ ഒരു ആംഗിൾ ഉണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ അപ്പൊ ഇത് ഒരു കാരണം ഇത് ഇഗ്നോർ ചെയ്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഫിസിക്കൽ സർവൈവൽ ഉറപ്പ് വരുന്നത്? ഇത് അറിഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല ചെറുതെ, മനസ്സിലായ? അല്ല, പക്ഷെ ഇതിനെയൊക്കെ അപ്പൊ ഇപ്പൊ മറ്റേ എന്താ പറയാ, ഒരു സബ്ജക്റ്റീവ് സെറ്റിങ്ങിൽ ഉണ്ടായ എക്സ്പീരിയൻസിനെ ഓവർ എ പീരീഡ് ഓഫ് ടൈം അക്രോസ് ദ ജോഗ്രഫി ഒബ്സർവ് ചെയ്തപ്പോ അവിടെ നിന്ന് ഇപ്പൊ ഞാൻ ഈ പ്രോബ്ലത്തെ കുറിച്ച് പഠിക്കാൻ വേണ്ടി സാൻ ഫ്രാൻസിസ്കോയില് ഞാൻ 2005 പോയി കഴിഞ്ഞപ്പോ അവിടുത്തെ മറ്റേ ഇമിഗ്രന്റ് നൈബർഹുഡിൽ പോയി. ഞാൻ ഡെൻമാർക്കില് ഇതുണ്ട്, ജർമ്മനി മ്യൂണിക്കിൽ പോയപ്പോ പോയി, മനസ്സിലായല്ലേ? അതേമാതിരി ശ്രീലങ്ക പോയി കഴിഞ്ഞപ്പോ ഒരു പണാതുരെ അങ്ങനത്തെ ഒരു സ്ഥലമുണ്ട്, അവിടെയൊക്കെ ഞാൻ പോയി. ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി നോക്കും. അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് അങ്ങനെ നോക്കുമ്പോ ഭയം വരില്ലേ എന്നുള്ളൊരു ചോദ്യം ഉണ്ടോ? ഇല്ല അതല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചതിന്റെ സെൻസ് അതായത് നമുക്ക് ഇതിപ്പോ എക്സ്പോർട്ടബിൾ റീസണിങ് സ്ട്രക്ചേഴ്സ് ഉണ്ടല്ലോ ഇപ്പൊ അതിനകത്ത്, ഇപ്പൊ ഐഡിയോളജിക്കൽ എലമെന്റ്സ് എന്നുള്ളതല്ല, അതിപ്പോ സ്പെസിഫിക് പാത്ത് സാറ് ട്രേസ് ചെയ്തതാണ്. അതല്ലാത്ത സ്ട്രക്ചർ, അതായത് സ്ട്രക്ചർ ഉണ്ട്. ഓൾ ഓർ ഈക്വൽ അതിന് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പ്രൊപ്പഗാൻഡ ഉണ്ട്, ഇത് രണ്ടും എക്സ്ട്രീമാണ്. പക്ഷെ ഒരു അല്ല അതിനെ ഞാൻ കാണുന്നത് മറ്റേ ഇപ്പോൾ അതായത് വേൾഡിൻ്റെ എക്കണോമിക് മോഡൽസ് എങ്ങനെ ഇവോൾവ് ആയി ഡോമിനൻ്റ് ഏതാണെന്നുള്ള ഇതിലാണ്. അതും ഈ സോഷ്യോ പൊളിറ്റിക്കൽ അല്ല, അത് പക്ഷേ ഞാൻ പറയട്ടെ, മറ്റേ ബ്രോഡ് സെൻസ് യു ആർ ട്രൂ, ബട്ട് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു അഫക്ട് യു എന്നുള്ളത് എങ്ങനെ കണ്ടുപിടിക്കും? അല്ല അതാണ് അവിടെയാണ് ഞാൻ സാറിൻ്റെ അടുത്ത് മൈക്രോ ടു മാക്രോ നാവിഗേഷൻ ആണ് സാർ നടത്തിയെന്നുള്ളതാണ് ഞാനിപ്പോൾ ഇതിൽ നിന്ന് റീഡ് ചെയ്യണേ. അതെ, ഞാൻ മൈക്രോ ടു മാക്രോയിലേക്ക് തന്നെ. അപ്പൊ മാക്രോന്ന് മൈക്രോയിലോട്ട് വരികയെന്ന് പറഞ്ഞാൽ, പക്ഷെ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ഈ എംപിരിക്കൽ ഗ്രൗണ്ടിങ് എന്ന് പറഞ്ഞ വരി നിങ്ങളുടെ ചുറ്റും കാണുന്ന, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ബ്രിട്ടീഷ് ലോവർ മിഡിൽ ക്ലാസ് ഡിസൊല്യൂഷൻഡ് ആണോ അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ ഇടയ്ക്ക് എന്താണ്?
ചിലപ്പോൾ നിങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവില്ല, ഞാൻ അതിന് വേണ്ടി നടന്നുകൊണ്ടാട്ടോ. അല്ല ആണ് അത് എക്കണോമിക് ആംഗിളിലല്ലേ ശരിക്കും അല്ലല്ല പ്രൈമറി അല്ല, എക്കണോമിക് ആംഗിൾ ബ്രിട്ടീഷ് എക്കണോമി ചെറുതായിട്ട് സ്ലംപ് ചെയ്യുന്നത് കേൾക്കുന്നുണ്ട്. അതാണ്. പക്ഷേ അവർക്ക് അവസരം നിഷേധിക്കപ്പെടുന്നു എന്നുള്ള ആംഗിള് കണക്കിലെടുത്തില്ലെങ്കിൽ നിങ്ങൾ പോയി ചില നെയ്ബർഹുഡിൽ പോയി ജീവിക്കാൻ പറ്റും. ഇല്ല ഇപ്പൊ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്കറിയില്ലായിരുന്നു കേട്ടോ, ഞാൻ ക്ലബ് ഹൗസിലാണ് ആദ്യമായിട്ട് കേട്ടെ. ഒരു മലയാളി എന്ന് പറഞ്ഞേ സോൺസ് വെച്ചിട്ട് അവർ ഐഡന്റിഫൈ ചെയ്യണേ നിങ്ങൾ ആരാന്ന്. അപ്പൊ ഞാൻ ടു മൈ സർപ്രൈസ് ഞാൻ നോക്കി ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിലും ഇതൊരു ഇമിഗ്രന്റ് ഇതായിട്ടാണ് ഫ്ലാഗ് ചെയ്തേക്കുന്നത്. അപ്പോ നിങ്ങൾക്ക് വരുന്ന അല്ല സാറേ ഇവിടെ ഓക്കെ, അതായത് എൻ്റെ മെറ്റാഫിസിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇമിഗ്രൻസ് ക്യാൻ ഓൺലി സർവൈവ് ഇൻ സിറ്റീസ് എന്നാണ്. അത് ഷുവറായിട്ട് അല്ല, ഞാൻ സിറ്റി ആണെങ്കിൽ തന്നെ അല്ല, അത് ഒരു ഞാൻ ഇറ്റ്സ് എ വണ്ടർഫുൾ ഒബ്സർവേഷൻ. ഈ ഇപ്പൊ സബർബിൽ വന്ന് ജീവിച്ചാലും ഞാൻ പറഞ്ഞ ചോദിച്ചാല് ഈ അല്ല അത് കാരണം അതൊരു ഇറ്റ്സ് എ ഡിഫറെന്റ് ടോപ്പിക്, ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ടോപ്പിക് വി ഷുഡ് ആക്ച്വലി. കാരണം ഈ നിങ്ങൾ ഈ പറഞ്ഞില്ലേ, എനിക്കൊരു 3-4 ഇന്റർവ്യൂ പോയത് ഞാൻ UK മറ്റേ ലണ്ടനിലോട്ട് റീലൊക്കേറ്റ് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ ഞാൻ പറ്റില്ല എന്ന് പറയുമ്പോഴാണ് മനസ്സിലായ. കാരണം ഞാൻ കമ്മ്യൂട്ട് ചെയ്യാന്ന് വിചാരിക്കണേ, കമ്മ്യൂട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ, മനസ്സിലായേ. അല്ല അപ്പൊ കറക്റ്റ് ആണ്. അല്ലെ, ഞാൻ ഓപ്പർച്യൂണിറ്റി പോയിന്റ് ഓഫ് വ്യൂല് മാത്രമല്ല പറയണത്. അതായത് ഈ നമുക്ക് അതായത് ഒരു ഇപ്പം ഞാനിപ്പോൾ അവിടെ ഇപ്പോൾ കൊച്ചിയിൽ ഫ്ലാറ്റിൽ ജീവിച്ചതും ഇവിടുത്തെ ഫ്ലാറ്റിൽ ജീവിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമില്ല. തണുപ്പുണ്ടെന്ന് നല്ല ഡിഫറൻസേ ഉള്ളൂ. ആ ഒരു അല്ല ഇൻഫ്രാസ്ട്രക്ചർ പോയിന്റ് ഓഫ് വ്യൂവിലും പിന്നെ നമുക്ക് നമ്മുടെ സ്പേസ് കിട്ടാനായിട്ട് ഏറ്റവും ബെസ്റ്റും സിറ്റി തന്നെയാണ്. കാരണം ഈ ഒരു റൂറൽ നൈബർഹുഡിലുണ്ടല്ലോ ഭയങ്കര ഒരു ബ്രിട്ടീഷ് ഡിസിപ്ലിൻ അല്ലെങ്കിൽ അവരുടെ ഒരു ലെവലിലോട്ടൊക്കെ നമ്മൾ അവരുടെ പാരാമീറ്റർ പുറത്തായിരിക്കും. നമ്മൾ വെറുതെ ഒന്ന് സംസാരിച്ചാൽ മതി റോഡിൽ കൂടി. അല്ല അപ്പൊ അത് കറക്റ്റാ അല്ലല്ല. അപ്പൊ ഞാൻ പറഞ്ഞാല് ഈ ഒരു എക്കണോമിക് ആംഗിൾ അല്ലാതെ അതിനൊരു സോഷ്യോ ഇവിടുത്തെ ഇമിഗ്രേഷൻ തിങ്ങായിട്ട് തന്നെ നല്ല ബന്ധമുണ്ട്. 40,000 ഇമിഗ്രൻസ് എല്ലാ കൊല്ലവും ഇല്ലീഗലായിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞു. 20 ആയിരുന്നു ആദ്യം. അപ്പൊ ഇവര് ഇപ്പൊ ഇവിടെ തന്നെ ഒരു നൈബർഹുഡ് ഉണ്ട്, അവിടെ നമുക്ക് സ്ഥലമൊന്നും കിട്ടില്ല, വാടകയൊന്നും കിട്ടില്ല, മനസ്സിലായില്ലേ. കാരണം അവിടെ വെൽ ഓഫ് ആയിട്ടുള്ള ആൾക്കാരുകളെ ആൻഡ് ടു എ സർട്ടൻ എക്സ്റ്റെന്റ് ദേ ആർ റൈറ്റ് എന്ന് ഞാൻ പറയുള്ളൂ, മനസ്സിലായ. കാരണം നമ്മുടെ നാട്ടിൽ നിന്ന് വന്നവര് അവിടെ പോയി ഒരു പള്ളി പണിയാനോ ഒക്കെ നോക്കിയാൽ മതി. അപ്പൊ അപ്പൊ അവരുടെ ആ ഒരു ഞാൻ പറയട്ടെ, ഇതിപ്പോ എല്ലായിടത്തും ഈ പ്രശ്നമുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് എക്കണോമിക് മൈഗ്രന്റ് ആയിട്ടാണ് വന്നതെങ്കിൽ എക്കണോമിക് മൈഗ്രന്റ് ആയിട്ട് ജീവിക്കണം, വേണ്ടേ? അപ്പൊ അവിടെ മറ്റേ സോഷ്യൽ ആക്ടിവിറ്റി ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ചെയ്യാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ അലൗ ഇറ്റ്. ബട്ട് ഇപ്പൊ ഇവിടെ ഒരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ, ഇപ്പൊ ഇന്ത്യക്കാർക്ക് കുറെ ഗുണം കിട്ടിയെന്ന് വെച്ചാൽ, ഹിന്ദുക്കൾക്ക് ഗുണം കിട്ടിയെന്ന് വെച്ചാല് ഈ മറ്റേ ഇവിടെ അവിടെ അമ്പലങ്ങളുണ്ടെങ്കിലും തിരിച്ചടിക്കാനുള്ള ധൈര്യമൊന്നുമില്ല ഇത്തവരാണല്ലോ, മനസ്സിലായില്ലേ. മറ്റേ മുസ്ലിംസ് തന്നെയല്ല, അവര് ഒരുമിച്ച് വരും, അക്രോസ് ദ നാഷണാലിറ്റി വരും. ഇവിടെ തന്നെ പണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ആയിരുന്നെങ്കിൽ അതിനെ പിടിച്ച നേരെ അങ്ങോട്ട് ഇന്ത്യ മുസ്ലിം എന്നാക്കിന്ന് പാകിസ്ഥാൻകാർ. അങ്ങനെയാണ് ലസ്കറിന്റെ കുറെ ഹിന്ദുക്കൾക്ക് ഇടിയിട്ടേ. അതിൽ ഞാൻ കുറച്ച് ക്രിസ്ത്യൻസിനോട് പറയുമ്പോ അവര് ഞങ്ങളൊക്കെ മതേതരത്വക്കാരാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ലാസ്റ്റ് പേടിപ്പിച്ച് എടാ നീ ക്രിസ്ത്യനാണെന്നിങ്ങനെ അവരറിയുമെന്ന് ചോദിച്ചു. ഇവിടെ കിട്ടിയ പിന്നെ ഇപ്പൊ ഇവിടെ ഒരു ചർച്ച തുടങ്ങണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആംഗ്ലിക്കൻ ചർച്ച ആണല്ലോ. വാടകയ്ക്ക് എടുത്ത് ചെയ്യുമ്പോ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ചർച്ച മാത്രമല്ല, ഇപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിലൊരു കേരളത്തിൽ നിന്ന് ഒരാളൊക്കെ വല്ല എന്താ പറയാ ഈ കാന്തപുരത്തിന്റെ ആളോ ഇനി അല്ലെങ്കിൽ ഈ പാകിസ്ഥാനിൽ നിന്നൊക്കെ വരാതെ ഇവിടെ മോസ്കോ പണിയുന്നു അല്ലെങ്കിൽ വാങ്ങിക്കുമെന്ന്, മനസ്സിലായ.
ഇത് ഈ മറ്റേ സക്കാത്ത് മണി വെച്ചിട്ടാണ് ഇതൊക്കെ വാങ്ങിക്കണേ. അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നം. വെള്ളക്കാരൻ അങ്ങനെ അല്ല. അപ്പൊ നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യണം. അതായത് പലപ്പോഴും നമ്മൾ സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ റേസിസം കാണാം. അത് ആ റേസിസം അവൻ നമ്മളോട് കാണിക്കണല്ല, അവന്റെ ക്ലാസ് അറ്റാക്ക് ആണത്. മനസ്സിലായ? നമ്മളവിടെ വട്ടം വരും. ഒരു ദിവസം ഒരു ബസ്സിൽ ഞാൻ കയറിയപ്പോ ഒരാള് ഭയങ്കരമായിട്ട് തെറി വിളിക്കണം. അപ്പൊ വേണമെങ്കിൽ എനിക്കെതിരെയുള്ള തെറിയാന്ന് പറയാം. മനസ്സിലായ? ഞാൻ അയാളുടെ ഫേസുമ്പോ തന്നെ പോയി നോക്കി. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാല് വേറൊരു കർബൻ ചെറുതായിട്ട് റിയാക്ട് ചെയ്യുന്ന ഒരു വെള്ളക്കാരന് തോന്നി. മനസ്സിലായ? അപ്പൊ അയാൾ എന്ത് ചെയ്ത്, ഇപ്പൊ കർബൻ പിടിച്ചൊരു വെള്ളക്കാരനെ ഇടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഈ കർബൻ ഇടിക്കേണ്ടി വരില്ലേ? അങ്ങനെ സിറ്റുവേഷൻ ഞാൻ വിചാരിച്ച് കർബൻ ഇടി കൊണ്ടു. പക്ഷെ ടു മൈ സർപ്രൈസ് അവരൊരു ലെഫ്റ്റിസ്റ്റ് വെള്ളക്കാരായിരുന്നു തോന്നുന്നു. അയാളോട് ചൂടായി. പിന്നെ എനിക്ക് മനസ്സിലായി ആ വെള്ളക്കാരനാണ് സെൻസിബിൾ എന്ന്. മനസ്സിലായ? അയാള് പ്രിയംപ്റ്റ് ചെയ്താന്ന്. ഇതിപ്പോ എന്താ അറിയാമോ, ഇപ്പൊ ബ്രിട്ടനില് ഇപ്പൊ നിങ്ങള് അല്ലെ ഇത് ഭയങ്കര ഞാൻ നടന്ന സംഭവം പറയാം. ഞാൻ അരുണായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നു. അപ്പൊ എന്തോ പറഞ്ഞപ്പോ ഞാൻ അരുണിനോട് പറഞ്ഞു, അരുൺ എന്ന് പറഞ്ഞ എന്തോ എന്ത് ഈ പറഞ്ഞെന്തോ. അപ്പൊ ഞാനൊരു പാലത്തുമാള് നടന്നത്. അപ്പൊ അവിടുന്ന് ഒരു 5-6 മീറ്റർ അപ്പുറത്ത് ഒരു കാർ ഇങ്ങനെ പോണ്ടായിരുന്നു. അപ്പൊ കാറിലൊരു പെൺകുട്ടി ഇത് തുറന്നിട്ട് എന്നെ വിരൽ കാണിച്ചു. ഓക്കെ. അപ്പൊ ഞാനാണെങ്കിൽ ഇതിൽ തൊപ്പിയൊക്കെ ഉണ്ടാവും. അപ്പൊ കണ്ട ഒരു അൾജീരിയക്കാരൻ്റെ ലുക്ക് ഉണ്ടാവും. മനസ്സിലായ? അല്ലെങ്കിൽ അപ്പൊ ഞാനിങ്ങനെ നടക്കുക. അവരുടെ ഗതികേടിന് വണ്ടി ബ്ലോക്കിൽ പെട്ടു. ഈ ലേഡി ആ പെൺകുട്ടി പേടിച്ച് പെട്ടെന്ന് ഇതിട്ട് അവരുടെ അമ്മ എന്നെ ദയനീയമായി നോക്കി. കാരണം ഉറപ്പാണ് ഒരു പാകിസ്ഥാനി മറ്റൊരാണ് മാതിരിയാടി പോയി ആ കാർ മേടിക്കും. അപ്പൊ ആ കാർ മേടിച്ചെന്ന് വെച്ചോ, പാകിസ്ഥാനി ചെയ്യുന്നത് എന്താ വെച്ചാല് പോലീസ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുള്ളൂ. മനസ്സിലായ? അതാണ് ഇവിടുത്തെ വിചിത്രമായ പ്രശ്നം. കാരണം എന്നെ എങ്ങനെ ഇടിച്ചിട്ട് ഞാൻ പിന്നെ വിവാ പാലസ്തീന എന്നുള്ള ലോകം മുഴുവൻ പറഞ്ഞ എന്ത് ചെയ്യും? നിങ്ങൾ മനസ്സിലായി? അപ്പൊ എന്താ ചോദിക്കേ, ഇടിച്ചാലും പ്രൊട്ടക്ഷൻ. അല്ല ഞാൻ എന്നിട്ട് പക്ഷെ ഞാൻ നോക്കിയിട്ടാ. കാരണം ഐ ഡിഡ് ലൈക്ക് ഇറ്റ് ആണെന്നില്ല, ഞാൻ അവരെ നോക്കി കഴിഞ്ഞപ്പോ ആ ലേഡിയുടെ എനിക്ക് ഉള്ളിൽ ചിരി വന്നു. അതായത് അവരെ ഗതിയോട് കണ്ട അവർ ആ ഒരു സർക്കിള് കഴിഞ്ഞപ്പോൾ അവിടെ എന്റെ പാരലിൽ നിന്ന് ഞാനൊരു 10-20 മീറ്റർ നടന്നു കഴിഞ്ഞിട്ട്. മനസ്സിലായില്ലേ? ഒരു വെള്ളക്കാരൻ അവരോട് നിൽക്കൂലെന്ന്. എപ്പോ വരുന്ന റയറ്റ്സ് നടന്ന കളി മാറി വെള്ളക്കാരൻ അടിച്ചു കൊന്ന് എന്റെ പല്ലടക്കം പൊട്ടിക്കും. ഇത് ഈ ഞാൻ പറഞ്ഞില്ലേ ഒരു ഭൂരിപക്ഷ ജനത പിന്നെ ഒന്നിപ്പിക്കാൻ പറ്റില്ല. അവർക്ക് ഇതുണ്ടാവില്ല, ഈ മറ്റേ അവർ ഹേർഡ് മെന്റാലിറ്റി ഉണ്ടാവില്ല. പക്ഷെ അവരുടെ ഒരു ടോളറൻസ് പോയിന്റ് കടക്കുന്ന ഒരു ഇവന്റ് ആണെങ്കിലോ അത് അപ്പൊ പാകിസ്ഥാനികൾക്ക് കിട്ടുന്ന ഇടിയ വാങ്ങിക്കാൻ നല്ല ചാൻസ് ഉണ്ട് മലയാളികൾ. അദ്ദേഹത്തൊക്കെ പറഞ്ഞോണ്ടിരുന്ന മനസ്സിലായ? അപ്പൊ അപ്പൊ ഒരു കൺട്രിയിൽ ജീവിക്കുമ്പോ ഇതിപ്പോ എന്താ പ്രശ്നം, ഈ പക്ഷെ ആ ജൂലൈയിലെ പ്രശ്നമില്ലേ, കഴിഞ്ഞ ജൂലൈയിലെ അത് കണ്ട് ശരിക്കും എല്ലാ വെള്ളക്കാരും പഴയതിനേക്കാളും ഒഫൻസീവാ. ആ വെള്ളക്കാർക്ക് ഇംഗ്ലീഷ് അപ്പൊ എന്റെ പേടി തന്നെ എന്റെ മകന് സ്കൂളിൽ എത്തിയിട്ടുണ്ട്, അത് ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല. മനസ്സിലായ? അത് അതോറിറ്റീസ് നേരത്തെ പ്രിയംപ്റ്റ് ചെയ്തുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. മനസ്സിലായല്ലേ? ഷുവറാണ്, അത് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം അത് ഇത് ചെയ്യാൻ. അപ്പൊ എല്ലായിടത്തും സിറ്റിസൺസ് സെറ്റിലിംഗ് എന്ന് പറഞ്ഞ സാധനം ഞാൻ മനുഷ്യന്റെ അർഹത. അല്ല ഇത് ഈ വീട് വാങ്ങിക്കാൻ പോകുമ്പോഴൊക്കെ അതാണ് എനിക്ക്, അതായത് ഇവരെന്ത് ഈ
മറ്റേ ഇപ്പം ഈ ഫ്ലാറ്റ് ആണെങ്കിൽ പ്രശ്നമില്ല, മറ്റേത് ഓൾവേസ് റിസ്ക്കിയാണ് ഗ്രൗണ്ടിൽ. ആ ഗ്രൗണ്ടിലുള്ള വീട് വാടകയ്ക്ക് എടുക്കാനുള്ള ധൈര്യം അവിടെ നിന്ന് തന്നെ, പക്ഷെ ഒരു മെയിൻ്റനൻസ് വന്നാൽ ചത്തൂല്ലേ. പൊട്ടനെ എടുക്കുള്ളൂന്ന് എനിക്ക് ഓപ്ഷൻ കിട്ടി. ഇപ്പൊ നമ്മുടെ നാട്ടിലെ ഈ കസേരയൊക്കെ എടുത്ത് മറ്റേ ആകെ 3 ദിവസം ഇരിക്കാൻ പറ്റുള്ളൂ. മറ്റേ ഈ ഫ്ലാറ്റിനോടുള്ള ബഹുമാനം കൂടി അറിയണ്ട, ഒരു സ്വർഗലോകം കിട്ടും. മറ്റേത് പെട്ടുകൂട്ടത് അല്ല. അത് അങ്ങനെയല്ല. ഈ എന്തെങ്കിലും ഒരു ഇന്റലക്ച്വൽ ലെവലില് എന്തെങ്കിലും ചെയ്യണം, അല്ലെങ്കിൽ സമാധാനം വേണം, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ജീവിക്കാൻ വേണ്ടി വല്ലവർക്കല്ലേ ഫ്ലാറ്റ് ഇഷ്ടപ്പെടുള്ളൂ. മറ്റേത് ഒരു ഓപ്പൺ എയർ അല്ലേ ഇത് ചെയ്യുള്ളൂ. അതെ അതെ അതെ, ഹെഡോണിസ്റ്റിക് ആൾക്കാർക്കാണ് മറ്റേത്. അതെ കുറേ കൂടി അല്ല. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു വന്നപ്പോ എന്താ വെച്ചാല്, നമ്മൾ അവിടുത്തെ സോഷ്യൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ബംഗ്ലാദേശികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അത് ഉറപ്പാണ് ക്രൈമിന് കലാശിക്കുമെന്ന്. അതല്ലെങ്കിൽ തന്നെ ക്രൈം പെട്രോളില് എവരി 6th ക്രൈം ഇൻ ഇന്ത്യ ബംഗ്ലാദേശി ഇമിഗ്രൻസ് ആയാണ്. അവർക്ക് ഒളിച്ചോടാന്ന്. അവര് നേരെ കുൽനയിലേക്ക്, രാജ്ഷാഹിലേക്ക് ഓടും. പിന്നെ അവിടെയൊക്കെ 2ാമത്തെ പാസ്പോർട്ട് ഇങ്ങോട്ട് അവര് വേണമെങ്കിൽ സിൽഹട്ടിൽ പോയിട്ട് ചികിത്സിക്കാൻ നമ്മൾ കൽക്കട്ടയിൽ വന്ന് വീണ്ടും ക്രൈം നടത്തി പോകുമ്പോൾ. അല്ലെങ്കിൽ നമ്മൾ ഏത് സമയത്തും ഉണ്ടല്ലോ ഫോണും ആൾക്കാരെയൊക്കെ റെഡിയാക്കി നിർത്തി നടക്കണം. മനസ്സിലായില്ലേ? അല്ല, അതിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെ വേണ്ട. ഞാനൊരു ദിവസം സ്കൂട്ടർ ഓടിച്ചോണ്ട് വരുന്നത് അപ്പൊ ആലുവ മാർക്കറ്റിന്റെ അവിടെ എന്റെ ഈ വണ്ടിമേ ഇടിച്ചു കാറ്. അമ്മേനെ ബാക്കിൽ കൊണ്ട് ഇടിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ഇത് ചെയ്യണ്ടിരിക്കുന്നു. അപ്പൊ അവര് ഇങ്ങോട്ട് വന്നിട്ടേ ഞാനാ പ്രശ്നക്കാരെന്ന് രീതിയിൽ അടിച്ചു. പിന്നെ അടി ഉണ്ടാക്കേണ്ടി വന്നു. അവര് 3 പേരുണ്ടെന്ന്. അതില് ഒരുത്തത്തിൽ പെടുത്തൂർന്നായതുകൊണ്ട് രക്ഷ. ഞാൻ 2 പേരെ നേരിട്ടോണ്ടിരിക്കുക. പെട്ടെന്നാണ് ഞാൻ നിൽക്കുമ്പോ ഞാൻ കാവ്യ കൊണ്ട് എടുത്തേണ്. ഞാൻ പറഞ്ഞാ നീ അവിടെ നിൽക്കുക, ഞാൻ ഇവിടെ അടിയിൽ ഞാൻ ആളെ വിളിച്ചോണ്ട് വരുമെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ അവിടെ ഞങ്ങളുടെ ഡെന്നിസ് എന്ന് വിളിക്കുന്ന പോലെയുണ്ട്. പുള്ളിക്കാൻ മനസ്സിലായി അവിടെ അടിയാണ്. അവിടെ നിന്ന് ആള് വരുമെന്ന്. ആരും വരാനൊന്നുമില്ല, ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല. പെട്ടെന്ന് പുള്ളി മോനെ മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് സമാധാനിപ്പിച്ച് ഒരു ഇടിയ. അല്ലെങ്കിൽ അന്ന് ഇടികൊണ്ട് ചേർത്താൻ അമ്മര് 3 പേരുണ്ടെന്ന്. അവര് റോഡ് റേജ് അവരെന്നെ കൊണ്ടു ഇടിച്ചിട്ട് അവര് എഞ്ചിനീയറിംഗ് ഫൈറ്റ്. പിന്നെ ഞാൻ അവിടെ നിന്ന് വെച്ചിട്ട് അങ്ങോട്ടേക്ക് വലിയൊരു ബ്ലോക്ക് വന്നു. അപ്പൊ കുറെ കഴിയുമ്പോ ചേട്ടാ വിട് 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 എന്നൊക്കെ പറഞ്ഞ കുറെ കഴിയുമ്പോ കുറെ ആൾക്കാർ അവരുടെ അവിടെ കൂടി. അപ്പൊ അതില് ഞാൻ പറയട്ടെ, പിന്നെ നമുക്ക് ഈ ഇടയ്ക്ക് മറ്റേ അഡ്രിനാലിൻ അങ്ങോട്ട് പമ്പടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോധം ഉണ്ടാവില്ലല്ലോ, നമ്മൾ ഫൈറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? ആ ലെവലിലേ അപ്പോഴാണ് അവിടെയാണ് ഡെനിസെല്ലാതെ പെട്ടുവരെ. മനസ്സിലായില്ലേ? എനിക്ക് എന്നെ പരിചയമുണ്ടല്ലോ. പിന്നെ ഈ മറ്റേ ഈ ഞാൻ കാലുകൊണ്ട് എടുത്തിരുന്നത്. മനസ്സിലായ? അപ്പൊ അവന്മാർക്കും പേടിയായി. മനസ്സിലായില്ലേ? കാരണം പിന്നെ അവർക്ക് എന്നെ കൊല്ലാന്ന് തന്നെ നിർത്തിയില്ല. കാരണം ഈ അവന്മാർക്കും പേടിച്ചാക്കേണ്ടി വരൂലേ. ഈ സംഘടനകളുടെയൊക്കെ ഇതൊക്കെ ആൾക്കാരെ ഫൈറ്റ് ചെയ്യുമ്പോഴും ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു നമ്മളെ സ്പോട്ടിൽ ഇടിക്കാൻ പറ്റും. പക്ഷെ നമ്മളൊന്നും ചെയ്യില്ലായിരിക്കും. പക്ഷെ എങ്കിലും മറ്റൊരു പേടിയുണ്ടാവില്ലേ? അപ്പൊ ചില സ്ഥലത്തൊക്കെ നമ്മൾ ആദ്യമേ പോയിട്ട് 2 ഇടിയൊക്കെ വാങ്ങിച്ചു വെക്കാം. എന്നിട്ട് നമ്മൾ ഇടിക്കുമെന്നുള്ള പ്രതീതി ഉണ്ടാക്കുക, ഇടിക്കാതിരിക്കുക. ഇതൊക്കെ ഒരു ഇതെല്ലാം ഫിസിക്കൽ സർവൈവലിന്റെ ബേസിലുണ്ടായിട്ട്, അല്ലാണ്ട് ഇതിനൊരു കോർപ്പറേറ്റ് ഇതല്ല. മനസ്സിലായില്ലേ? But this can be extrapolated to corporate a lot. ഈ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നമ്മൾ പ്രശ്നങ്ങളെ നേരിട്ട് വന്നു കഴിയുമ്പോ ഈ നെഗോഷിയേഷൻ പൊളിറ്റിക്കൽ പ്രോസസ്സിലൂടെ അതിയായ വിശ്വാസം വന്നു. മനസ്സിലായോ? അപ്പൊ that had a remarkable bearing in my corporate, even in international consulting. മനസ്സിലായില്ലേ? കാരണം ഈ മുമ്പിലിരിക്കണവൻ ഇപ്പൊ അവൻ റേസ് അവൻ സ്നബ് ചെയ്താൽ തന്നെ നമുക്ക് തിരിച്ചു പറയാനുണ്ട്. കാരണം
അവനെ കൊണ്ട് പ്രാക്ടിക്കലി ഫിസിക്കലി നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ആ വെസ്റ്റേൺ ലിബറലിസം പ്രൊട്ടക്ഷൻ തരുന്ന ധൈര്യമുണ്ട്. അതില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞാൻ ബാറിൽ വെച്ച് അടിയെടുക്കുന്ന കാര്യമല്ല പറയണ കേട്ടോ. അത് ഫിസിക്കലാണ്. അത് വന്നു കഴിഞ്ഞാൽ അവഴിക്ക് പോകാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിനൊക്കെ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ സായിപ്പ്മാര് ഇതാണ്, സായിപ്പിന്റെ സൊസൈറ്റിയിലെ കുറെ റൂളുകളായിട്ടൊന്നും നമുക്കോ അവരുടെ മെറ്റീരിയലിസം വെച്ച് ഫക്കടപ്പാണ് ഈ സൊസൈറ്റി. ഏത് ആസ് എ സൊസൈറ്റി. പക്ഷെ ദർ ആർ ഗുഡ് ഇൻഡിവിജ്വൽസ്, മനസ്സിലായില്ലേ? അപ്പൊ ഈ പറയണ നമ്മള് ഈ ബോളിവുഡ് സിനിമയിലെ കാണുന്ന ടൈപ്പ് ഡാൻസും കണ്ടുണ്ടോ? ഈ ഷാറുഖ് ഖാനൊക്കെ അഭിനയിക്കുന്ന ക്യാരക്ടറിനൊക്കെ റിയൽ ലൈഫിൽ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനത്തെ ഒരു രാഹുലിനെ കണ്ടിട്ടില്ല. തേടി എന്ന് പറഞ്ഞാണല്ല. കണ്ടിട്ടുണ്ടോ? അതൊക്കെ നമ്മള് എന്താ പറയാ, ഈ പറഞ്ഞ ഫ്ലാംബോയൻസ് ഒക്കെ ജസ്റ്റ് ലൈഫില് അല്ല, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് ആട്ടോ. കാരണം അതിന് വേറെ ഇതിന്റെ കൂടെ ഉണ്ട് കേട്ടോ, ഇന്റലിജൻസിനോടെ എതിരാളിയുടെ എപ്പിസ്റ്റമിക് സ്ട്രെങ്ത് അളക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ല പക്ഷെ ഈ വൈരാഗ്യ ശതകമൊക്കെ ഭയങ്കര ഒരു ഫ്രെയിംവർക്കാണ്. പക്ഷെ അത് ചുറ്റും ഭയമാണ്. അപ്പൊ വൈരാഗ്യമാണോ നല്ലത്? വൈരാഗ്യം എന്ന് വെച്ചാൽ വർജനം. അല്ല, ഒബ്ജക്ടിവിറ്റി, മാക്സിമം ഒബ്ജക്ടിവിറ്റി കിട്ടുന്ന ഫ്രെയിംവർക്കാണ് ഇതെല്ലാം. അല്ലല്ല, ഇതിന്റെ ഈ ആനക്ഡോട്ട്സിന്റെ ഉള്ളില് ഈ എന്താ പറയാ, ഈ ആക്സിഡന്റലിയാണ് നമ്മൾ പലരും ഡിസ്കവർ ചെയ്യണത്, മനസ്സിലായില്ലേ? അപ്പൊ ഇതാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് വൈൻഡ് ചെയ്യാം. അപ്പോ ഇന്നത്തെ ചർച്ച എ ന്യൂ കൈൻഡ് ഓഫ് ഇന്റലിജൻസ്, ഫങ്ഷൻ സ്ട്രക്ചറൽ നാവിഗേഷൻ ആണ്. അതായത് കോസ് എഫക്ട് ഫ്രെയിംവർക്ക് ബേസ്ഡ് ഓൺ സെറ്റിംഗ്സ്, സിസ്റ്റംസ്, ഏജന്റ്, ആക്ഷൻ. അപ്പോ ഈ 4 ഇതിപ്പോ നമ്മൾ എന്ത് സിസ്റ്റം ആയിട്ട് ഇടപഴകുമ്പോഴും അതിന്റെ ഉള്ളില് ഇപ്പൊ നമ്മളൊരാളായിട്ട് ഡീൽ ചെയ്യണം, ഒരാൾക്ക് അഡ്വൈസ് കൊടുക്കാണ്. വാട്ട് ഈസ് ദിസ് പ്രോസ്പെക്ടസ്? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പുള്ളി എങ്ങോട്ടാണോ എൻ്റർ ചെയ്യാൻ നോക്കുന്നത് ആ സിസ്റ്റത്തിന്റെ കോസ് എഫക്ട് അല്ലെങ്കിൽ ആ സ്ട്രക്ചർ നാവിഗേറ്റ് ചെയ്തിട്ട് അതിൽ എന്താണ് അതിന്റെ സെറ്റിങ്സ്, എന്താണ് അതിന്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഹയറാർക്കി, അതിൽ ഏജന്റ് എന്ത് ചെയ്യുന്നു, സിസ്റ്റം സ്ട്രക്ചർ എന്ന് ഉദ്ദേശിച്ച് ഏജന്റ് എന്ത് ചെയ്യുന്നു, ഏജന്റ് എന്തൊക്കെ ആക്ഷൻ എടുക്കാൻ സാധിക്കും. ഇനി ഈ പറയുന്ന ആളുടെ ട്രേറ്റ്സ് നമ്മൾ മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം വെദർ ഹീസ് ഫിറ്റ് ഫോർ ദാറ്റ് എൻവയോൺമെന്റ് ആസ് എൻ ഏജന്റ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. അവിടെ സൈക്കോളജിക്കൽ അനാലിസിസ് കിടക്കും. പക്ഷേ ഈ ഒരു ഡെസിഗ്നേഷനെതിരെ പല റൂളും, ആ റൂളിന് പല ടാസ്കും അങ്ങനെയുള്ള പോണേ. ഇപ്പൊ ഈ മൾട്ടിപ്പിൾ റോൾസ് വരുമ്പോൾ ചിലപ്പോ ഒരാൾക്ക് ഏജൻസി കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അയാളുടെ സൈക്കോളജിയും അയാളുടെ ഫ്ലോ സ്റ്റേറ്റും അയാൾ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റും തമ്മിൽ ഭയങ്കര വ്യത്യാസം വരും. അതിപ്പോ എൻവയോൺമെന്റ് മാറിയാൽ വരും, പ്രൊജക്ഷൻ മാറിയാൽ വരും, ടെക്നോളജി മാറിയാലത് വരും. അപ്പോൾ ഇതൊക്കെ അറിഞ്ഞ് ഒരു എന്താ പറയാ സൈക്കിയും പേഴ്സോണയും തമ്മിലുള്ള ഒരു അലൈൻമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോകത്തെ കാണുന്നത് ഒരു പ്രാതിഭാസികപരമായിട്ടായിരിക്കരുത്. കാരണം ഇന്നത്തെ ലോകം സിസ്റ്റം സെൻട്രിക് ആണ്. സിസ്റ്റങ്ങളാണ് നമ്മളെ ഇത് ചെയ്യണത്. ഇപ്പൊ സിസ്റ്റം ഉണ്ടാക്കിയവർക്ക് അവരൊരു സെറ്റിംഗ് ഉണ്ടാവുക, അവർക്ക് ഏജൻസിന് പുറത്ത് റോള് നിശ്ചയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് ഒരു ഇൻഡിവിജ്വലിന് പോകാൻ പറ്റില്ല. അയാൾ ചിലപ്പോൾ പോയേക്കാം. അപ്പൊ അയാൾ മറ്റുള്ളവരുടെ ഏജൻസിയിലേക്ക് സ്റ്റെപ്പ് ചെയ്യുകയും കൂടുതൽ പൊളിറ്റിക്കൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ലോകത്തിന്റെ ലിമിറ്റ്സ്, നിങ്ങളുടെ ഫിസിക്കൽ ലിമിറ്റ്, നിങ്ങളുടെ സൈക്കോളജിക്കൽ ലിമിറ്റ്, ഫാമിലി ക്ലാൻ ലിമിറ്റ്, ഗ്രൂപ്പിന്റെ ലിമിറ്റ്, എൻവയോൺമെന്റൽ ലിമിറ്റ്, സൈക്കിയുടെ ലിമിറ്റ് ഒക്കെ എടുത്തുകൊണ്ട് വേണം നിങ്ങൾ മിക്ക ഡിസിഷൻസും എടുക്കാൻ. പക്ഷെ ആ ഡിസിഷൻസ് എടുക്കാനുള്ള ഡാറ്റ പോയിന്റ്സ് നിങ്ങളിങ്ങനെ ഓവർ എ പീരീഡ് ഓഫ് ടൈം അക്യൂമുലേറ്റ് ചെയ്യണം. അപ്പോൾ അതിൽ എപ്പിസ്റ്റമിക് സ്റ്റാൻഡേർഡ് ഹൈ ആണെങ്കിലേ നിങ്ങൾക്ക് സാധിക്കൂ. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ വൈരാഗ്യ ശതകത്തിലെ ഈ വരികൾ, അതായത് ഭോഗേ രോഗഭയം, ഭോഗിക്ക് രോഗത്തെ ഭയമാണ്, കുലേ ച്യുതി ഭയം, കുലമഹിമ പറയുന്ന ആൾക്ക് അതിന്റെ ച്യുതിയെ ഭയം, വിത്തേ നിർബലാന്ത് ഭയം, അതായത് പൈസയുള്ളവന് രാജാവ് അല്ലെങ്കിൽ ഗവൺമെന്റിനെ ഭയം, ടാക്സ് പിടിക്കും എന്നുള്ളത്, മാനെ ദൈന്യ ഭയം, അതായത് ഈ മാന്യതയ്ക്ക് ദൈന്യം ഉണ്ടാവും എന്നുള്ളത്, ബലേ രിപു
ഭയം. രിപു എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ മറ്റേ ശത്രു എന്നാണ്. ബലമുള്ളവന് എതിരാളിന് എതിന്. രൂപേ ജരായ നഗർ ഭയം, അതായത് രൂപമുള്ളവന്, അതായത് സൗന്ദര്യമുള്ളവന് അത് ജരനരാദികൾ ഉണ്ടാവുമോ എന്നുള്ളത്, കഷ്ടകുഷ്ട ജരനരാദികൾ എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പൊ ശാസ്ത്രേ വാദി ഭയം. അപ്പോൾ ശാസ്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ മറ്റേ എന്താ പറയാ, ഈ ഡിബേറ്റ് അല്ലെങ്കിൽ മറ്റേ പ്രാമാണിക ഗ്രന്ഥങ്ങളുടെ ഒരു പണ്ഡിതന് വാദിക്കുന്നവനോട് വാദത്തെ പേടിയാണ്, അല്ലെങ്കിൽ എങ്ങനെ വാദിച്ച് ജയിക്കും എന്നുള്ളതാണ് എൻ്റെ പേടി. ഗുണേ ഖലഭയം, ഗുണം എങ്ങനെ ചുതി ഉണ്ടാവും എന്നുള്ളത്. കായെന്ന ശരീരം കൃതാന്താത് പറയും എന്ന് വെച്ചാൽ ബാക്കി എല്ലാം നമ്മൾ നോക്കുമ്പോൾ ചുറ്റും എല്ലാ കാര്യത്തിനും നമ്മൾ ഭയക്കണ്ട. അപ്പൊ വർജനമാണ് അതിൻ്റെ ഇത്. ഒരിക്കലും ഞാൻ ഇതിൽ നിന്നല്ല ഈ ഫിലോസഫി ഉണ്ടാക്കിയത്. എൻ്റെ ബോട്ടം അപ്പ് ആയിട്ട് എൻ്റെ ലൈഫിൽ വന്ന പ്രോബ്ലത്തിനെയും സെറ്റിങ്സിനെയും റാഷണലൈസ് ചെയ്ത് പല സ്ഥലത്ത് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞോ അറിയാതെയോ മനുഷ്യന്റെ പ്രെഡിക്കമെന്റിനെ കാണിക്കാനാണ് ഇത് എഴുതിയെങ്കിലും ഞാൻ ഈ വൈരാഗ്യ ശതകത്തിന് ഇപ്പൊ ഈവൻ ഇതിന്റെ ടൈറ്റിലിനെ പോലും വൈരാഗ്യ ശതകം എന്ന് ഇടാം. അതായത് ചുറ്റും ഭയമുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് ഈ അടങ്ങി ഒതുങ്ങി ആവശ്യമുള്ള കാര്യങ്ങളിൽ എന്താ പറയാ മാത്രം ആസക്തി കാണിച്ച് ബാക്കിയുള്ള സ്ഥലത്ത് ഒരു വർജനാധിഷ്ഠിത ജീവിത രീതി നയിച്ചാൽ നിങ്ങൾക്ക് ഇത് കിട്ടും. അതാണ് പറഞ്ഞത് ഡു എ തറ അനാലിസിസ് ഓഫ് സിസ്റ്റം, റോൾ ഓഫ് ഏജൻസ് ടു കാൽക്കുലേറ്റ് ഓഡ്സ് ഫോർ സക്സസ്. അതായത് നിങ്ങളൊരു പണിയെടുക്കണേക്ക് മുമ്പ് പ്രയോറി അതിന്റെ ഓഡ്സ് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നുള്ളൂ. സ്റ്റിൽ നിങ്ങൾ വിജയിച്ചേക്കാം, പക്ഷെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാത്ത വിജയമായിരിക്കും. അതായത് ഐശ്വര്യായിനെ ഡേറ്റ് ചെയ്യണ മാതിരി ഇരിക്കും ഒരു 20 കൊല്ലം മുമ്പ്. അപ്പൊ ദെൻ യു ടു സഫർ ആൾ ദ കോൺസിക്വൻസസ്. ദെൻ കുടുംബം മുടിയും അവർക്ക് വേണ്ടി എയർ ടിക്കറ്റും ലിമോസിനും ഒക്കെ അറേഞ്ച് ചെയ്യാൻ. അപ്പൊ അതാണ്. അപ്പൊ ടാക്കിൾ ഇഷ്യൂസ് പൊളിറ്റിക്കലി ബൈ എഡ്യൂക്കേറ്റിംഗ് യുവർ സോ കാൾഡ് എനിമീസ് ഹു ആർ ഓഫൺ വിക്ടിംസ് ഓഫ് ദെയർ സറൗണ്ടിങ്സ്. അപ്പൊ അവരുടെ സെറ്റിങ്സിൽ നിന്നുള്ള, അവരുടെ സിസ്റ്റങ്ങളിൽ നിന്ന്, അവരുടെ ഇതിൽ നിന്ന് ആ ചിന്താഗതി നമ്മളിലോട്ട് പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് പലപ്പോഴും തെറ്റിദ്ധാരണ ഉണ്ടാവുന്നത്. അല്ലാണ്ട് ഒരു ജെന്യൂൻ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഫോർ അക്വറിങ് വെൽത്ത് ഓർ നോളജ് അതുണ്ടെങ്കിൽ നെഗോഷിയേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഇഫ് കൺസേൺ പാർട്ടീസ് ആർ റാഷണൽ. പക്ഷെ എത്ര റാഷണലാണ് MIT പോയി പഠിച്ചാലും മറ്റേ ചില ഫണ്ടമെന്റൽ ഭയങ്ങളും അവരുടെ ജാതിയാൽ അല്ലെങ്കിൽ ജാതിയാൽ തൂത്തത് അല്ലെങ്കിൽ ജാതിയാൽ തൂത്തെന്ന് ഞാൻ പറയുന്ന അല്ലെങ്കിൽ മതത്തിൽ നിന്ന് കിട്ടുന്ന ഈ സാധനത്തിനൊന്നും മറികടക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അവിടെയാണ് ലോകം ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത് ഇത് ചെയ്യണത്. സോ ഐ ഹോപ്പ് ദിസ് വാസ് യൂസ്ഫുൾ. നന്ദി, നമസ്കാരം.